ഇന്ന് വരെ റെസ്റ്റോറൻറ്റ് ഇൻഡസ്ട്രിയിലുള്ള ബിസിനസ്മാൻമാർ പൊളിഞ്ഞു പോകാനുള്ള റീസൺ, അവർക്ക് പറ്റിയുള്ള അബദ്ധങ്ങൾ, അവർക്ക് പറ്റിയുള്ള മിസ്റ്റേക്സ് എങ്ങനെയൊക്കെയാണ്, എന്ത് റീസൺ കൊണ്ടാണ് ആ ഒരു ഇൻസിഡൻറ്റ് ഉണ്ടാക്കുന്നതെന്ന് ഞാൻ സ്റ്റഡി ചെയ്തു. അത് നമ്മുടെ കേരളം പോലത്തെ സ്ഥലത്ത് 2 ദിവസം അടച്ചിട്ട് കഴിഞ്ഞാൽ 3-ാമത്തെ ദിവസം പൂട്ടിയെന്ന് പറയും. എനിക്ക് കോൺഫിഡൻസ് ഇട്ട് സത്യം പറഞ്ഞാൽ ഞാൻ കേൾക്കുന്ന നോകളിൽ നിന്നാണ്. ഒരു ദിവസം ഞാൻ ബിസിനസ്സിലേക്ക് ഇറങ്ങിയപ്പോൾ ഒരു ദിവസം ഒരു 10-ൽ കൂടുതൽ അല്ലെങ്കിൽ ഒരു 20-ലധികം നോസ് ഞാൻ കേട്ടിട്ടുണ്ടായിരിക്കും. നമ്മളാദ്യം ഒരു വണ്ടി പർച്ചേസ് ചെയ്യണം. ആ ഒരു വാഗണിൽ നമ്മളതിൻ്റെ കിച്ചൺ സ്പേസ്, ആ കോച്ച് വർക്കിന് തന്നെ വലിയൊരു കോസ്റ്റ് വരും. പിന്നെ അതിൻ്റെ കിച്ചൺ സ്പേസ് ബിൽഡ് ചെയ്യണം. പിന്നെ അതിൻ്റെ വർക്കിംഗ് സ്പേസിൽ നമുക്ക് യൂസ് ചെയ്യേണ്ട എക്യുപ്മെൻറ്റ്സ് ഉണ്ട്, മിഷനറീസ്, അത് അതിൽ ആഡ് ചെയ്യണം. അതൊക്കെ ആഡ് ചെയ്ത് വരുമ്പോൾ തന്നെ വലിയൊരു കോസ്റ്റ് വരുന്നുണ്ട്. ആരിലും ഡിപ്പെൻഡ് ആവരുത് എൻ്റെ ബിസിനസ്. എന്ന് വെച്ചാൽ എൻ്റെ ബിസിനസ് എക്സ്പാൻഡ് ചെയ്യാനാണല്ലോ ഞാൻ പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ പ്രസൻസ് എല്ലാവരും ഉണ്ടാവില്ല. അപ്പോൾ ആ ഒരു രീതിയിലേക്കാണ് എൻ്റെ ബിസിനസ്സിനെ ഞാൻ വളർത്തിയെടുക്കുന്നത്. ഫ്രാഞ്ചൈസി എന്ന് പറയുമ്പോൾ നമ്മളൊരു പാർട്ട്ണറെ ഇൻവൈറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഒരു പാർട്ട്ണറെ സെലക്റ്റീവായിട്ട് നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റണം. ക്വാളിറ്റി ഉള്ള, ഫിനാൻഷ്യലി നമുക്ക് ഇങ്ങോട്ട് സപ്പോർട്ട് ചെയ്യും എന്നുള്ളതിനേക്കാൾ കൂടുതൽ പൈസ ഇറക്കുന്നുള്ളതിനേക്കാൾ ബോധേഡായിരിക്കണം നമ്മൾ അവരുമായിട്ടുള്ള മിങ്കിളിങ്, കൊളാബറേഷൻ, അസോസിയേഷൻ എല്ലാം. ഫുഡ് ഇൻഡസ്ട്രി ബിസിനസ്സിൽ ഒരു എവല്യൂഷൻ ക്രിയേറ്റ് ചെയ്ത് ഫുഡ് കിയോസ്ക് എന്ന് പറയുന്നൊരു ട്രെൻഡ് നമ്മളുടെ കേരളത്തിലേക്ക് കൊണ്ടുവന്ന് സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു 19-കാരൻ്റെ സ്റ്റോറിയാണ് നമ്മളിന്ന് ഫിൻ സീരീസിലൂടെ ഷെയർ ചെയ്യാൻ പോകുന്നത്. ഹായ് അതുൽ, വെൽക്കം ടു ഫിൻ സീരീസ്. താങ്ക് യു. പിന്നെ ഞാൻ ആദ്യമേ പാഷനേറ്റഡ് ആയിരുന്നു, ഈ ബിസിനസ്സിൽ തന്നെ പാഷനേറ്റഡ് ആയിരുന്നു. അപ്പം ഈ എന്തെങ്കിലും ഒരു ബിസിനസ് തുടങ്ങണം എന്നുള്ള രീതിക്ക് ബിസിനസ്സിനെ കുറിച്ച് സ്റ്റഡി ചെയ്യാൻ തുടങ്ങി. എന്തായാലും ഞാൻ റൂമിൽ കിടക്കുക. അപ്പം എനിക്ക് കിട്ടിയിട്ടുള്ള നോളജ് വെച്ചിട്ട് എനിക്ക് റിസർച്ച് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. ഒരു കാര്യത്തിനെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കിയെടുക്കാൻ, അതിനെക്കുറിച്ച് അന്വേഷിക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഞാൻ റിസർച്ച് ചെയ്യാൻ തുടങ്ങി. എന്തായാലും ബിസിനസ് തുടങ്ങാൻ തീരുമാനിച്ചു. അപ്പം എന്ത് ബിസിനസ് തുടങ്ങണം എന്നുള്ളതിൻ്റെ മുമ്പിൽ വലിയൊരു ചോദ്യമാണ്. അപ്പം ഏറ്റവും പ്രോഫിറ്റബിൾ ആയിട്ടുള്ള ബിസിനസ് എന്താ എന്ന് ഞാൻ സ്റ്റഡി ചെയ്തു. അതിലെനിക്ക് ഫുഡ് ബിസിനസ്സാണ് ഏറ്റവും പ്രോഫിറ്റബിൾ ആയിട്ടുള്ള ബിസിനസ് എനിക്ക് മനസ്സിലായി. പക്ഷേ ഏറ്റവും കൂടുതൽ റിസ്ക് ഫാക്ടേഴ്സ് ഉള്ളതും ഏറ്റവും കൂടുതൽ പൂട്ടിപ്പോകുന്ന ബിസിനസ്സും ഫുഡ് ബിസിനസ്സാണ്. അപ്പം ഇതൊക്കെ എങ്ങനെ സോൾവ് ചെയ്യാം, അതോ എങ്ങനെ വേറൊരു ഇൻഡസ്ട്രീനെ ചൂസ് ചെയ്യണോ, അല്ലെങ്കിൽ ഈ ഇൻഡസ്ട്രീനെ അതിൻ്റെ സൊല്യൂഷൻസ് കണ്ടുപിടിച്ച് മൂവ് ഓൺ ചെയ്യണം എന്നുള്ള വലിയൊരു ഏത് ഡിസിഷൻ എടുക്കണം എന്നറിയാത്ത സ്റ്റേജിലായിരുന്നു. അപ്പം ഞാൻ ആദ്യം തൊട്ട് സ്റ്റഡി ചെയ്തിട്ടുള്ള ഒരു ഇൻഡസ്ട്രി അല്ലേന്ന് വെച്ചിട്ട് എൻ്റെ പേഴ്സണൽ കമ്മിറ്റ്മെൻറ്റ് കൊണ്ട് ഞാൻ ഫുഡ് ഇൻഡസ്ട്രി തന്നെ ചൂസ് ചെയ്തു. ഇതിൽ ഇന്ന് വരെ ഈ റെസ്റ്റോറൻറ്റ് ഇൻഡസ്ട്രിയിൽ നടന്നിട്ടുള്ള ബാക്കിയുള്ളവർ പൊളിഞ്ഞു പോകാൻ ഇടയായിട്ടുള്ള എല്ലാ റീസൺസും ഞാൻ പോയിൻ്റ് ചെയ്ത് സ്റ്റഡി ചെയ്തു. ഇന്ന് വരെ റെസ്റ്റോറൻറ്റ് ഇൻഡസ്ട്രിയിലുള്ള ബിസിനസ്മാൻമാർ പൊളിഞ്ഞു പോകാനുള്ള റീസൺ, അവർക്ക് പറ്റിയുള്ള അബദ്ധങ്ങൾ, അവർക്ക് പറ്റിയുള്ള മിസ്റ്റേക്സ് എങ്ങനെയൊക്കെയാണ്, എന്ത് റീസൺ കൊണ്ടാണ് ആ ഒരു ഇൻസിഡൻറ്റ് ഉണ്ടാക്കുന്നതെന്ന് ഞാൻ സ്റ്റഡി ചെയ്തു. ആ സ്റ്റഡീസ് എല്ലാം പോയിൻ്റ് ചെയ്ത് അതിൽ നിന്നൊക്കെ അവർക്ക് ഉണ്ടാക്കിയിട്ടുള്ള ഇമ്പാക്റ്റ്, അവർക്കുള്ള നഷ്ടം എത്രത്തോളമാണെന്ന് ഞാൻ മനസ്സിലാക്കി. അപ്പോൾ ഇതൊക്കെ എങ്ങനെ സോൾവ് ചെയ്യാം എന്ന് ഞാൻ സ്റ്റഡി ചെയ്തു. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പ്രോബ്ലംസ് ഒക്കെ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ ഹൈ പ്രോഫിറ്റബിൾ ആയിട്ടുള്ള ഇൻഡസ്ട്രി ആണല്ലോ ഫുഡ് ഇൻഡസ്ട്രി. ഇതൊക്കെ സത്യം പറഞ്ഞ ഒരു 18 വയസ്സാവുന്നു, 17-ാമത്തെ വയസ്സ് കഴിഞ്ഞു 18 വയസ്സാവുന്ന ആ ഒരു ഏജിലായിരുന്നു. 18 വയസ്സായി ആ ഒരു സ്റ്റേജിലായിരുന്നു, കറക്റ്റ് എനിക്ക് ഓർമ്മയില്ല. അപ്പം ആ ഒരു സിറ്റുവേഷനിൽ ഞാൻ ഈ ബിസിനസ്സിനെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാൻ തുടങ്ങി. ഈ ബിസിനസ്സിൽ നമ്മൾ ടോട്ടലി ഇതിലെന്തൊക്കെ ഇൻഡസ്ട്രിയിൽ സംഭവിച്ചിട്ടുള്ള എല്ലാ ഇൻസിഡൻസും പോയിൻ്റ് ചെയ്തു. അതിന് സ്കെയിൽ ചെയ്യാൻ വേണ്ടി ഞാൻ പല എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള റെസ്റ്റോറൻറ്റ് ഓണേഴ്സിൻ്റെ അടുക്കലും പോയി. അവർക്ക് എങ്ങനെ മാനേജ് ചെയ്യുന്നത്, അവർക്ക് എങ്ങനെ സെയിൽസ് മാനേജ് ചെയ്യുന്നത്, അവർക്ക് എങ്ങനെ പ്രൊഡക്ട്സ് മാനേജ് ചെയ്യുന്നത്, ഇന്നും ഒരേ സെയിൽസ് ഉണ്ടോ, അല്ലെങ്കിൽ റിസ്ക് ഫാക്ടർ എത്രത്തോളം ഓരോ റെസ്റ്റോറൻറ്റ് ഓണേഴ്സിനെ എഫക്റ്റ് ചെയ്യുന്നുണ്ട്, അവരൊക്കെ ഒരു പെർ ഡേ തന്നെ ഷോപ്പ് ക്ലോസ് ചെയ്യാന്നുള്ള സ്റ്റേജിൽ എങ്ങനെ ഇതൊക്കെ ബാലൻസ് ചെയ്ത് എത്തുന്നു എന്നുള്ള കാര്യത്തിനെക്കുറിച്ചൊക്കെ ഞാൻ പലരുടെ വീഡിയോസും ബുക്സും ഒക്കെ വായിച്ചിട്ട് ഇതിനൊക്കെ പറ്റിയിട്ടുള്ള കൂടുതൽ ഡീറ്റെയിൽസ് ഞാൻ എടുത്തു തുടങ്ങി. ശരിക്കും ഈ കുറേ അടുത്ത് പോയി എന്ന് പറഞ്ഞില്ല, റെസ്റ്റോറൻറ്റ്സിലൊക്കെ പോയി അവരുടെ ഒപ്പീനിയനൊക്കെ ചോദിച്ചു. അപ്പോൾ ആ ഒരു ഏജിലുള്ള ഒരാൾ ചെന്ന് ചോദിക്കുമ്പോൾ അവരൊരു റെസ്പോൺസ് എങ്ങനെയായിരുന്നു? പലരും, ഞാൻ പറയുവാണെങ്കിൽ ഒരു 99% ആൾക്കാർക്കും എന്തൊരു കൊച്ചുകുട്ടി എന്തൊരു ചെറിയ കാര്യം ചോദിക്കുന്ന പോലെയാണ് പലരും കണക്കിലെടുത്തിരുന്നത്. ചിലപ്പോൾ അവരൊക്കെ, ഞാനിപ്പം എനിക്ക് സ്വന്തമായിട്ടൊരു ബ്രാൻഡെന്ന് അറിയുന്നില്ലായിരിക്കാം, ഇപ്പം അറിയുന്നില്ലായിരിക്കാം, പക്ഷെ അന്ന് എന്നെ ചെറിയൊരു കുട്ടിയായിട്ട് മാത്രമേ കൺസിഡർ ചെയ്തേ. അവിടെ നടക്കുന്നൊരു ചെറിയൊരു കാര്യം പറഞ്ഞിരുന്ന പോലെ ഡീറ്റെയിൽഡായിട്ട് പറഞ്ഞെന്നില്ലെങ്കിലും ചുരുക്കം ചില കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു. അതൊക്കെ എനിക്ക് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. പലരും പറയാൻ പോലും തയ്യാറായില്ല. ചെറിയ പയ്യൻ വന്ന് എന്തൊക്കെയോ ചോദിക്കുന്നു, അപ്പോൾ പലരും മൈൻഡ് ചെയ്തിട്ടില്ല. പക്ഷേ എൻ്റെ മുമ്പിൽ മുന്നോട്ട് പോകാമെന്നുള്ളൊരു സിറ്റുവേഷൻ തന്നെയായിരുന്നു. അപ്പം ഞാൻ ഇതിനു വേണ്ടി സ്റ്റഡി ചെയ്തു. അപ്പം മെയിൻലി ഇതിൽ വരുന്ന എന്തൊക്കെ ഇൻസിഡൻസ് ആണ് ഇതിൽ നെഗറ്റീവായിട്ട് വരുന്നത്, എങ്ങനെയൊക്കെ
ഞാൻ പൂട്ടിപ്പോവാം, അല്ലെങ്കിൽ ഞാൻ ഒരു ഫുഡ് ഇൻഡസ്ട്രി ബിസിനസ് തുടങ്ങിക്കഴിഞ്ഞാൽ എങ്ങനെയൊക്കെ പൂട്ടിപ്പോവാം. അപ്പോൾ ആരൊക്കെ പൂട്ടിപ്പോയിട്ടുണ്ട്, ആ ഒരു പൂട്ടിപ്പോകാനുള്ള കാരണം എന്താണെന്ന് മനസ്സിലാക്കി ആ ഒരു റീസണ് വേണ്ടിയിട്ട് ആ ഒരു കാരണത്തെ എങ്ങനെ സോൾവ് ചെയ്യാന്നുള്ള ടെക്നോളജീസ് കൊണ്ടുവന്നു. ഇപ്പം വേസ്റ്റ് മാനേജ്മെൻറ്റ്, എങ്ങനെ എല്ലാ പ്രൊഡക്ട്സും എങ്ങനെയാണ് വേസ്റ്റ് ആവുന്നത്, അപ്പോൾ ആ ഈ വേസ്റ്റേജിൻ്റെ ഇഷ്യൂ എങ്ങനെയാണ് കുറയ്ക്കാൻ പറ്റുക, അതിന് ഏത് ടെക്നോളജി യൂസ് ചെയ്ത് സോൾവ് ചെയ്യാൻ പറ്റും എന്നുള്ള രീതിയിലേക്ക് നമ്മുടെ പ്രൊഡക്ട്സ് എന്താണോ എൻ്റെ പ്രൊഡക്റ്റിനെയും വെച്ചിട്ടും പുതിയ ടെക്നോളജിനെ വെച്ചിട്ടും ടോട്ടലി മിങ്കിൾ ചെയ്തിട്ട് എങ്ങനെ ഈ ടെക്നോളജിയും എൻ്റെ പ്രൊഡക്റ്റുമായിട്ട് ഈ ഒരു ഔട്ടിലേക്ക് എത്തിക്കാൻ പറ്റുമെന്ന് സ്റ്റഡി ചെയ്തു. അങ്ങനെ എത്തിക്കാൻ പറ്റുമെന്നുള്ള ഒരു റിസൾട്ട് എനിക്ക് കിട്ടി. രണ്ടാമത് വരുന്നത് സ്റ്റാഫിൻ്റെ ഒരു ഇഷ്യൂ ആണ്. പല റെസ്റ്റോറൻറ്റ്സിലും പല ഹോട്ടൽസിലും നിസ്സാര ശമ്പളം വാങ്ങുന്ന പല സ്റ്റാഫിൻ്റെയും കാല് പിടിക്കേണ്ട ഒരു സിറ്റുവേഷൻ പല റെസ്റ്റോറൻറ്റ് ഓണർക്കും വരുന്നുണ്ട്. ഓണറായിട്ടും സ്റ്റാഫായിട്ടും നിന്നാൽ മാത്രമാണ് ഒരു ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുക. അവരുടെ ഇടയിൽ ഭയങ്കരമായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ് റിലേഷനൊക്കെ വേണം. എന്നാൽ കൂടിയും അവരവർ ചെയ്യേണ്ട റോൾസ് അവരവർ തന്നെ ചെയ്യണം. അപ്പം 5 ലക്ഷം രൂപ അല്ലെങ്കിൽ ഒരു 2 ലക്ഷം രൂപയുടെ ടോട്ടൽ സെയിൽസ് ടേൺ ഓവറുള്ള ഒരു ഹോട്ടലുകാർ അല്ലെങ്കിൽ റെസ്റ്റോറൻറ്റ് ഓണർ 750 രൂപ സാലറി മേടിക്കുന്ന പെർ ഡേ 750 രൂപ സാലറി മേടിക്കുന്ന പൊറോട്ട മാസ്റ്ററുടെ കാലിൽ വീഴുന്ന സിറ്റുവേഷൻ പല ഹോട്ടലിലും പല റെസ്റ്റോറൻറ്റ്സിലും ഇന്ന് കണ്ടുവരുന്നുണ്ട്. മിക്ക ഡിഷസും ടോട്ടലി സ്കിൽ ബേസ്ഡാണ്. ഐ മീൻ ഒരാൾക്ക് മാത്രമേ ചെയ്യാൻ പറ്റൂ എന്നുള്ളത് ഈ ഫുഡ് ബിസിനസ്സിൽ മെയിൻലി വരുന്നുണ്ട്. ആളുടെ സ്കില്ല് കൊണ്ടാണ് ഈ പ്രൊഡക്റ്റ് ഇവിടെ ഉണ്ടാകുന്നത്, അയാൾക്ക് മാത്രമാണ് ഈ പ്രൊഡക്റ്റ് കൺട്രോൾ ചെയ്യാൻ പറ്റൂ. റെസ്റ്റോറൻറ്റ് ബിസിനസ് സംബന്ധിച്ചിടത്തോളം ടോട്ടലി ഒരു പ്രൊഡക്റ്റിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മുടെ ബിസിനസ് മൊത്തത്തിൽ നിൽക്കുന്നത്. ഇപ്പം ഞാൻ മൊമോസാണ് സെല്ല് ചെയ്യുന്നത്, എൻ്റെ പ്രൊഡക്റ്റ് മൊമോസാണ്. അപ്പം എങ്ങനെയാണ് ഞാൻ ഈ മൊമോസ് സെല്ല് ചെയ്യുന്നത്, അതിൽ എത്രത്തോളം ടേസ്റ്റ് ഉണ്ട്, എൻ്റെ സർവീസ് എങ്ങനെയാണ്, എൻ്റെ ക്വാളിറ്റി എങ്ങനെയാണെന്നൊക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ട് ആൾക്കാർ വരുന്നത്. അതെ, ഇവിടെ ഈ ഫുഡ് ഇൻഡസ്ട്രി ബിസിനസ്സിൽ ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്യുന്ന ഒരു ചാലഞ്ചാണല്ലോ ആ ഒരു ക്വാളിറ്റി അല്ലെങ്കിൽ ആ ഒരു ടേസ്റ്റ് മെയിൻറ്റെയിൻ ചെയ്യാന്നുള്ളത്. ഇപ്പോൾ റെസ്റ്റോറൻറ്റ് ബിസിനസ്സിനെ എടുക്കുകയാണെങ്കിൽ ഇപ്പം കൂടുതലും എന്താണ്, ഇപ്പം നമ്മൾ കണ്ടിന്യൂസ്ലി ഒരു സ്ഥിരം കസ്റ്റമർ ആണെന്നിരിക്കട്ടെ ഒരു റെസ്റ്റോറൻറ്റിൽ, അവിടെ പോയിട്ട് നമുക്ക് അത്രയും നാൾ കിട്ടിക്കൊണ്ടിരുന്നൊരു ടേസ്റ്റ് കിട്ടിയില്ലെങ്കിൽ പിന്നെ നമ്മൾ അങ്ങോട്ടേക്ക് പോകാൻ മടിക്കും. അപ്പോൾ അത് മേജറായിട്ട് വരുന്നൊരു ചാലഞ്ചാണ്. അപ്പോൾ അവിടുത്തെ ഷെഫ് മാറിക്കഴിഞ്ഞാൽ അത് ഭയങ്കരമായിട്ട് ബിസിനസ്സിനെ അഫക്റ്റ് ചെയ്യും, അവിടുത്തെ സെയിൽസിനെ അഫക്റ്റ് ചെയ്യും. അപ്പോൾ അത് മേജറായിട്ടുള്ളൊരു പ്രശ്നമാണല്ലോ. അതെ, എല്ലാ റെസ്റ്റോറൻറ്റ് ഓണേഴ്സും ഫേസ് ചെയ്യുന്നൊരു ഇഷ്യൂ ആണ്. എന്താ വെച്ച് കഴിഞ്ഞാൽ ഇന്ന് സാലറി കൊടുത്ത് ഇന്ന് രാത്രി പറഞ്ഞു കിട്ടാൻ നാളെ രാവിലെ ഉണ്ടോയെന്ന് കൂടി അറിയില്ല, പോകുന്നത് കൂടി അറിയുന്നില്ല. അപ്പം അങ്ങനത്തെ ഒരു ചലഞ്ച് വരുമ്പോൾ പെട്ടെന്ന് ഒരു ദിവസം ഓപ്പൺ ആക്കാതെ നിന്ന് കഴിഞ്ഞാൽ അത് നമ്മുടെ കേരളം പോലത്തെ സ്ഥലത്ത് 2 ദിവസം അടച്ചിട്ട് കഴിഞ്ഞാൽ 3-ാമത്തെ ദിവസം പൂട്ടിയെന്ന് പറയും. അപ്പം ആ സിറ്റുവേഷനിൽ ഒരു ദിവസം അടച്ചിട്ടാൽ തന്നെ വലിയ ലോസാണ്. അങ്ങനത്തെ സിറ്റുവേഷനിൽ നമ്മൾ സ്റ്റാഫ് ഡിപ്പെൻഡഡ് അല്ലാതെ നമ്മുടെ പ്രൊഡക്ട്സാണ് നമ്മുടെ ബേസ്. നമ്മുടെ പ്രൊഡക്ട്സിനെ സെല്ല് ചെയ്യുമ്പം പ്രൊഡക്ട്സിൻ്റെ ടേസ്റ്റ് അറിഞ്ഞ ആൾക്കാർ വരുമ്പോൾ എല്ലാവരും ബോധേഡായി, എല്ലാവരും ടേസ്റ്റും റിവ്യൂസൊക്കെ നോക്കിയിട്ട് ഓരോ സ്ഥലത്ത് കഴിക്കാൻ പോകുന്ന ആൾക്കാരായി മാറി നമ്മുടെ അവിടെ ഉള്ളവർ. അപ്പം നമ്മൾ കൊടുക്കുന്ന ഫുഡിൻ്റെ ക്വാളിറ്റിയിലൊക്കെ ഭയങ്കര കോൺഷ്യസ് ആയിരിക്കണം. ഇപ്പോൾ ഈ കൊറോണ ടൈം ആണെങ്കിലും അതിന് മുന്നേ ആണെങ്കിലും ഈ ഫുഡ് ട്രക്കൊക്കെ ഭയങ്കര കുറച്ച് ട്രെൻഡിങ് ആയിട്ട് നിന്നൊരു സമയമായിരുന്നല്ലോ. ഈ ഫുഡ് കിയോസ്ക് എന്ന് പറയുന്ന ഒരു ആശയം അല്ലെങ്കിൽ അങ്ങനെ ഒരു ബിസിനസ് ഐഡിയ പോലും അത്രയും ഫേമസ് ആയിരുന്നില്ല. ഇപ്പോൾ ഈവൻ ഞാൻ അതുലിനെ പറ്റി കൂടുതൽ പഠിക്കാൻ ശ്രമിച്ചപ്പോഴാണ് ഫുഡ് കിയോസ്ക് എന്നുള്ളൊരു സംഭവത്തിനെ പറ്റി ഞാൻ അറിയുന്നത് തന്നെ. അപ്പോൾ അതുവരെ ഞാൻ ഫുഡ് ട്രക്ക് എന്നുള്ളൊരിതാണ്. അപ്പോൾ എങ്ങനെയാണ് ശരിക്കും ഈ ഫുഡ് ട്രക്കിൽ നിന്ന് ഈ ഒരു ഫുഡ് കിയോസ്ക് എന്നുള്ളൊരു ബിസിനസ്സിലേക്ക് വന്നത്? ഫുഡ് ട്രക്കായിരുന്നു എൻ്റെ മനസ്സിലുള്ള ഒരു ബിസിനസ്. എന്തെങ്കിലും ബിസിനസ് ചെയ്യാമെന്ന് ഞാൻ സ്റ്റഡി ചെയ്തല്ലോ. അപ്പം അങ്ങനെ ഞാൻ എൻ്റെ പ്രൊഡക്റ്റും നല്ല രീതിയിൽ ഷെഡ്യൂൾ ചെയ്തു. ഈ പ്രൊഡക്റ്റിനെ എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാൻ വിൽക്കുന്ന പ്രൊഡക്റ്റ് യുണീക്കായിരിക്കണം. അതിന് ഇന്നത്തെ മാർക്കറ്റിംഗ് സ്പേസിൽ ഇപ്പോൾ ഫുഡ് ഇൻഡസ്ട്രി നല്ലൊരു മാർക്കറ്റ് സ്പേസായി മാറിയിട്ടുണ്ട് ടോട്ടലി. അപ്പം എല്ലാവരും ഫുഡ് കഴിക്കാനായിട്ട് പുറത്തേക്ക് ഇറങ്ങുക, ഫ്യൂഷൻ ഡിഷസ് വരുമ്പോൾ അതിനൊക്കെ അക്സെപ്റ്റ് ചെയ്യുന്ന മെൻറ്റാലിറ്റി നമ്മുടെ ജനറേഷനൊക്കെ വന്നു തുടങ്ങി. ഐസ്ക്രീം വരെ പൊരിച്ചു കൊടുക്കുന്നില്ലേ. അപ്പം അതൊക്കെ അക്സെപ്റ്റ് ചെയ്യുന്ന നിൽക്കുമ്പോൾ നമ്മൾ എന്ത് ഫ്യൂഷൻ കൊണ്ടുവരും, അത് ട്രൈ ചെയ്യാൻ ഈ മാർക്കറ്റിൽ ആളുണ്ടെന്ന് മനസ്സിലാക്കി. അപ്പോൾ അതിൻ്റെ ഫ്യൂഷൻസ് പ്രൊഫഷണൽ ഷെഫുമാർ, എക്സ്പേർട്സായിട്ട് ഷെഫുമാർ നമ്മുടെ അടുത്തുണ്ട്. അപ്പോൾ പ്രൊഫഷണൽ ഷെഫുമാരെ വെച്ച് ആ ഫ്യൂഷൻസൊക്കെ നമ്മൾ ക്രിയേറ്റ് ചെയ്തു. അങ്ങനത്തെ ഫ്യൂഷൻസ് ആയിട്ടുള്ള ഡിഷസ് മൊമോസ് വെച്ച് നമ്മൾ ഇൻഡസ്ട്രിയിലേക്ക് ഇറക്കി. അപ്പോൾ ആ ഒരു ഡിഫറെൻറ്റ് കോൺസെപ്റ്റിൽ ഇറക്കണം എന്നുണ്ടായിരുന്നു. അപ്പം ഈ ഫുഡ് കിയോസ്ക് എന്നുള്ള രീതിയിലേക്ക് ഞാൻ വന്നത് ഫുഡ് ട്രക്കായിരുന്നു എൻ്റെ ഫസ്റ്റ്. എനിക്ക് ഫുഡ് ട്രക്ക് ചെയ്യാമെന്നായിരുന്നു. പക്ഷേ ഇനീഷ്യൽ സ്റ്റേജിൽ എൻ്റെ 1 രൂപ പോലും ഇല്ലല്ലോ. അപ്പം വലിയൊരു ബഡ്ജറ്റിലേക്ക് എൻ്റെ ബിസിനസ് വരരുത് എന്നുള്ളൊരു കണ്ടീഷൻ എനിക്ക് ബിസിനസ് ബിൽഡ് ചെയ്യുമ്പോഴേ ഉണ്ട്. ചെറിയ ബഡ്ജറ്റിലായിരിക്കണം, എന്നാൽ എനിക്ക് വേണ്ടത്ര അല്ലെങ്കിൽ വേണ്ടത്തിൽ കൂടുതൽ ഒരു ഫോക്കസ് കിട്ടണം. അപ്പം ഞാൻ കൂടുതൽ സെർച്ച് ചെയ്തപ്പോഴാണ്, ഇതിനെക്കുറിച്ച് റിസർച്ച് ചെയ്തപ്പോഴാണ് ഈ ഫുഡ് കിയോസ്ക് എന്നുള്ളൊരു മെത്തേഡ് എൻ്റെ കയ്യിൽ വന്നത്. പലരും ഇത് പ്രൊഫഷണൽ വേലല്ല യൂസ് ചെയ്യുന്നത്. ഫുഡ് കിയോസ്ക് എന്ന് വെച്ചാൽ തന്നെ അമേരിക്കയിലുള്ളൊരു കോൺസെപ്റ്റാണ്, അമേരിക്കൻ കോൺസെപ്റ്റാണ്. അമേരിക്കയിലുള്ള ആൾക്കാർ ഈവനിങ് ടൈമൊക്കെ ഫാമിലിയായിട്ട് സ്പെൻഡ് ചെയ്യാനും ഫ്രണ്ട്സായിട്ട് സ്പെൻഡ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് അവരുടെ സ്വന്തം വണ്ടിയിൽ ഒരു കാർട്ട് കെട്ടി വലിച്ചു കൊടുത്തിട്ട് ഒരു പ്ലേസിലിട്ടിട്ട് അവിടെ നിന്ന് ഫുഡ് ഉണ്ടാക്കി സെർവ് ചെയ്യുന്ന രീതിയാണ് ഫുഡ് കിയോസ്ക്. അപ്പോൾ ഈ ഒരു രീതി നമ്മുടെ ഇന്ത്യയിൽ വന്നിട്ടില്ല.
പിന്നെ പഞ്ചായത്തുകളെയൊക്കെ സംബന്ധിച്ച് വരുമ്പം ലോക്കലൈസ് ചെയ്തിട്ടുള്ള ഏരിയാസിൽ വരുമ്പോഴൊക്കെ ആ ഏരിയാസൊക്കെ നമ്മുടെ ഇവിടെ കേരളത്തിൽ ഡെഡായി കിടക്കുക. പുറത്തൊക്കെ നല്ല ഡെവലപ്ഡാണ്. അപ്പം നമ്മുടെ ഇവിടെ പുറത്തുനിന്ന് അങ്ങനെ ഇട്ടിട്ട് ഒരു കാർട്ട് ഇട്ടിട്ട് ചെയ്യാനുള്ള അനുമതി നമ്മുടെ ഗവൺമെൻറ് കൊടുക്കുന്നില്ല. റോഡ് സൈഡ് നമുക്ക് കാർട്ട് ഇടാൻ പറ്റില്ല. ഫുഡ് ട്രക്സ് ഇടാൻ പറ്റും, പക്ഷെ കാർട്സ് അങ്ങനെ ഇടാൻ പറ്റില്ല, ഇല്ലീഗലാണ്. പ്രൈവറ്റ് പ്രോപ്പർട്ടിയിൽ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ യൂണീക്ക് കോൺസെപ്റ്റിന് വേണ്ടി ഫുഡ് കിയോസ്ക് എന്നുള്ള സംഭവം നമ്മളെടുത്തു. നമ്മുടെ ഇവിടെ ലീഗലി ഓക്കെ അല്ലാത്തതുകൊണ്ട് പലരും ഇതിലേക്ക് ഇറങ്ങിയിട്ടില്ല. പക്ഷെ ഇതെങ്ങനെ പോസിബിൾ ആക്കാൻ പറ്റുമെന്ന് അന്വേഷിച്ച് ഞാൻ ഒത്തിരി അലഞ്ഞു. കുറേ സ്ഥലങ്ങൾ ട്രാവൽ ചെയ്തു. ഈ ഫുഡ് കിയോസ്ക് എന്നുള്ള ഈ ഔട്ട് എൻ്റെ കിട്ടിയ ഉടനെ ഞാൻ ജസ്റ്റ് എൻ്റെ കോളേജിൽ നിന്ന് ഡ്രോപ്പ് ഔട്ടായിട്ടുള്ള കോളേജിൻ്റെ നോട്ട്ബുക്കിൽ വരച്ചൊരു കുഞ്ഞൊരു ചിത്രമാണ് ഇന്ന് പലരും നമ്മളെ കണ്ട് ഇൻസ്പയർഡ് ആയിട്ട് പല കിയോസ്കുകൾ ഉണ്ടാക്കുന്നുണ്ട്. വലിയ സന്തോഷമുണ്ട്. അപ്പോൾ ആ കിയോസ്ക് എന്നതിലേക്ക് എത്താൻ ഞാൻ വളരെയധികം സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കറൻ്റ്ലി ഇപ്പോൾ അത് മാനുഫാക്ചർ ചെയ്യുന്ന മാനുഫാക്ചേഴ്സ് നമ്മുടെ കേരളത്തിൽ കുറവാണ്. അപ്പോൾ ഞാൻ സ്റ്റാർട്ടിങ് കോയമ്പത്തൂർ, പിന്നെ മധുരൈ, പല സ്ഥലങ്ങളിൽ, കോവിൽപ്പാളയം, പല സ്ഥലങ്ങളിൽ ഞാൻ അന്വേഷിച്ച് പോയി ഇതിനെ മാനുഫാക്ചേഴ്സിന്, ഇതിൻ്റെ മെറ്റീരിയൽസിനൊക്കെ വേണ്ടിയിട്ട്. അപ്പോൾ ഇന്നൊന്നും അന്ന് എനിക്ക് എൻ്റെ കയ്യിൽ ഒരു 10 രൂപ അല്ലെങ്കിൽ 20 രൂപ പോലും, ഒരു 50 രൂപയ്ക്ക് ഒരു ഊണ് മേടിച്ച് കഴിക്കാനുള്ള പൈസ പോലും ഉണ്ടായിരുന്നില്ല. അപ്പോൾ പല കാര്യങ്ങൾക്കായിട്ട് ഞാനിപ്പം സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ കോയമ്പത്തൂർ ഞാൻ വണ്ടി കയറി, ട്രെയിൻ കയറി, 200 രൂപ മാത്രമേ എൻ്റെ കയ്യിലുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ 200 രൂപയ്ക്ക് കോയമ്പത്തൂർക്കുള്ള ടിക്കറ്റും എടുത്ത് അവിടെ പോയി എത്തിപ്പെട്ടു. അവിടെ ഒരു വലിയൊരു ഫാക്ടറി ഉണ്ട്. ഒറ്റയ്ക്കാണ് എല്ലാം. എൻ്റെ എല്ലാ ട്രാവലിങ്ങും എല്ലാ കാര്യങ്ങളും ഒറ്റയ്ക്കായിരുന്നു സ്റ്റാർട്ടിങ്ങിലുള്ള. പിന്നെ എൻ്റെ ഫ്രണ്ട്സൊക്കെ ഭയങ്കരമായിട്ട് എന്നെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ സ്റ്റാർട്ടിങ് സ്റ്റേജിലെല്ലാം ഞാൻ ഒറ്റയ്ക്ക് തന്നെ മൂവ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എൻ്റെ ഇനീഷ്യൽ സ്റ്റേജിൽ ഞാൻ ഇതിനൊക്കെ വേണ്ടി ട്രാവൽ ചെയ്യുമ്പോഴും പുതിയ കാര്യം പഠിക്കുമ്പോഴും ഓരോ ആൾക്കാരെ ഡീലേഴ്സിൻ്റെ അടുത്തേക്ക് എത്തുമ്പോഴും പല ഡീലേഴ്സും ഇതൊന്നും ചെയ്യാൻ തയ്യാറല്ല. പിന്നെ വന്ന് നിൽക്കുന്ന ഒരു കുഞ്ഞു പയ്യനാണ് മുമ്പിൽ. ഇപ്പം പറയുന്ന കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ടുള്ളതാണോ, അല്ലെങ്കിൽ ഇവൻ്റെ കയ്യിൽ പൈസ ഉണ്ടോ, അല്ലെങ്കിൽ ഇവനെ കൊണ്ട് ഇത് പറ്റുമെന്നുള്ള പോലും പലർക്കും അറിയില്ല. പലരും എന്നെ സ്കിപ്പ് ചെയ്തിട്ടുണ്ട്. പല കാര്യങ്ങൾക്ക് വേണ്ടി ഞാൻ തമിഴ്നാടൊക്കെ ഒരുപാട് അലഞ്ഞു. ഒരു നേരത്തെ ഭക്ഷണം പോലും കഴിക്കാൻ നമ്മുടെ കയ്യിലൊന്നും പൈസ ഉണ്ടായിട്ടില്ല. അന്നത്തെ സിറ്റുവേഷനിൽ നമുക്ക് കിടക്കാനൊരു മുറിയോ അല്ലെങ്കിൽ എവിടെയെങ്കിലും തങ്ങി നിൽക്കാനൊരു സ്ഥലം ഒന്നും ഉണ്ടായിട്ടില്ല. അത്രയും സ്ട്രഗിൾ ചെയ്ത് സ്റ്റോപ്പുകളിലും ബസ് സ്റ്റാൻഡുകളിലും വരെ കടന്നിട്ട് ഓരോ ദിവസം ഇനീഷ്യേറ്റീവ് എടുത്ത് വീണ്ടും എണിച്ച് കുളിച്ച് പോകുമ്പോഴും എൻ്റെ മനസ്സിലൊരു പോസിറ്റീവ് എനർജിയാണ് ഇതിലേക്ക് ഞാൻ എത്തും എന്നുള്ളത്. ഞാൻ ഇതിൻ്റെ സ്റ്റാർട്ടിങ് തൊട്ട് തന്നെ ഞാൻ പോകുന്ന ഓരോ സ്ഥലങ്ങളും ഞാൻ ക്യാപ്ചർ ചെയ്ത് വയ്ക്കുമായിരുന്നു. പലതും ക്യാപ്ചർ ചെയ്ത് വയ്ക്കും. അപ്പോൾ ഈ ക്യാപ്ചർ ചെയ്ത് വെച്ച് ഞാൻ ഫൈനലൈസ് ചെയ്തൊരു വീഡിയോ ഒക്കെ അപ്പോൾ എൻ്റെ അടുത്ത് പലരും ചോദിച്ചു, നീ അന്ന് ഇതൊക്കെ ഫോട്ടോ എടുത്ത് വെച്ചായിരുന്നല്ലേ, വീഡിയോ എടുത്ത് വെച്ചായിരുന്നല്ലേ? ഞാൻ ഷുവറായിരുന്നു ഞാൻ ഉദ്ദേശിക്കുന്ന ഡെസ്റ്റിനേഷനിലേക്ക് എത്തും എന്നുള്ളത് എനിക്ക് ഷുവറായിരുന്നു. അപ്പം അങ്ങനെ ഞാൻ തമിഴ്നാടൊക്കെ ഒരുപാട് കറങ്ങി. പക്ഷേ എല്ലാവരും ഓവർ പ്രൈസ്ഡാണ്. എന്നെയും കൊണ്ട് താങ്ങാൻ പറ്റുന്നൊരു എമൗണ്ട് എല്ലാവരും പറയുന്നത്. പിന്നെ ഞാൻ നമ്മുടെ നാട്ടിൽ ഒരുപാട് പേരത് ചോദിച്ചു. പലർക്കും ഈ റൗട്ടിലേക്ക് എത്താൻ ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. അവരൊന്നും ഇതുവരെ ഇത് ചെയ്തിട്ടില്ല. ഫുഡ് ട്രക്സ് ചെയ്യുന്ന ആൾക്കാരുണ്ട്, പക്ഷേ എൻ്റയർലി ഡിഫറെൻ്റ് ആണ് ഫുഡ് കിയോസ്ക് ചെയ്യുന്നത്. അപ്പം പത്തനംതിട്ട ഇങ്ങനെ മാത്യു എന്ന് പറഞ്ഞിട്ടൊരു ആളുണ്ടെന്ന് അറിഞ്ഞു. അപ്പോൾ ആ സാറിൻ്റെ അടുത്തേക്ക് ഞാൻ മാത്യു പത്തനംതിട്ട ഉണ്ടെന്ന് അറിഞ്ഞ് ഞാൻ അങ്ങോട്ട് പോകാൻ തീരുമാനിച്ചു. ഇതുപോലെ ചെറിയൊരു പൈസ റോൾ ചെയ്ത് മേടിച്ച് കൂട്ടുകാരിൽ നിന്ന് കടം മേടിച്ച് അങ്ങനെ പത്തനംതിട്ട എത്തി അവിടെ ചോദിച്ച് മനസ്സിലാക്കി സാറിനെ വിളിച്ചു. അങ്ങോട്ട് ഞാൻ ഒരോട്ടം വിളിച്ച് പോയി. അപ്പം ഞാൻ എത്തുമ്പോൾ തന്നെ ഭയങ്കര ഇരുട്ടായി. ഒരു 7 മണിയോട് കയറി ചെല്ലുമ്പം സാറിന് അവിടെ വേറെ ഫുഡ് ട്രക്സൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു, സാർ ഇതാണ് എൻ്റെ വിഷൻ. പഴയ ഒരു മുഷിഞ്ഞ ഡ്രസ്സൊക്കെ ഇട്ടേക്കുന്നത്, ഒരു ചെറിയ പയ്യനാണ്. എൻ്റെ കയ്യിൽ കുഞ്ഞൊരു ബാഗുണ്ട്. ബാഗിൽ നിന്ന് എൻ്റെ ചട്ടയിലൊക്കെ മഴയാണ്. അപ്പം മഴയത്ത് നനഞ്ഞു വന്നപ്പം ബാഗിലൊക്കെ വെള്ളം നിറഞ്ഞു. അപ്പം ചട്ടയൊക്കെ ഈർപ്പമുള്ള ഒരു പഴയ ബുക്ക് എടുത്ത് ഞാൻ കാണിച്ചു. സോ ഇതാണ് എൻ്റെ മോഡൽ, ഈ കിയോസ്കാണ് എനിക്ക് വേണ്ടത്, ഇന്ന പോലെയാണ് എൻ്റെ പർപ്പസ്, സാറിന് ചെയ്യാൻ പറ്റും. അപ്പം സാർ എടുത്ത വഴിക്ക് പറഞ്ഞു, ഇത് പോസിബിൾ അല്ല, അതുമില്ല. നമുക്ക് കുറേ പേര് ചിലപ്പോൾ മുമ്പൊക്കെ കുറേ പേര് ഇതിനു വേണ്ടി വിളിച്ചിട്ടുണ്ടായിരുന്നു ഇങ്ങനത്തെ കാർട്ടുകൾ ഉണ്ടാക്കാൻ. പക്ഷേ ഇതൊക്കെ പബ്ലിക് പ്ലേസിലിടുന്നത് പോസിബിൾ അല്ല, ഇത് ലീഗലി പോസിബിൾ അല്ല. ഇതിന് ഒരുപാട് ഇഷ്യൂസ് ഉണ്ടാവും. ഞാൻ പറഞ്ഞു, എന്ത് ചലഞ്ച് വന്നാലും ഞാൻ ഫേസ് ചെയ്യാം, ഇതെങ്ങനെ ഇതിലേക്ക് മാറ്റാം എന്നുള്ളതിനെക്കുറിച്ച് ഞാൻ സ്റ്റഡി ചെയ്ത് ഞാൻ വർക്കൗട്ട് ചെയ്യാം. ഈ പ്രൊഡക്റ്റ് ആയിക്കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഏത് രീതിയിലേക്ക് വേണമെങ്കിലും എനിക്കിത് കൺവേർട്ട് ചെയ്യാമല്ലോ. അപ്പോൾ ആ ഒരു ടൈം എനിക്കിത് സ്റ്റഡി ചെയ്യാനും യൂസ് ചെയ്യാൻ പറ്റും. പ്രശ്നങ്ങളുണ്ടാവും, അതിൻ്റെ സൊല്യൂഷൻസ് കണ്ടുപിടിക്കുമ്പോഴാണല്ലോ നമുക്ക് ചാൻസസ് കിട്ടുന്നത്, ഒരു സ്പേസ് കിട്ടുന്നത്. സൊല്യൂഷൻ കണ്ടുപിടിക്കുക എന്നുള്ള ഒരു ഐഡിയയിൽ ഞാൻ സാറിനടുത്ത് വർക്ക് ചെയ്ത് തരുമെന്ന് ചോദിച്ചു. കുറേ പറഞ്ഞു, പുള്ളി എന്നെ കുറേ പറഞ്ഞ് മനസ്സിലാക്കാൻ നോക്കി. ഒരു കൊച്ചു പയ്യൻ ഇത്ര ദൂരെ നിന്ന് വന്നേക്കല്ലേ, അപ്പം ഇങ്ങനെ ബിസിനസ് ഒന്ന് റിസ്ക് എടുക്കാൻ പോകുന്നു. അപ്പം എന്നെ കുറേ മനസ്സിലാക്കാൻ നോക്കി, ഇതിൻ്റെ റിസ്ക് ഫാക്ടേഴ്സൊക്കെ പറഞ്ഞ്. അപ്പം ഞാൻ എൻ്റെ വിഷനിൽ സ്ട്രോങ് ആണെന്ന് മനസ്സിലായപ്പോൾ സാറ് പറഞ്ഞു, നമുക്ക് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ കൊട്ടേഷൻ ഞാൻ അവിടെ നിന്ന് തന്നെ മേടിച്ചു. ആ കൊട്ടേഷനുമായിട്ട് ഞാനൊരു പ്രൊജക്ട് റിപ്പോർട്ട് തയ്യാറാക്കി. ഞാൻ എന്ത് ബിസിനസ്സാണ് തുടങ്ങുന്നത്, എന്താണ് എൻ്റെ സ്പെഷ്യാലിറ്റി എന്നുള്ള ഒരു 5 ഇയേഴ്സിൻ്റെ ഒരു പ്രൊജക്ട് റിപ്പോർട്ട് തയ്യാറാക്കി. അതിലേക്ക് എൻ്റെ പഞ്ചായത്തിൽ നിന്നൊക്കെയുള്ള അവിടുത്തെ സാറുമാരൊക്കെ എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. പ്രസിഡൻ്റ് ആയാലും. ഞാൻ ചോദിക്കട്ടെ, ഇതൊക്കെ ഒറ്റയ്ക്കാണ്? എല്ലാം ഒറ്റയ്ക്കാണ്, ആരും ഹെൽപ്പ് ചെയ്തിട്ടില്ല.
പല എന്താ വെച്ചാൽ ഇപ്പോൾ ഓരോ സ്ഥലങ്ങളിൽ വരുമ്പോൾ ഓരോ ഓഫീസർമാരും അവിടെയുള്ള ഓരോ സ്റ്റാഫുകളൊക്കെ നമ്മൾ പേഴ്സണലി ഇപ്പോൾ ബാങ്കിലാണെങ്കിലും ഇപ്പം പഞ്ചായത്തിലാണെങ്കിലും ഇപ്പോൾ അതിലൊക്കെ അപ്പോയിൻമെൻറ്റ് ചെയ്തിട്ടുള്ള ഓരോ പൊസിഷനിലിരിക്കുന്ന ആൾക്കാരൊക്കെ നമ്മൾ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ സിറ്റുവേഷൻ പറയുമ്പോൾ നമ്മുടെ കൂടെ നിന്ന ആൾക്കാരുണ്ട്. അവരോടൊക്കെ എനിക്ക് ഭയങ്കരമായിട്ടുള്ള നന്ദിയുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെനിക്ക് വേണ്ടി ഇതൊക്കെ മനസ്സിലാക്കി തന്നു എന്നുള്ളതിനുപരി ഞാൻ പറയുന്ന കാര്യങ്ങൾ വിശ്വസിച്ചു എന്നുള്ളതിൽ. അതെ, ഒരു ചെറിയ പയ്യൻ അല്ലേ, ഒരു സ്വപ്നത്തിൻ്റെ പുറത്ത് മേ ബി അവർ ചിന്തിച്ചിട്ടുണ്ടാവും, ഒരു ഫാൻറ്റസീൻ്റെ പുറത്ത് വന്നതാവാം എന്ന് ചിന്തിച്ചിട്ടുണ്ടാവും. പലരും ചിലപ്പോൾ അങ്ങനെ ആയിരിക്കാം എന്നെ കണ്ടിട്ടുണ്ടാവുക. പക്ഷേ ഞാൻ എൻ്റെ വിഷനിൽ സ്ട്രോങ് ആയിരുന്നു. അതാണിപ്പോൾ കാണുന്ന ഈ റിസൾട്ട്. പിന്നീട് ഞാൻ ലീഗിലുള്ള കാര്യങ്ങൾക്കൊക്കെ ലൈസൻസ് പെർമിറ്റ്സ് ഒക്കെ എടുക്കാനൊക്കെ നീഡ് സാർ എന്ന് പറഞ്ഞിട്ടൊരു ഇൻഡസ്ട്രിയൽ ഓഫീസർ സാർ എന്നെ നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ സാറിൻ്റെ അടുത്തും ഞാൻ ഒത്തിരി കമ്മിറ്റഡ് ആണ്. സാർ എനിക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു തന്നു. ഞാനും പല ഫേസായിട്ടും പല ഇതിലൂടെ നമുക്ക് വേണ്ട ലൈസൻസും കാര്യങ്ങളും എല്ലാം മനസ്സിലാക്കിയെടുത്തു. അതിന് വേണ്ട ആപ്ലിക്കേഷൻസ് കൊടുത്തു. അപ്പോൾ ഇതൊക്കെ ചേർത്ത് ഞാൻ എൻ്റെ എമൗണ്ടും ബഡ്ജറ്റൊക്കെ ചേർത്തൊരു പ്രൊജക്ട് റിപ്പോർട്ട് തയ്യാറാക്കി. ഞാൻ 4 ബാങ്കുകളിൽ ഒരു 3.5-4 മാസത്തിന് മുകളിൽ കയറി ഇറങ്ങി. എല്ലാ ബാങ്കുകളും റിജക്റ്റ് ചെയ്തു. എൻ്റെ എല്ലാ കാര്യങ്ങളും റെഡിയായി എന്നുള്ള പോയിന്റിലാണ് ഈ ക്യാപിറ്റൽ എന്നതിനെക്കുറിച്ച് ഞാൻ ചിന്തിച്ച് ഈ ക്യാപിറ്റലിലേക്ക് ഞാൻ ഇറങ്ങി എത്തിയത്. എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ബിസിനസ് തുടങ്ങുന്ന എല്ലാവരും ഫസ്റ്റ് സ്റ്റെപ്പ് നോക്കുന്നത് ക്യാപിറ്റലാണ്. ഞാൻ ക്യാപിറ്റൽ വേണമെന്ന് പോലും ആലോചിക്കാതെ എൻ്റെ ബിസിനസ്സിനെ കുറിച്ച് ഞാൻ സ്റ്റഡി ചെയ്തു. എൻ്റെ ബിസിനസ്സിൻ്റെ സാധ്യതകൾ മനസ്സിലാക്കിയിട്ട് ഞാൻ അതിലേക്ക് ഇറങ്ങി. അതിനുവേണ്ട എല്ലാ കാര്യങ്ങളും റെഡിയായി. എന്നിട്ട് എനിക്ക് ക്യാപിറ്റൽ വേണമല്ലോ ചെയ്തെടുക്കാൻ. അപ്പം ലോൺ എന്നുള്ള ഒറ്റ ഓപ്ഷനേ ഉള്ളൂ. നമുക്ക് വേറൊരു വഴിയിൽ ഒരു 100 രൂപയിലും കിട്ടാനില്ല, അല്ലെങ്കിൽ വേറൊരാളും നമ്മൾ സഹായിക്കാൻ വരാനില്ല. എനിക്ക് ഞാൻ മാത്രമേ ഉള്ളൂ. ആ സിറ്റുവേഷനിൽ എനിക്ക് ബാങ്ക് എന്നുള്ളൊരു ഓപ്ഷൻ മാത്രമേ ഉള്ളൂ. അപ്പം ഞാൻ ഈ ലോണിൻ്റെ കേസ് പറഞ്ഞപ്പം ഇന്ന് ഒരു കൺസിസ്റ്റൻ്റ് ആയിട്ട് സാലറി ഏൺ ചെയ്യുന്ന ആൾക്കാർക്ക് പോലും ലോൺ കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ ശരിക്കും എങ്ങനെയാണ് ആ ഒരു കോൺഫിഡൻസ് വന്നത്? എനിക്കിപ്പോഴും ഭയങ്കര ഒരു അതിശയമാണ് തോന്നുന്നത്. കാരണം ആ ഒരു ഏജിൽ ഇതിന് വേണ്ടിയിട്ടൊക്കെ ഇറങ്ങി തിരിച്ച് മീൻസ് ഈവൻ ഒരു ബാങ്കിനെ അപ്രോച്ച് ചെയ്യുന്ന ആയിക്കോട്ടെ, രജിസ്ട്രേഷൻ്റെ പേർപ്പസിനായിക്കോട്ടെ, ഇപ്പോൾ പഞ്ചായത്ത് കയറി ഇറങ്ങിയെന്ന് പറഞ്ഞ പോലെ ഇതിനൊക്കെ എവിടെ നിന്നാണ് ശരിക്കും ഈ ഒരു കോൺഫിഡൻസ് കിട്ടിയത്? എനിക്ക് കോൺഫിഡൻസ് കിട്ടി സത്യം പറഞ്ഞാൽ ഞാൻ കേൾക്കുന്ന നോകളിൽ നിന്നാണ്. ഞാൻ ഒരു ദിവസം ഞാൻ ബിസിനസ്സിലേക്ക് ഇറങ്ങിയപ്പോൾ ഒരു ദിവസം ഒരു 10-ൽ കൂടുതൽ അല്ലെങ്കിൽ ഒരു 20-ലധികം നോസ് ഞാൻ കേട്ടിട്ടുണ്ടായിരിക്കും. അപ്പം പല നോകളും കേൾക്കുമ്പോൾ ഒത്തിരി നോ നമ്മൾ കയറുന്ന എല്ലാ ഓഫീസിൽ നിന്നും അല്ലെങ്കിൽ നമ്മൾ അപ്രോച്ച് ചെയ്യുന്ന ഓരോ ആൾക്കാരിൽ നിന്നും നോ മാത്രം കേൾക്കുമ്പോൾ ആ നോ എന്നെ ഒന്നുകൂടി ബൂസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുക. എന്നെ ഒരിക്കലും ഡൗൺ ആക്കിയിട്ടില്ല. പലരും എന്നെ നെഗറ്റീവ് അടിച്ചപ്പോഴൊന്നും എന്നെ ഡൗൺ ആക്കിയിട്ടില്ല. ഞാൻ എപ്പോഴും പറയുന്നു, എന്നെ വീണ്ടും ബൂസ്റ്റ് ആവാനുള്ള ഒരു സംഭവം കിട്ടിയത് എനിക്ക് പലരുടെയും നോയിൽ നിന്നാണ്. എന്താ വെച്ച് കഴിഞ്ഞാൽ ഓരോ നോ കഴിയുമ്പോഴും ഞാൻ ഉള്ളതുകൊണ്ട് ഞാൻ ആലോചിക്കും ഇനി കുറച്ച് നോ കൂടി നമ്മുടെ മുമ്പിൽ ബാക്കിയുള്ളൂ. ഒരു തെറ്റി തുടങ്ങി. അപ്പം ദിവസങ്ങൾ കുറയുമ്പോൾ നോകളുടെ എണ്ണം കുറയുന്നതനുസരിച്ച് എനിക്ക് മനസ്സിലായി തുടങ്ങി, നോകളുടെ എണ്ണം കുറയുന്നുണ്ട്. അപ്പോൾ ആൾക്കാർ അക്സെപ്റ്റ് ചെയ്ത് തുടങ്ങി. ഇതിലേക്ക് എത്തുന്ന ദൂരം അടുത്ത് കഴിഞ്ഞു എന്നുള്ളൊരു തോന്നല. എപ്പോഴും എന്നെ തന്നെ ഞാൻ മോട്ടിവേറ്റ് ചെയ്തിട്ടുണ്ട്. പല സിറ്റുവേഷനിലും എന്നെ തന്നെ ഞാൻ ബൂസ്റ്റ് ചെയ്തിട്ടുണ്ട്. എന്നെ തന്നെ മെൻ്റലി സ്ട്രോങ് ആക്കാൻ ഞാൻ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. എന്നാൽ മാത്രമേ എനിക്ക് മൂവ് ചെയ്യാൻ പറ്റൂ. ഞാൻ ഒരു ദിവസം ഞാൻ ഇതൊക്കെ അടിച്ച് ഡിപ്രഷൻ അടിച്ച് കിടന്നു കഴിഞ്ഞാൽ ഞാൻ ഒന്നും ആവില്ല. ആരുമില്ല ഹെൽപ്പ് ചെയ്യാൻ. ആരുമില്ല. ഞാൻ തന്നെ എപ്പോഴും ഒരു സപ്പോർട്ട് സിസ്റ്റം ഉണ്ടെന്ന് അല്ലെങ്കിൽ നമ്മളെ താങ്ങി പിടിക്കാൻ അല്ലെങ്കിൽ നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ ഒരാളുണ്ടെന്ന് തോന്നുമ്പോഴാണല്ലോ നമ്മൾ എവിടെയെങ്കിലുമൊക്കെ ഒന്ന് സ്റ്റോപ്പ് ആവുന്നത്. പക്ഷേ ആരും ഇല്ലയെന്ന് തോന്നുന്ന ഒരു സിറ്റുവേഷനിൽ നമുക്ക് വേറെ ഓപ്ഷൻ ഇല്ല. അപ്പോൾ അങ്ങനത്തെ സിറ്റുവേഷനിൽ ഞാൻ ഈ ബാങ്കുകളെ അപ്രോച്ച് ചെയ്തു. ബാങ്കുകൾക്ക് എനിക്ക് ലോൺ തരാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഞാൻ അവർ കുറ്റം പറയുന്നില്ല, റെസ്പെക്റ്റ് ചെയ്യുന്നു. എന്താ വെച്ച് കഴിഞ്ഞാൽ RBIയുടെ ഒക്കെ റൂൾസ് ഉണ്ടല്ലോ, നമുക്ക് വെറുതെ അങ്ങനെ ചെയ്തു തരാനൊന്നും പറ്റില്ല. അപ്പം ഒന്നല്ലെങ്കിൽ ഒരു ലോൺ കിട്ടാൻ മിനിമലി ലോൺ കൊടുക്കുന്നത് അത്യാവശ്യം മെച്യൂർഡ് ആയിട്ടുള്ള ആൾക്കാർക്കാണ്, ജോബൊക്കെ ഉള്ള സെക്യൂർഡ് ആയിട്ടുള്ള 21 വയസ്സിനൊക്കെ മുകളിലുള്ള ആൾക്കാർക്കാണ് പേഴ്സണൽ ലോൺസൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പം എനിക്കന്ന് 18 വയസ്സാണ് പ്രായം. ഞാൻ ആപ്ലിക്കേഷൻ കൊടുക്കുമ്പോൾ എനിക്ക് പ്രായം 18 വയസ്സായിട്ടുള്ളൂ. ഈട് വെക്കാനായിട്ട് എനിക്കൊന്നുമില്ല. മുൻപ് ബിസിനസ് ചെയ്ത് യാതൊരുവിധ പരിചയമില്ല. ഈ ബിസിനസ്സിന് ഒരു നെഗറ്റീവ് വന്നാൽ അത് പൊളിഞ്ഞു പോയാൽ എന്ത് ചെയ്യണം എന്നുള്ള യാതൊരുവിധ എക്സ്പീരിയൻസ് എനിക്കില്ല. അപ്പം വീട്ടുകാർക്ക് സിബിൽ സ്കോർ ഇല്ല. ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം വേണ്ട കാര്യങ്ങളൊന്നുമില്ല, ഒരു പ്രൊജക്റ്റ് റിപ്പോർട്ട് മാത്രമുണ്ട്. ഈ സിറ്റുവേഷനിൽ ബാങ്കിന് ലോൺ തരാൻ വലിയ റിസ്ക്കാണ്. അപ്പോൾ അത് ബാങ്ക് എടുക്കാൻ തയ്യാറായില്ല. അപ്പം പല കാര്യങ്ങൾ കൊണ്ട് എന്നെ റിജക്റ്റ് ചെയ്തു. ഒരുപാട് അതിന് വേണ്ടി വീണ്ടും അലഞ്ഞിട്ടുണ്ട്. പിന്നീട് ഇൻഡസ്ട്രിയൽസിൻ്റെ ഒക്കെ നമ്മുടെ ഇൻഡസ്ട്രി ഓഫീസറുടെ ഒക്കെ സഹായപ്രകാരം ഞാൻ നമ്മുടെ കളക്ടറേറ്റിലൊക്കെ ഒരു ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു. സ്കീംസ് അവൈലബിൾ ആണ്. അത് അവൈലബിൾ ആണെന്ന് പലരും അറിയുന്നത് എന്തെങ്കിലുമൊക്കെ വേറെ കാരണങ്ങളാലോ അല്ലെങ്കിൽ പിന്നീടുള്ള റിസർച്ചിലാണ്, അല്ല നമുക്കൊന്നും പ്രസൻറ്റ് ചെയ്യുന്നില്ല. അപ്പം ഗവൺമെൻറ് സ്കീംസ് സെൻട്രൽ ഗവൺമെൻറ്റിനായാലും സ്റ്റേറ്റ് ഗവൺമെൻറ്റിനായാലും നമുക്ക് ഒത്തിരി സ്കീംസ് ഉണ്ട്. അപ്പോൾ അതിലെ സ്കീമിനെക്കുറിച്ച് ഞാൻ മനസ്സിലാക്കി. ഇൻഡസ്ട്രിയൽ ഓഫീസറുടെ സഹായം ഉണ്ടായിരുന്നു, ഒരു മാഡം ഉണ്ടായിരുന്നു, സാറുണ്ടായിരുന്നു. അപ്പോൾ അവരുടെയൊക്കെ സപ്പോർട്ട് കൊണ്ട് ഒരു സ്കീമിൽ ആഡ് ചെയ്ത്
ഞാൻ അങ്ങോട്ട് പോയി അപ്രോച്ച് ചെയ്ത് നമ്മുടെ വിഷൻസും നമ്മുടെ സ്റ്റോറി കാര്യങ്ങളെല്ലാം അവർ പറഞ്ഞ് മനസ്സിലാക്കി. അതായത് നമ്മൾ നമ്മുടെ പ്രോജക്റ്റ് അവർക്ക് പ്രോജക്റ്റിനെ അതെ അതെ അപ്പം നമ്മൾ സപ്പോർട്ട് ചെയ്യാനായിട്ടുള്ള സ്റ്റാഫാണ്. അപ്പം അതിൻ്റെ ചാൻസസ് മനസ്സിലാക്കി അതെങ്ങനെ യൂസ് ചെയ്യുന്നു എന്നുള്ളതിലാണല്ലോ. അപ്പോൾ ഞാൻ എൻ്റെ പ്രൊജക്റ്റ് റിപ്പോർട്ട് സ്കീംസായിട്ട് അറ്റാച്ച് ചെയ്ത് ഞാൻ പ്രോപ്പറായിട്ട് സബ്മിറ്റ് ചെയ്തു. അവരൊക്കെ ഹെൽപ്പ് ഉണ്ടായിരുന്നു. അപ്പം എൻ്റെ എലിജിബിലിറ്റി കൂട്ടാനുള്ള ഒത്തിരി കാര്യങ്ങളുണ്ടായിരുന്നു. ആ സ്കീംസിലൊക്കെ പിന്നീട് നമുക്ക് ഇൻ്റർവ്യൂ ഒക്കെ ഉണ്ടായിരുന്നു. ആ ഇൻ്റർവ്യൂ കഴിഞ്ഞു. ആ ഇൻ്റർവ്യൂവിനൊക്കെ പോകുമ്പോൾ തന്നെ എൻ്റെ ബസ്സിന് പോകാൻ 40 രൂപ ടിക്കറ്റ് വിടുന്നു തൃശ്ശൂർക്ക് എൻ്റെ വീട്ടിൽ നിന്ന്. അപ്പം 40 രൂപ എടുക്കാനില്ലാതെ പകുതിക്ക് വെച്ച് തന്നെ ഒരു ബസ്സുകാർ ഇറക്കി വിട്ടിട്ടുണ്ട്. അപ്പം ടിക്കറ്റ് എടുക്കാതെ കയറിയിട്ട് അങ്ങനത്തെ ഒരു സിറ്റുവേഷനില്ലേ. അപ്പം അവിടെ നിന്ന് അങ്ങോട്ട് എങ്ങനെ എത്തിപ്പെടും എന്നുള്ള അതിനുള്ള പൈസ പോലും അവിടെ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ആ സിറ്റുവേഷനിൽ എനിക്ക് അവിടെ പോയേ പറ്റുമെന്ന് ആവശ്യമായിരുന്നു. ഞാൻ കുറച്ച് കഴിഞ്ഞാൽ അടുത്ത ബസ്സിൽ വീണ്ടും ടിക്കറ്റ് എടുക്കാതെ കയറി എങ്ങനെയൊക്കെ അവിടെ എത്തിപ്പെടണം എന്നല്ലോ. അപ്പോൾ അവിടെ എത്തിപ്പെട്ടു. ഞാൻ ഇൻ്റർവ്യൂ ഒക്കെ കഴിഞ്ഞു. അപ്പോൾ അതിൽ സെലക്റ്റീവായിട്ടുള്ള ഒരാളായിട്ട് ഞാൻ മാറി. അപ്പം അവിടെ നോർമലായിട്ട് ഇൻ്റർവ്യൂസ് എടുക്കുന്നുണ്ട്. പിന്നെ സാർ പറഞ്ഞു അത് ബാങ്കിലേക്ക് മെയിൽ വരും, പറയാൻ പറ്റും. ഞാൻ ബാങ്കിൽ പോയി അന്വേഷിച്ചപ്പോൾ എലിജിബിൾ ആണെന്നുള്ളൊരു മെയിൽ വന്നിട്ടുണ്ട്. ഓക്കെ, ഡൺ, ഹാപ്പിയാണ്. പിന്നീട് കനറ ബാങ്ക് വേണ്ട കാര്യങ്ങളൊക്കെ പ്രൊസീഡ് ചെയ്തു. ഞാൻ എല്ലാ കാര്യങ്ങളും സബ്മിറ്റ് ചെയ്തു. എൻ്റെ പ്രൊജക്റ്റിനെ കുറിച്ച് ഞാൻ ഡീറ്റെയിൽഡായിട്ട് എല്ലാം എക്സ്പ്ലെയിൻ ചെയ്തു. എൻ്റെ സ്ഥലം ഒരാവശ്യമായിരുന്നു. ഞാൻ തുടങ്ങുന്ന സ്ഥലത്തിനെക്കുറിച്ച് എനിക്ക് ഒരുപാട് ചലഞ്ചസ് ഉണ്ടായിരുന്നു. കാരണം ഞാൻ എൻ്റെ ബിസിനസ് തുടങ്ങുന്നത് ചേലക്കര എന്ന് പറഞ്ഞിട്ടുള്ള എൻ്റെ നാടായിട്ടുള്ള ഒരു ചെറിയ ഗ്രാമത്തിലാണ്. ഞങ്ങൾക്കൊക്കെ ഭയങ്കര ഫേവറേറ്റാണ്. പക്ഷേ പുറത്തുനിന്ന് വരുന്ന ആൾക്കാരെൻ്റെ ചോദിക്കും, അയ്യോ ഈ ഉൾഗ്രാമമാണ് നിൻ്റെ നാടെന്നൊക്കെ ചോദിക്കും. പക്ഷേ എൻ്റെ നാട് അങ്ങനെ ആവാനുള്ള റീസൺസ് നമ്മൾ തന്നെ ഡെവലപ്പ് ചെയ്യേണ്ടത്. ഇപ്പോൾ യങ്ങർ ജനറേഷൻ, ന്യൂ ജനറേഷൻ വന്നിട്ട് അപ്പോൾ 20 ഒക്കെ ഇയേഴ്സ് ആയല്ലോ ഒന്ന് ട്രെൻഡായി വന്നിട്ട്. അപ്പം നമ്മളെന്തുകൊണ്ട് നമ്മുടെ നാട് ഡെവലപ്പ് ചെയ്യാനൊന്നും ചെയ്യുന്നില്ല എന്നുള്ള ചോദ്യത്തിൽ നിന്നാണ് ഞാൻ എന്തെങ്കിലും ഒരു ഇനിഷ്യേറ്റീവ് എടുക്കുമ്പം അത് എനിക്ക് ലാഭം ഉണ്ടാകുന്നതും എൻ്റെ നാടിനെ സപ്പോർട്ട് ചെയ്യുന്നതും എൻ്റെ നാടിനെ കൂടി വളർത്തുന്നതുമായിട്ടുള്ളൊരു കാര്യമാവണമെന്ന് എനിക്കുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഇത്രയും വലിയ റിസ്ക് എടുത്ത് തുടങ്ങിയിട്ടുള്ളൊരു ബിസിനസ് എനിക്കൊന്നുകൂടി പോപ്പുലാരിറ്റി കൂടിയിട്ടുള്ള ഒരു സിറ്റിയിലോ അല്ലെങ്കിൽ പോപ്പുലാരിറ്റി കൂടിയിട്ടുള്ള ഒരു പ്ലേസിലോ പുതിയൊരു ലൊക്കേഷനിലോ എനിക്ക് തുടങ്ങായിരുന്നു. അതായിരുന്നു എനിക്ക് കംഫർട്ട്. എന്നാൽ കൂടിയും ആ ഒരു വലിയൊരു റിസ്ക് ഒളിഞ്ഞിരിക്കുന്ന പോയിന്റിലടക്കം ഞാൻ എൻ്റെ നാടിനെ കൺസിഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. തീർച്ചയായിട്ടും ഒരു റെസ്റ്റോറൻറ്റ് ആയിക്കോട്ടെ, ഈ പറയുന്ന കിയോസ്ക് ആയിക്കോട്ടെ, ഫുഡ് ട്രക്ക് ആയിക്കോട്ടെ, എപ്പോഴും ലൊക്കേഷൻ ഒരു ഫാക്ടറാണല്ലോ. എന്നെ ഏറ്റവും കൂടുതൽ അതിശയിപ്പിക്കുന്ന ഒരു കാര്യം അതാണ്. കാരണം അത്രയും ഉള്ളോട്ടുള്ള ഒരു ഗ്രാമം, അത് പിന്നെയും നമുക്ക് കൺസിഡർ ചെയ്യാം. ബട്ട് സ്റ്റിൽ നമ്മളുടെ പോലും ഭക്ഷണമല്ലാത്ത ഒരു മോമോസിനെ ഒരു ബ്രാൻഡായിട്ട് അവിടെ തന്നെ ക്രിയേറ്റ് ചെയ്യുക എന്ന് പറയുന്നത് ശരിക്കും മോമോസിൻ്റെ ഒരു എവല്യൂഷൻ പറയുകയാണെങ്കിൽ ടിബറ്റിയൻ ഫുഡായിരുന്നു മോമോസ് അല്ലേ. അവിടുത്തെ ഒരു സ്റ്റേപ്പിൾ ഫുഡായിരുന്നു. അത് പിന്നീട് ഒരുപാട് നേപ്പാൾ, ഭൂട്ടാൻ പോലുള്ള സ്ഥലങ്ങളിലേക്ക് എമേർജ് ചെയ്തു. അതിനൊക്കെ ശേഷം നമ്മളുടെ നാട്ടിലേക്ക് വന്ന് അതിൽ മാത്രം ഒരു ഫുഡ് ഇൻഡസ്ട്രി അല്ലെങ്കിൽ അതിൽ മാത്രം ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു. അതും ചേലക്കര എന്ന് പറയുന്ന ഒരു ഗ്രാമത്തിൽ. അത് ശരിക്കും ഭയങ്കര അത്ഭുതകരമായിട്ടുള്ളൊരു കാര്യമാണ് ശരിക്കും എന്നെ സംബന്ധിച്ചിടത്തോളം. എനിക്ക് കാരണം ഒരു സമയത്ത് എനിക്ക് ഈ പറയുന്ന ഒരു കഫേ എന്ന് പറയുന്ന ഒരു ഇപ്പോഴും ഉണ്ട്. പക്ഷേ അവിടെയൊക്കെ എന്നെ ബാക്കോട്ട് നിർത്തിയൊരു സംഭവം എന്ന് വെച്ചാൽ നമുക്ക് പല സ്ഥലത്ത് പോയി തുടങ്ങി. ഇപ്പം കോഴിക്കോടായിക്കോട്ടെ, കൊച്ചി, ഇവിടെയൊക്കെ ഫുഡ് ഇൻഡസ്ട്രി എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി പോപ്പുലറാണ്. അല്ലെങ്കിൽ ആൾക്കാർ കുറച്ചും കൂടി പുറത്തോട്ട് ഇറങ്ങി ഭക്ഷണം കഴിക്കും. പക്ഷെ നമ്മുടെ നാട്ടിലെന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ മാതിരി ഒരു ദിവസം നമ്മൾ പുറത്തുനിന്ന് കഴിച്ചാൽ പിന്നെ അന്നത്തെ ദിവസവും പിറ്റേ ദിവസം നമ്മൾ അതിന് വേണ്ടിയിട്ട് കേട്ടുകൊണ്ടിരിക്കണം. അതേപോലെ ഇന്നിപ്പം നമ്മളിപ്പോൾ ഒരു 150 രൂപ കൊടുത്ത് ഒരു അൽഫാം വാങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ വീട്ടുകാർ ആദ്യമേ പറയുന്നത് എന്താ, ഈ പൈസ ഉണ്ടായിരുന്നെങ്കിൽ ഒരു ചിക്കൻ മേടിച്ചാൽ 2 ദിവസം കറി വെച്ച് കഴിക്കാം. അങ്ങനത്തെ ഒരു മെൻറ്റാലിറ്റിയാണ് നമ്മുടെ നാട്ടിൽ. അപ്പം അവിടെ ഒരു ബിസിനസ് തുടങ്ങുക അല്ലെങ്കിൽ അവിടെ ഈ ഒരു റെസ്റ്റോറൻറ്റ് സ്റ്റാർട്ട് ചെയ്യുക, അത് സക്സസ്ഫുൾ ആക്കി കൊണ്ടുവരാമെന്ന് പറഞ്ഞാൽ ഭയങ്കര ചലഞ്ചിങ്ങുമാണ്, അതേപോലെ റിസ്ക്കുമാണ്. അപ്പോൾ അങ്ങനെ ഞാൻ അങ്ങനത്തെ കുറേ കാരണങ്ങൾ കൊണ്ട് ബാക്കൗട്ടായി നിന്ന ഒരു സിറ്റുവേഷനാണ്. അപ്പോൾ അവിടെ ശരിക്കും ഈവൻ എനിക്ക് പോലും ഭയങ്കര ഇൻസ്പയറിംഗ് ആണ് അതുലിൻ്റെ ഒരു സ്റ്റോറി. കാരണം ഞാൻ പറഞ്ഞില്ലേ, നമ്മളുടെ കോമൺ ഫുഡല്ല, നമുക്കത്രയും സുപരിചിതമല്ല, എന്നിട്ടും അതിനെ കൊണ്ടുവന്ന് അതിലൊരു ബ്രാൻഡ് ക്രിയേറ്റ് ചെയ്ത് അതിൽ സക്സസ്ഫുൾ ആവുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇൻസ്പയറിംഗ് ആയിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. പലർക്കും നമ്മളെടുത്തുള്ള എഫേർട്ട്, എനിക്കൊരു പോഡ്കാസ്റ്റ് നമ്മളൊരു ടൈം ഡ്യൂറേഷൻ എനിക്ക് തികയില്ല, ഞാൻ ഡീറ്റെയിൽഡായിട്ട് ഇത് പറഞ്ഞു തുടങ്ങി. അതുകൊണ്ട് തന്നെ ഞാൻ സിമ്പിളായിട്ട് എല്ലാം ചുരുക്കുന്നത്. അപ്പം പലർക്കും നമ്മളെടുക്കുന്ന എഫേർട്ടിനെ കുറിച്ച് എത്രത്തോളം മനസ്സിലാക്കാൻ പറ്റുമെന്നറിയില്ല. സിമ്പിൾ നമ്മൾ പറയുന്നൊരു 4 വാക്കായിരിക്കാം. പക്ഷേ ആ 4 വാക്കിൽ ചുരുക്കേണ്ട കാര്യം നമ്മൾ എത്തിപ്പെട്ടിട്ടുള്ള എഫേർട്ടുണ്ടല്ലോ, ചെയ്തെടുത്തിട്ടുള്ള എഫേർട്ട് ഭയങ്കര വലുതാണ്. അപ്പോൾ ഇന്ന് നമ്മുടെ കേരളത്തിന് എല്ലാവരും നെഗറ്റീവ് പറയുന്നുണ്ട്. കേരളത്തിൽ അങ്ങനെ രക്ഷപ്പെടണം, അല്ലെങ്കിൽ കേരളത്തൊന്നും ഡെവലപ്ഡല്ല, നമ്മുടെ നാടൊട്ടും ഡെവലപ്ഡല്ല, നമുക്ക് നൈറ്റ് ലൈഫ് ഇല്ല, നമുക്ക് പുറത്തിറങ്ങാൻ നല്ല ഡേ ഔട്ടിംഗ് ഒക്കെ ചെയ്യാൻ നല്ലൊരു പ്രോപ്പറായിട്ടുള്ള പ്ലേസ് ഇല്ല, അല്ലെങ്കിൽ പുതിയ പബ്ബുകളില്ല, അല്ലെങ്കിൽ എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എൻഗേജ്ഡ് ആവാൻ അല്ലെങ്കിൽ ഒരു ഫ്രീ ടൈം സ്പെൻഡ് ചെയ്യാൻ ഫാമിലി ആയിട്ടാണെങ്കിലും ഫ്രണ്ട്സ് ആണെങ്കിലും നമുക്ക് റിലാക്സ് ആകാൻ പറ്റിയിട്ടുള്ള സ്പോർട്സൊക്കെ ഭയങ്കര കുറവാണ്. ഞങ്ങളവിടെയൊക്കെ ഭയങ്കര കുറവാണ്.
ശരിക്കും ഈ ഒരു റീസൺ കൊണ്ട് ഒരുപാട് കൂട്ടുകാർ നമുക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട്. എല്ലാവരും പുറത്തോട്ട് പോവാണ്, അതെ നാട്ടിൽ ആരും ഇല്ല. നമ്മുടെ നമ്മുടെ ഏജിലുള്ള ആൾക്കാരൊക്കെ മിക്കവരും ഒരു 100-ൽ ഒരു 60 അല്ലെങ്കിൽ ഒരു 70% ആൾക്കാരും പുറത്ത് പോവുക എന്നുള്ള, എങ്ങനെയാലും മാക്സിമം എത്രയും പെട്ടെന്ന് പഠിച്ചെടുക്കുക, എല്ലാവരും പറയുന്നത് രക്ഷപ്പെടുക. കാരണം എന്താ വെച്ചാൽ ഇതൊക്കെയാണ് റീസൺസ്. അപ്പം എല്ലാവരും നമ്മുടെ നാടിനെ കുറ്റം തന്നെ പറഞ്ഞുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമ്മുടെ നാട് അവിടെ കിടക്കുകയുള്ളൂ. അപ്പം നാടിനെ ഡെവലപ്പ് ചെയ്യണം. നമ്മളെല്ലാവരും ഒരുപോലെ നമ്മുടെ നാടിനെ കുറ്റം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നാട് ഡെവലപ്പാകുമോ? ആരെനിക്ക് വേണ്ടി ഇനീഷ്യേറ്റീവ് എടുക്കുക, ആരെ തിരുത്തുക? ഏതിലൊരാൾ ഇതിലേക്ക് ഇറങ്ങിയാലല്ലേ അവിടെ ഒരു ചേഞ്ച് ഉണ്ടാവുള്ളൂ. ചേഞ്ച് വരാത്തൊരു കാര്യത്തിനെക്കുറിച്ച് നമ്മൾ നെഗറ്റീവ് മാത്രം സംസാരിച്ചിട്ട് കാര്യമില്ലല്ലോ. അപ്പം ഞാൻ ഇനീഷ്യേറ്റീവ് എടുക്കാമെന്ന് വിചാരിച്ചു. ഹൈലി റിസ്ക്കാണ്. തൃശ്ശൂരിൽ നിന്ന് ഉള്ളിലോട്ട് കയറിയിട്ടുള്ള ഒരു ചേലക്കര എന്ന് പറഞ്ഞ ഗ്രാമമാണ് എൻ്റേത്. അപ്പോൾ അവിടെയാണ് എൻ്റെ ഫസ്റ്റ് ലൊക്കേഷൻ. അപ്പം ചേലക്കരയെ സംബന്ധിച്ചിടത്തോളം 20 രൂപ കയ്യിലുണ്ടെങ്കിൽ 2 പൊറോട്ട കഴിക്കാം, വയറ് നിറയ്ക്കാം എന്നുള്ള കോൺസെപ്റ്റാണ്. അങ്ങനെ ഒരു ചിന്താഗതിയുള്ള ആൾക്കാരാണ്. അപ്പോൾ അവരുടെ ഇടയിലേക്കാണ് ഞാൻ ഒരു പുറത്തേട്ടുള്ള അല്ലെങ്കിൽ വേറൊരു രാജ്യത്തെ ഒരു ഭക്ഷണം ഇവിടെ പുതിയതായിട്ട് ഇൻട്രഡ്യൂസ് ചെയ്യാൻ, അതും ഫ്യൂഷനായിട്ട് ഇൻട്രഡ്യൂസ് ചെയ്യാൻ പോകുന്നത്. അപ്പം അതിലെനിക്ക് വലിയൊരു ചലഞ്ചാണ്. അപ്പം അതെങ്ങനെ ആൾക്കാർ അക്സെപ്റ്റ് ചെയ്യും, അല്ലെങ്കിൽ ഇതിൻ്റെ കൂടെ വർക്കൗട്ട് ആവുമോ എന്നൊക്കെയുള്ള ഒത്തിരി ചോദ്യങ്ങളും കേട്ടിട്ടുണ്ട്. പക്ഷേ എനിക്കൊരു വിഷൻ ഉണ്ടായിരുന്നു, ഇത് ഇങ്ങനെ മൂവ് ചെയ്താൽ ഇങ്ങനെ എത്തും, ഇങ്ങനെ എത്തിക്കാൻ പറ്റും എന്നുള്ളൊരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. അപ്പം അതിൽ ഞാൻ എൻ്റെ വേയിലൂടെ മാത്രം ഞാൻ മുന്നോട്ട് പോയി എന്നുള്ളതിലാണ് എനിക്കിപ്പോൾ കാണുന്ന റിസൾട്ട് കിട്ടിയിരിക്കുന്നത്. പലരും പല അഭിപ്രായങ്ങളും പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഈ ബിസിനസ് തുടങ്ങാനുള്ള ഐഡിയ വരെ എൻ്റെ ആണല്ലോ. അപ്പോൾ എനിക്കറിയാം ഇത് എങ്ങനെ മൂവ് ചെയ്താൽ എങ്ങനെ ഏത് റിസൾട്ട് കിട്ടും എന്നുള്ളൊരു വിഷൻ എനിക്കുണ്ട്. അപ്പോൾ എൻ്റെ വിഷനിൽ ഞാൻ ട്രസ്റ്റ് ചെയ്തു. ഇന്നല്ലെങ്കിൽ നാളെ എൻ്റെ നാട്ടുകാർ അക്സെപ്റ്റ് ചെയ്യും എന്നുള്ളൊരു കോൺഫിഡൻസിലാണ് ഞാൻ തുടങ്ങിയത്. തുടങ്ങുമ്പോൾ എന്നെ സക്സസ് ആവുമെന്ന് ഒട്ടും വിചാരിച്ചിട്ടില്ല. പ്രോപ്പർലി മുന്നോട്ട് പോകാനുള്ള എല്ലാ സേഫ് ഗൈഡൻസും ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതെങ്ങനെയെങ്കിലും മുന്നോട്ട് ഇറക്കുമ്പം ആൾക്കാരെങ്ങനെ അക്സെപ്റ്റ് ചെയ്യും എന്നുള്ളൊരു ചെറിയൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷേ തുടക്കത്തിൽ അല്ലെങ്കിൽ പിന്നീട് എപ്പോഴെങ്കിലും അക്സെപ്റ്റ് ചെയ്യും എന്നുള്ള വിശ്വാസത്തിൽ ഞാൻ ഇറക്കി. ഞാൻ എൻ്റെ കിയോസ്ക് കൊണ്ടുവന്നു. കിയോസ്ക് എല്ലാം ഓക്കെ ആയി. കിയോസ്ക് കൊണ്ടുവന്നു. കിയോസ്ക് നമ്മുടെ ഒരു പ്രൈവറ്റ് ആയിട്ടുള്ള പ്രോപ്പർട്ടിയിലിട്ടു. ചേലക്കര ടൗണിൽ തന്നെയാണ്. ചേലക്കരക്കാർ ആ ട്രെൻഡിനെ അക്സെപ്റ്റ് ചെയ്തു. നല്ല രീതിയിലുള്ള സെയിൽസ് എനിക്ക് അവിടെ നിന്ന് ഉണ്ടാക്കാൻ പറ്റി. ഞാൻ മോമോസ് എന്ന് പറയുന്നൊരു സംഭവം ഞാനാണ് ചേലക്കരക്കാർക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പം അങ്ങനെ ഒരു കൾച്ചർ ഞങ്ങളവിടെ കൊണ്ടുവരിക എന്ന് പറയുമ്പോൾ എന്നെ അക്സെപ്റ്റ് ചെയ്യാനും പലരും കൗതുകമാണ്. ഡിഷ് കഴിക്കുക എന്നുള്ളതിനുപരി ഒരു കൗതുകമായിരുന്നു. അപ്പോൾ ആ ഒരു കൗതുകത്തെ ഞാൻ യൂസ് ചെയ്തു. നല്ല ഫുഡ് ഹൈജീനായിട്ട് അവർ കൊടുത്തു. പലരും പല ഫുഡ് ട്രക്സെന്നും പല ഫുഡ് കാർട്ട്സെന്നും പല സ്ട്രീറ്റ് ഹണ്ട് എന്നൊക്കെ ഫുഡ് കഴിക്കാൻ ഭയങ്കരമായിട്ട് മടിക്കും. ഹൈജീൻ വലിയൊരു ഫാക്ടറാണ്. പിന്നെ പ്രൊഡക്റ്റിൻ്റെ ക്വാളിറ്റി വലിയൊരു ഫാക്ടറാണ്. നമ്മളൊരു തട്ടുകടയിൽ നിന്ന് ഫുഡ് കഴിച്ചാൽ നാളെ തട്ടുകട നാളെ അത് ഓപ്പൺ ആവുമോ, നാളെ തുറക്കുമോ, അല്ലെങ്കിൽ ഇവിടെയുള്ള തട്ടുകട എങ്ങനെ തള്ളിപ്പോകുമെന്ന് നമുക്കറിയില്ല. പക്ഷേ പല ഹോട്ടൽസിൽ നിന്ന് റെസ്റ്റോറൻറ്റ്സിൽ നിന്ന് നമുക്ക് ഫുഡ് കഴിക്കാൻ ധൈര്യം, നാളെ അവിടെ ഉണ്ടാവുമല്ലോ, ആ ഒരു ധൈര്യം ഉണ്ടല്ലോ. അപ്പോൾ അത് നമ്മളിതൊരു ബ്രാൻഡായിട്ട് ചെയ്യുമ്പോൾ കൊണ്ടുവരും. ഹൈജീനിറ്റിക്ക് നല്ല പ്രയോറിറ്റി ഞാൻ കൊടുത്തു. എൻ്റെ നാട്ടുകാരിൽ പെട്ടെന്നൊരു ഇമ്പ്രഷൻ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി എന്തൊക്കെ ചെയ്യാൻ പറ്റും. ഞങ്ങളുടെ അവിടെ ആരും ഒരു ഹോട്ടലാരും ഗ്ലൗസ് ഇട്ടൊന്നും സെർവ് ചെയ്യാറില്ല. ഞാൻ ഗ്ലൗസ് ഇട്ട് സെർവ് ചെയ്യാൻ തുടങ്ങി. ഹൈജീൻസ് ആയിട്ടുള്ള പ്രോഡക്ട്സ് യൂസ് ചെയ്യാൻ തുടങ്ങി. എൻ്റെ കിച്ചൺ ടോട്ടലി സ്റ്റെയിൻലെസ് സ്റ്റീലാക്കി. എനിക്കെപ്പോഴും എൻ്റെ കിച്ചൺ ഹൈജീൻ ആൻഡ് നീറ്റ് ആൻഡ് ക്ലീൻ ആക്കി. പുറത്തുനിന്നുള്ളവരൊക്കെ വിസിബിൾ ആയിരിക്കും എൻ്റെ കിച്ചണൊക്കെ. അപ്പോൾ ആ ഒരു ട്രസ്റ്റ് ഞാൻ എൻ്റെ ആൾക്കാരുള്ളിൽ കൊണ്ടുവന്നു. പിന്നെ ടോട്ടലി ഞാൻ ഈ മൊമോസ് എന്നുള്ള ആ ഒരു കൾച്ചറാണല്ലോ കൊണ്ടുവരുന്നത്. മൊമോസ് എന്നുള്ള കൾച്ചർ പല ചൈനീസ് സ്ട്രീറ്റുകളും ടിബറ്റൻ സ്ട്രീറ്റുകളും സ്ട്രീറ്റ് ഫുഡാണ്, നോർമലി ചെറിയൊരു ഫുഡാണ്. അപ്പോൾ ഈ ഫുഡിനെ ഒരു ഹൈജീൻ ലെവലിലേക്ക് എക്സ്ട്രീം ലെവലിലേക്ക് എത്തിക്കുമ്പം നമുക്കതിൽ മാറ്റങ്ങൾ കൊണ്ടുവന്നേ പറ്റൂ. എന്താ വെച്ചാൽ നമ്മുടെ ഇവിടെ അവിടെ ചെയ്യുന്ന പോലെ ഹൈജീൻ കുറഞ്ഞ് ചെയ്ത് നമുക്ക് പെട്ടെന്ന് കിട്ടേണ്ട ഒരു ഫോക്കസ് കിട്ടില്ല. അതൊരു ബ്രാൻഡാക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. നോർമലി പല സ്ഥലങ്ങളിലും ഈ മൊമോസ് ഞാനല്ല ആദ്യമായിട്ട് ഇറക്കുന്നത്. മൊമോസ് ഓൾറെഡി നമ്മുടെ മാർക്കറ്റിലുള്ളൊരു പ്രൊഡക്റ്റാണ്. ഇതിൽ ഫ്യൂഷൻസ് കൊണ്ടുവന്നത് നമ്മളാണ്. പക്ഷേ ഈ ഓൾറെഡി ഉള്ളൊരു പ്രൊഡക്റ്റിൻ്റെ മെയിൻലി ആൾക്കാർ അക്സെപ്റ്റ് ചെയ്യാനുള്ള ബുദ്ധിമുട്ട് എന്താ വെച്ച് കഴിഞ്ഞാൽ പല ഹിന്ദിക്കാരൊക്കെ ഹൈജീനൊന്നും ഇല്ലാതെയാണ് പല കാര്യങ്ങളും ചെയ്യുന്നത്. അതും ചെറിയൊരു ടേബിളോ അല്ലെങ്കിൽ ഒരു ഹട്ടോ അല്ലെങ്കിൽ ചെറിയ എന്തെങ്കിലുമൊക്കെ ഒരു ഷെഡോ ചെറിയ സ്മോൾ സ്പേസിലൊക്കെയാണ് പലരും അത് ചെയ്യുന്നത്. ഇത്രയും ഹൈജീനിറ്റൊന്നും കൊടുക്കുന്നില്ല. അപ്പം അതും പല ആൾക്കാർ ഇത് കഴിക്കാനും ഇതിങ്ങനെയാണെന്നുള്ള രീതിയിലേക്ക് ആൾക്കാർ നെഗറ്റീവ് ചിന്താഗതി കൊണ്ടുവരും. അപ്പം ഇതിനെ ഒരു ബ്രാൻഡാക്കി എടുത്തു. ആ ബ്രാൻഡ് എന്തൊക്കെയാണ് എൻ്റെ സ്പെഷ്യാലിറ്റീസ്. ഇപ്പം പുറത്തൊരു പ്ലേറ്റ് മൊമോസിന് 100 രൂപയാണെങ്കിൽ ഞാൻ സെർവ് ചെയ്യുന്നത് 110 രൂപയ്ക്കാണ്. ഞാൻ സമ്മതിക്കുന്നു, എൻ്റെ പ്രൊഡക്റ്റിന് വില കൂടുതലാണ്, 10 രൂപ കൂടുതലാണ്. അപ്പോൾ ഈ 10 രൂപ കൂടുതലാണെന്നുള്ളത് ഞാൻ കസ്റ്റമറിലേക്ക് എത്തിക്കുന്നത് ഞാൻ 10 രൂപ കൂടുതൽ മേടിക്കുന്നതിന് ഞാൻ അതിനുള്ള സേഫ്റ്റി ടെക്നോളജീസ് അതിൽ യൂസ് ചെയ്യുന്നുണ്ട്. എൻ്റെ റോ മെറ്റീരിയൽസ്, ഞാൻ മാനുഫാക്ചർ ചെയ്യുന്ന എൻ്റെ പ്രൊഡക്ട്സ്,
ഞാനിത് മാനുഫാക്ചർ ചെയ്യാൻ യൂസ് ചെയ്യുന്ന ബാക്കിയുള്ള എക്യുപ്മെൻറ്റ്സ്, ഞാൻ എൻ്റെ ടോട്ടൽ അതിന് വേണ്ടി സ്പേസ് കിടത്തുന്ന എൻ്റെ കിച്ചൺ, ഞാനത് സർവ് ചെയ്യുന്ന രീതി, ഞാനത് പ്ലേറ്റ് ചെയ്യുന്ന രീതി, ഗാർണിഷ് ചെയ്യുന്ന രീതി, എല്ലാത്തിലും വ്യത്യാസങ്ങളുണ്ട്. സേഫ്റ്റി ഉണ്ട്. ഫുഡിന് ഏറ്റവും വേണ്ടത് ടേസ്റ്റിനേക്കാൾ കൂടുതൽ സേഫ്റ്റി, ഹൈജീനാണ്. അപ്പോൾ ഇതൊക്കെ കൊണ്ടുവരാൻ പറ്റിക്കഴിഞ്ഞാൽ തന്നെ എനിക്കൊരു പ്രത്യേക ഒരു യൂണീക്നെസ് കിട്ടും. ആൾക്കാരുടെ ഉള്ളിൽ പെട്ടെന്നൊരു ട്രസ്റ്റ് ബിൽഡ് ചെയ്യാൻ പറ്റും. വിശ്വാസം ബാക്കിയുള്ളവർക്ക് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് ശരിക്കും ബിസിനസ്സിൽ ചെയ്യേണ്ടത്. നമ്മുടെ ഓഡിയൻസിൻ്റെ അടുത്തും നമ്മുടെ കസ്റ്റമേഴ്സിൻ്റെ അടുത്തും നമ്മുടെ സമൂഹത്തിൻ്റെ അടുത്ത് ട്രസ്റ്റ് ബിൽഡ് ചെയ്യലാണ് ഒരു ബിസിനസ് വളരാൻ ഏറ്റവും ആദ്യം ചെയ്യേണ്ടത്. അപ്പോൾ ട്രസ്റ്റ് ബിൽഡ് ചെയ്യാൻ വേണ്ടി എന്തൊക്കെ കൊണ്ടുവരാൻ പറ്റുമോ അതൊക്കെ ഞാൻ അതിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പം ബാക്കിയുള്ളവരെ അപേക്ഷിച്ച് എനിക്ക് എപ്പോഴും യുണീക്ക് ആവണം എന്നുള്ളൊരു കോൺസെപ്റ്റാണ്. എന്നെ കമ്പയർ ചെയ്യാൻ പാടില്ല. കമ്പയർ ചെയ്യത്തക്ക രീതിയിൽ വേറൊരു കോമ്പറ്റേറ്ററോ വേറൊരാൾ ഉണ്ടാവാൻ പാടില്ല. അവരെ അപേക്ഷിച്ച് ഞാൻ മെച്ചപ്പെട്ടതായിരിക്കണം. എനിക്ക് പേഴ്സണലായിട്ടുള്ളൊരു സ്പേസ് വേണം. ഞാൻ പണ്ട് എൻ്റെ സൂപ്പർ മാർക്കറ്റ്സിൽ സിമ്പിളായിട്ട് അടിച്ചു വരും. ഇപ്പൊക്കെ അതുൽ അടിച്ചു വരികയല്ല നന്നാവുള്ളൂ എന്ന് പറയുമ്പോഴും അപ്പോഴും നമുക്കൊരു അഭിമാനമാണ്. ക്രൗഡ് ഉണ്ടാവും, എന്നാൽ കൂടി അടിച്ചു വരുമ്പം അതുൽ ചെയ്താലേ വൃത്തിയാവുള്ളൂ എന്ന് പറയുമ്പോൾ നമുക്ക് അഭിമാനം. നമ്മളെന്ത് ചെറിയ കാര്യം ചെയ്യുമ്പോഴാണെങ്കിൽ അതിലേറ്റവും ബെസ്റ്റ് കൊണ്ടുവരാൻ നോക്കും. അപ്പോൾ എനിക്ക് യുണീക്നെസ്സിനും എൻ്റെ അറ്റൻഷനും വേണ്ടി ഇതിലെ ടെക്നോളജീസ് കൊടുക്കുന്നത് എനിക്ക് അവിടെ ആൾക്കാരെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ വേണ്ടി നല്ലോണം ഹെൽപ്പ് ചെയ്തു. ചിലക്കര ഞാൻ അടിപൊളിയായിട്ട് റൺ ചെയ്തു. എനിക്ക് ചില നല്ല റിസൾട്ട് കിട്ടി തുടങ്ങി. റിസൾട്ട് കിട്ടി അപ്പോൾ എനിക്ക് മനസ്സിലായി എൻ്റെ ബിസിനസ് സക്സസ്ഫുള്ളായിട്ടാണ് മൂവ് ചെയ്യുന്നത്. എനിക്ക് പ്രോപ്പറായിട്ടുള്ള ഇൻകം വരുന്നുണ്ട്, എനിക്ക് നല്ല രീതിയിൽ ഇത് ആൾക്കാരിലേക്ക് എത്തിക്കാൻ പറ്റുന്നുണ്ട്, എനിക്കിത് ഷെഡ്യൂൾ ചെയ്യാൻ പറ്റുന്നുണ്ട്, ഇത് സിസ്റ്റമാറ്റിക് ആക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഓൾറെഡി ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള പ്ലാനിലായതുകൊണ്ട് തന്നെ എൻ്റെ ബിസിനസ് സ്റ്റേബിളാണ്, സ്ട്രോങ്ങാണ്, നല്ലൊരു അടിത്തറയുണ്ട്. അതാണ് എൻ്റെ ബിസിനസ്സിൻ്റെ ഏറ്റവും വലിയ സ്പെഷ്യാലിറ്റി. പല ബിസിനസ്സിന് ഇല്ലാത്തതും അതാണ്. മെയിൻലി പൊളിഞ്ഞു പോകാനുള്ള റീസൺ അതാണ്. അപ്പം നല്ലൊരു അടിത്തറ പണിയുക, അതിനെന്തൊക്കെ വേണോ അതൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പം അത്രയും കാര്യങ്ങളിൽ തന്നെ എൻ്റെ ബിസിനസ് സ്ട്രോങ് ആണെന്നുള്ളതുകൊണ്ട് എനിക്ക് വലിയൊരു ആഗ്രഹത്തിൽ തുടങ്ങിയതല്ലേ. അപ്പോൾ ചേലക്കര എന്നുള്ള സ്ഥലത്ത് ഒതുങ്ങി നിൽക്കാൻ ഞാൻ തയ്യാറായില്ല. ചേലക്കരയേക്കാൾ വലിയ വലിയ സ്ഥലങ്ങളിലൊക്കെ എൻ്റെ ബ്രാൻഡ് എത്തണം, ഈ ബ്രാൻഡ് എന്നുള്ളത് പുറത്തറിയണം, ഞാൻ ഈ രീതിയിലാണ് ഈ ബ്രാൻഡ് ഉണ്ടാക്കിയെന്ന് ആൾക്കാർ അറിയണം എന്നൊക്കെ എനിക്ക് വലിയ ആഗ്രഹം. പാൻ ഇന്ത്യ ലെവലിലേക്ക് എൻ്റെ ബ്രാൻഡ് കൊണ്ടുവരണം എന്നൊക്കെ എനിക്ക് ഭയങ്കര ആഗ്രഹം. അപ്പം അതിന് വേണ്ടി വർക്ക് ചെയ്യാൻ തുടങ്ങി. അപ്പം ഞാൻ ടോട്ടലി മോമോസ് പൊരിച്ച് വിൽക്കുക എന്നുള്ള ഒരു ബിസിനസ് രീതിയല്ല എൻ്റെ സത്യം പറഞ്ഞാൽ. ഒരു ബ്രാൻഡ് ക്രിയേറ്റ് ചെയ്യുക, ബ്രാൻഡ് എക്സ്പാൻഡ് ചെയ്യുക, അതിലൂടെ ഹ്യൂജ് ഒരു എമൗണ്ട് നമുക്ക് ടേൺ ഓവർ ചെയ്തെടുക്കുക എന്നുള്ള വലിയ വലിയ ആഗ്രഹങ്ങളായിട്ട് ഇതിലേക്ക് ഇറങ്ങുന്നത്. അപ്പം ചെറുതിൽ ഒതുങ്ങി നിൽക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അപ്പം എനിക്കിത് ചെയ്ത് കാണിക്കാൻ ഇതിങ്ങനെയാണ്, ഇത് നല്ലൊരു പ്ലാറ്റ്ഫോമാണ്, ഈ രീതിയിൽ ഇങ്ങനെ ഈ ഇൻഡസ്ട്രിയിൽ ഇങ്ങനത്തെ ഒരു പ്രൊഡക്റ്റ് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഈ ടെക്നോളജീസൊക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്കിങ്ങനെ റിസൾട്ട് കിട്ടും, ഇത്ര വലിയൊരു എമൗണ്ട് അല്ലെങ്കിൽ നല്ലൊരു ഇൻകം ജനറേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളത് ബാക്കിയുള്ള ആൾക്കാർക്ക് കാണിച്ചു കൊടുക്കണം. പലരും ബിസിനസ് ചെയ്യാൻ പേടിയാണ്. അപ്പോൾ അവർക്കൊക്കെ ഒരു ഇൻസ്പിറേഷൻ ആവുന്ന രീതിയിൽ എന്തെങ്കിലും ചെയ്ത് കാണുമെന്ന് ഭയങ്കര ആഗ്രഹം. പിന്നെ എക്സ്പാൻഡിങ്ങിലേക്ക് ഞാൻ തിരിഞ്ഞു. ഇതാണ് എൻ്റെ ബിസിനസ് ജേണി എന്ന് പറയുന്നത്. ഇപ്പോൾ കറൻ്റ്ലി നിൽക്കുന്നത് എക്സ്പാൻഡിങ് സെക്ഷനിലാണ്. അപ്പം ഞാൻ ഒത്തിരി എഫേർട്ട് ഇട്ടിട്ടാണ് ഈ ഒരു ജേണി കംപ്ലീറ്റ് ചെയ്തത്. ഇനീഷ്യൽ സ്റ്റേജ് തൊട്ടിട്ട് തന്നെ എനിക്കൊരു 1000-ലേറെ ചലഞ്ചസ് ഉണ്ടായിരിക്കും. ഒരു ദിവസം ഞാൻ മൂവ് ചെയ്യുന്ന തന്നെ വലിയ വലിയ പെയിനില്ല, നമുക്ക് മെൻ്റലി ഉള്ള നമ്മുടെ ടോട്ടൽ കാര്യങ്ങൾ പോയി. എന്താ വെച്ച് കഴിഞ്ഞാൽ അത്രയും ട്രാജഡി ആയിട്ടുള്ള സ്റ്റോറീസ് നമ്മുടെ ഫാമിലീസിലും ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളിലും നമ്മളെ ബാധിച്ചിട്ടുണ്ട്. ആ ഒരു സിറ്റുവേഷനിൽ നോർമലി പെട്ടെന്ന് എല്ലാവരും ഒരു ഡിപ്രഷൻ സ്റ്റേജിലേക്ക് പോകാൻ വരെ ഉള്ള ചാൻസ് ഉണ്ട്. കാരണം എൻ്റെ ഏജ് അതായിരുന്നു. അപ്പം അങ്ങനത്തെ ഒരു സ്റ്റേജിൽ മെച്യൂർഡായിട്ടുള്ള ഒരാൾ വരെ ഡിപ്രസ്ഡ് ആവും, അതിൻ്റെ ഉള്ളിൽ തന്നെ അടഞ്ഞിരിക്കാൻ തോന്നും. പക്ഷേ ഞാൻ പുറത്തിറങ്ങി, ഞാൻ അതിന് വേണ്ടി വർക്ക് ചെയ്തു, ഞാൻ അതിനോട് പ്ലാൻ ചെയ്തു, പ്രോപ്പറായിട്ട് ഷെഡ്യൂൾ ചെയ്തു, അതിക്ക് വേണ്ട കാര്യങ്ങൾ എന്താണെന്ന് അതിൻ്റെയൊക്കെ ആക്ഷൻ ചെയ്ത് ഞാൻ മുന്നോട്ട് ഇറങ്ങി. പിന്നെ എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാൻ സിമ്പിളായിട്ടൊരു കാര്യം പറയാം. അന്ന് ഇഞ്ചുറി വന്ന സമയത്ത് എനിക്ക് സിമ്പിളായിട്ട് റൂമിൽ കിടക്കായിരുന്നു. ഇപ്പോഴും പ്രോപ്പർ റെസ്റ്റ് എടുക്കുന്നില്ലേ. അപ്പം അന്ന് ഞാൻ റെസ്റ്റ് മാത്രം നോക്കിയിരുന്നെങ്കിൽ, അല്ലെങ്കിൽ എൻ്റെ കംഫേർട്ട് മാത്രം നോക്കിയിരുന്നെങ്കിൽ, എൻ്റെ ഫാമിലിയോ അല്ലെങ്കിൽ എൻ്റെ ഫ്യൂച്ചറോ എൻ്റെ ഫാമിലിയുടെ ഫ്യൂച്ചറോ നോക്കിയിരുന്നെങ്കിൽ ഇല്ലായിരുന്നെങ്കിൽ ഞാനിവിടെ നിന്ന് എത്തില്ലായിരുന്നു. ഞാൻ അവരെ കൺസിഡർ ചെയ്തു, എൻ്റെ മുന്നോട്ടുള്ള വിഷനെക്കുറിച്ച് ഞാൻ നന്നായിട്ട് സ്റ്റഡി ചെയ്തു. നിലനിൽക്കുക എന്നുള്ളത് എൻ്റെ മാത്രം ആവശ്യമാണല്ലോ. അപ്പം നിലനിൽക്കാൻ വേണ്ടി എന്തും ചെയ്യണം. അപ്പം അതിന് വേണ്ടി തുടങ്ങി, അതിൽ പാഷനേറ്റായി ഞാൻ ചെയ്യുന്നത് മികച്ച ചെയ്യാൻ പറ്റുന്നുണ്ട് ഇപ്പം കറൻ്റ്ലി. അപ്പം ഇതുവരെയുള്ള ബിസിനസ് ജേണി എന്ന് പറയുമ്പം ഈ എൻഡിൽ വന്ന് നിൽക്കുമ്പം ഞാൻ ഭയങ്കര ഹാപ്പിയാണ്, ഞാൻ ഭയങ്കര പ്രൗഡാണ് എന്നെക്കുറിച്ച് തന്നെ. പിന്നെ എൻ്റെ ഫാമിലി ഭയങ്കര പ്രൗഡാണ്, എന്നേക്കാൾ ഉപരി എൻ്റെ ഫാമിലി ഭയങ്കര പ്രൗഡാണ്. സിമ്പിളായിട്ടൊരു കാര്യം പറയാം. ഇപ്പം എൻ്റെ അമ്മ
ഞാനങ്ങനെ ആ രാത്രിയൊക്കെ ഇങ്ങനെ കിടന്ന് റൂമിൽ തന്നെ കിടക്കുവാണല്ലോ. അപ്പം എല്ലാ കാര്യങ്ങളും കൂടി മെൻ്റലി ഭയങ്കര ഡൗൺ ആയിരിക്കുന്ന സമയം. അപ്പം എൻ്റെ ഫാമിലി റിലേറ്റീവ്സും എൻ്റെ നാട്ടുകാരും എൻ്റെ തൊട്ട അയൽവാസികളായാലും പുറത്തുനിന്നുള്ള എൻ്റെ റിലേറ്റീവ്സ് ആയാലും എല്ലാവരും അതുലെവിടെ, അതുലെന്ത് ചെയ്യുന്നു, അതുലിൻ്റെ കറൻ്റ്ലി സിറ്റുവേഷൻസ് ചോദിക്കുമ്പം പല സ്ഥലത്തു നിന്നും സ്കിപ്പായി മാറുന്ന, അതുലിൻ്റെ അമ്മയാന്ന് വരെ പറയാൻ എൻ്റെ അമ്മയുടെ എനിക്ക് ഭയങ്കര സ്നേഹമാണ്. ആ ഒരു പോയിന്റിൽ എൻ്റെ അമ്മ ക്യാൻസർ ഇല്ലായിരുന്നു, ഭയങ്കര ഡിസ്കംഫർട്ടായിരുന്നു. ഏറ്റവും കൂടുതൽ എൻ്റെ അമ്മ അങ്ങനെയൊക്കെ ഭയങ്കരമായിട്ട് പെയിൻ അനുഭവിച്ചിട്ടുണ്ടായിരിക്കാം. അപ്പം പല സ്ഥലങ്ങളിൽ നിന്ന് എൻ്റെ അമ്മ സ്കിപ്പാവും. അതുലിൻ്റെ അമ്മയെന്ന് പറയുന്ന സ്ഥലങ്ങളിൽ നിന്നൊക്കെ സ്കിപ്പാവായിരുന്നു. ഇപ്പോൾ എൻ്റെ അമ്മ ഒരു 3 ആളെ ഒരുമിച്ച് കണ്ടാൽ മോമോ ബഗ്ഗിൻ്റെ മോൻ്റെ ചിലക്കിലുള്ള മോമോ ബഗ്ഗിനെ എടുത്തിടും, എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യും. അപ്പം ആദ്യം പറയുന്നൊരു കാര്യം ഇങ്ങനെയാണ്. അപ്പോൾ എനിക്ക് ആ ഒരു മാറ്റത്തിലേക്ക് എൻ്റെ ഫാമിലിനെയും എന്നെ എത്തിക്കാൻ പറ്റിയതിൽ ഞാൻ ഭയങ്കര പ്രൗഡാണ്. അപ്പോൾ എൻ്റെ ഫാമിലി, എൻ്റെ അമ്മ എന്നെ കുറച്ച് അഭിമാനപ്പെടുന്നുണ്ട്. എൻ്റെ ഫാമിലി ഭയങ്കര ഹാപ്പി ആയിട്ടുള്ള സിറ്റുവേഷനിലാണ് പോകുന്നത്. എല്ലാവർക്കും ഭയങ്കര സാറ്റിസ്ഫാക്ഷനാണ്. നല്ല ഭക്ഷണം കഴിക്കാൻ പറ്റുന്നുണ്ട്, നല്ല ഡ്രസ്സ് ഇടാൻ പറ്റുന്നുണ്ട്, നല്ല രീതിയിൽ മുന്നോട്ട് ജീവിക്കാൻ പറ്റുന്നുണ്ട്, ഇഷ്ടപ്പെട്ട സ്ഥലങ്ങൾ കാണാൻ പറ്റുന്നുണ്ട്, പോകാൻ പറ്റുന്നുണ്ട്. എന്ത് വേണം തോന്നുന്നോ അതിൻ്റെയൊക്കെ നല്ലൊരു ഭാഗം എൻജോയ് ചെയ്യാൻ പറ്റുന്നുണ്ട് ഈ സമയത്ത്. അതിൽ ഞാൻ എൻ്റെ ബിസിനസ്സിനോട് ഭയങ്കര കടപ്പാടുണ്ട് എനിക്ക്. പിന്നെ എന്നെ സഹായിച്ചിട്ടുള്ള ഒത്തിരി ആൾക്കാരോട് എനിക്ക് കുറേ നന്ദിയുണ്ട്. അപ്പോൾ ഇതുവരെ എത്തിയിട്ടുള്ള ജേണിയിൽ എന്നെ ഹെൽപ്പ് ചെയ്ത കുറേ ആൾക്കാരുണ്ട്. ഓരോ പോയിന്റിലും ചിലപ്പോൾ എൻ്റെ മുഖം കൂടി ഓർമ്മയുണ്ടാവില്ല. എനിക്ക് സത്യം പറഞ്ഞാൽ പലരുടെയും പേര് പോലും ഓർമ്മയില്ല. അത്ര അറ്റാച്ച് ചെയ്തിട്ട് വരെ നമ്മുടെ നിന്നിട്ടുള്ള ഒത്തിരി ആൾക്കാരുണ്ട്. എന്നെ ഹെൽപ്പ് ചെയ്ത എല്ലാവരോടും എനിക്ക് എപ്പോഴും കടപ്പാടുണ്ടാവും. അപ്പം ഞാൻ അതിന് എക്സ്പാൻഡിങ്ങിലായാലും ഞാൻ ഓരോരുത്തരെയും ഓരോ പോയിന്റിലും ഞാൻ റിട്ടേൺ ഹെൽപ്പ് ചെയ്യാൻ ബാധ്യസ്ഥനാണ്, ഹെൽപ്പ് ചെയ്യും. ഇപ്പം ഈ ഫുഡ് ട്രക്കും കിയോസ്കും തമ്മിലുള്ള ഒരു ഡിഫറൻസ് നോക്കാം. ഇപ്പം അതിൽ ആദ്യമേ തന്നെ പറഞ്ഞു, ഇൻവെസ്റ്റ്മെൻറ്റ്സ് നോക്കിയിട്ടാണ് അതിൽ നിന്നൊക്കെ മാറിയിട്ട് ഒരു ഫുഡ് കിയോസ്ക് എന്നുള്ളൊരു ഇതിലേക്ക് വന്നത്. ഇൻവെസ്റ്റ്മെൻറ്റ് മാത്രമല്ല, ഡെഫിനറ്റ്ലി കുറേ അധികം ഡിഫറൻസ് ഉണ്ടാവുമല്ലോ. മേജറായിട്ട് ഈ ഒരു ഫുഡ് ട്രക്കിലും അല്ലെങ്കിൽ ഈ കിയോസ്കിലോട്ട് വരുമ്പോൾ ഉള്ള ഡിഫറൻസ് ഉണ്ട്. ഇൻവെസ്റ്റ്മെൻറ്റ് മേജർ ഒരു കാര്യമാണ്. ഡെഫിനറ്റ്ലി ഇപ്പം എനിക്ക് തോന്നുന്നു ഒരു 15 lakhs മിനിമം വരും തോന്നുന്നു എല്ലാ കാര്യങ്ങളും. കോസ്റ്റ് അത്രയും വരും. അതായത് പ്രോപ്പറായിട്ട് വർക്കിംഗ് സ്പേസ് വേണമെങ്കിൽ. അതായത് ഒരു ട്രക്ക് എടുത്ത് മീൻസ് അതിൻ്റെ മെയിൻ്റെനൻസ് കാര്യങ്ങൾ, പിന്നെ അതിൽ എന്തൊക്കെ എക്സ്പെൻസ് ആയിരിക്കും വരുന്നുണ്ടാവുക? ടോട്ടൽ നമ്മൾ ആദ്യം ഒരു വണ്ടി പർച്ചേസ് ചെയ്യണം. ആ ഒരു വാഗണിൽ നമ്മളതിൻ്റെ കിച്ചൺ സ്പേസ്, ആ കോച്ച് വർക്കിന് തന്നെ വലിയൊരു കോസ്റ്റ് വരും. പിന്നെ അതിൻ്റെ കിച്ചൺ സ്പേസ് ബിൽഡ് ചെയ്യണം. പിന്നെ അതിൻ്റെ വർക്കിംഗ് സ്പേസിൽ നമുക്ക് യൂസ് ചെയ്യേണ്ട എക്യുപ്മെൻറ്റ്സ് ഉണ്ട്, മെഷീനറീസ്, അത് അതിൽ ആഡ് ചെയ്യണം. അതൊക്കെ ആഡ് ചെയ്ത് വരുമ്പോൾ തന്നെ വലിയൊരു കോസ്റ്റ് വരുന്നുണ്ട്. പിന്നെ ഒരു വണ്ടി മെയിൻറ്റെയിൻ ചെയ്യാൻ എടുക്കുന്ന എല്ലാ കോസ്റ്റും ഈ ഒരു വാഗണും, ഈ ഫുഡ് ട്രക്കും ഈ ഒരു ട്രക്കും മെയിൻറ്റെയിൻ ചെയ്യാനൊക്കെ നമുക്ക് വലിയൊരു കോസ്റ്റ് വേണ്ടി വരും. ഒരു വണ്ടിക്ക് എന്തൊക്കെ ഫ്യൂല്, അതുപോലെ ഓയിൽ, അത് തന്നെ ബാക്കിയുള്ള മെയിൻറ്റെയിൻസ്, ടയറിൻ്റെ മെയിൻറ്റെയിൻസ്, അതിൽ ചെയ്യുന്ന മറ്റേ ഈ ഇലക്ട്രിസിറ്റി, അതിലൊക്കെ വലിയ അനദർ എക്സ്പെൻസസ് വരും. പിന്നെ പറയുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു രജിസ്ട്രേഷൻ്റെ ഒരു മെയിൻ ഫാക്ടർ അത് വലിയൊരു ഫാക്ടറാണ്. എന്ന് വെച്ചാൽ പലർക്കും ചിന്താഗതിയുണ്ട് ഒരു സെക്കൻഡ് ഹാൻഡ് വണ്ടി എടുത്തിട്ട് ഫുഡ് ട്രക്ക് തുടങ്ങുക എന്നുള്ളത്. അതൊരിക്കലും പോസിബിൾ ആയില്ല. പുത്തൻ വണ്ടിയിൽ മാത്രമേ രജിസ്ട്രേഷൻ കിട്ടുള്ളൂ. ഇപ്പോൾ ഈ എൻ്റെ ഒരു ഡൗട്ടാണ് കേട്ടോ, ഈ ഫുഡ് ട്രക്ക് എടുക്കുന്ന സമയത്ത് നമുക്ക് എങ്ങനെയാണ് അതിൻ്റെ രജിസ്ട്രേഷൻ? മീൻസ് ക്യാൻറ്റീൻ ആയിട്ടാണോ രജിസ്റ്റർ ചെയ്യുക? അല്ല, ഫുഡ് ട്രക്ക് ആയിട്ട് തന്നെ രജിസ്റ്റർ ചെയ്യാൻ പറ്റും. ലീഗലി ഈ വെഹിക്കിളായിട്ട് തന്നെ നമുക്ക് ഫുഡ് ട്രക്ക് എന്നുള്ള രജിസ്ട്രേഷൻ RTO കിട്ടും. അത് കൂടാണ്ട് നമ്മൾ ഫുഡ് സേഫ്റ്റിന്റെ ഒരു വേണം, അതിനും വേറെ എക്സ്പെൻസ് വരുന്നുണ്ട്. എല്ലാ ലീഗൽ പർപ്പസിനും അനദർ എക്സ്പെൻസസ് വരും. എങ്ങനെയൊക്കെ പോയാലും ഒരു 15 to 20 lakhs നമുക്കൊരു ഫുഡ് ട്രക്കിന് മുകളിൽ എക്സ്പെൻസ് വരുന്നുണ്ട്. നല്ല രീതിയിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ എല്ലാത്തിലും കോംപ്രമൈസ് ചെയ്താൽ ഓക്കെയാണ്. പക്ഷേ ലീഗലുള്ള കാര്യങ്ങളായാലും നമുക്ക് വെർച്വലി വേണ്ട കാര്യങ്ങളായാലും വൃത്തിയിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ഒരു മിനിമം എക്സ്പെൻസ് വരുന്നുണ്ട്. പക്ഷെ എനിക്ക് തോന്നുന്നു അവിടെ ഒരു ബെനിഫിറ്റ് എന്ന് അല്ലെങ്കിൽ കിയോസ്കിനെ കമ്പയർ ചെയ്യുമ്പോൾ അതിനൊരു ഫിക്സഡ് ലൊക്കേഷൻ വേണ്ട, അതിൻ്റെ ആവശ്യമില്ല. പക്ഷെ എനിക്ക് തോന്നുന്നു ഈ നമ്മൾ എന്തായാലും ഡെഫിനറ്റ്ലി റോഡിലൊക്കെ പോയിട്ടായിരിക്കുമല്ലോ അത് നിർത്തുന്നുണ്ടാവുക. അപ്പോൾ അതിനെന്തെങ്കിലും എക്സ്ട്രാ ചാർജസോ കാര്യങ്ങളോ? അതിൻ്റെ ആവശ്യമില്ല. നമുക്ക് പ്രോപ്പർ ഹൈവേയിലൊന്നും പാർക്ക് ചെയ്യരുത്, അങ്ങനത്തെ ഇതൊന്നുള്ളൂ. പേഴ്സണലായിട്ടുള്ള പ്രൈവറ്റ് പ്രോപ്പർട്ടിയിലോ അല്ലെങ്കിൽ ഒഴിഞ്ഞിടക്കുന്ന സ്ഥലങ്ങളിലോ അല്ലെങ്കിൽ ബാക്കിയുള്ള ട്രാഫിക്കുകളില്ലാത്ത സ്ഥലങ്ങളിലൊക്കെ ഇതുകൊണ്ട് പാർക്ക് ചെയ്യാൻ പറ്റും. റോഡിൽ പാർക്ക് ചെയ്ത് സർവ് ചെയ്യുന്നതിൽ കുറച്ച് ലീഗൽ ഇഷ്യൂസ് ഉണ്ട്. പ്രൈവറ്റ് സ്പേസ് ആണ് എപ്പോഴും ഇതിന് നല്ലത്. എന്താ വെച്ച് കഴിഞ്ഞാൽ കസ്റ്റമേഴ്സും എങ്ങനെ ബിഹേവ് ചെയ്യും, അല്ലെങ്കിൽ കസ്റ്റമേഴ്സ് ബാക്കിയുള്ള ട്രാഫിക്കിനെ ബാധിക്കും എന്നുള്ളതൊക്കെ ഈ ഫുഡ് ട്രക്കിലുള്ള ചലഞ്ച്. അപ്പം പീസ്ഫുൾ ആയിട്ടുള്ളൊരു സ്പേസിലിട്ടാൽ മാത്രമേ ആൾക്കാർ ആഹാരം കഴിക്കാൻ തയ്യാറാവുള്ളൂ. എക്സ്പീരിയൻസ് ആണല്ലോ ഫുഡ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ഇപ്പം നമ്മൾ ആദ്യമേ തന്നെ സംസാരിച്ചിരുന്നു, ഒരു ഫുഡ് ഇൻഡസ്ട്രിയിലേക്ക് വരുമ്പം മേജറായിട്ട് നമുക്ക് വരുന്ന ഒരു ചലഞ്ചസ് എന്ന് പറയുന്നത് വേസ്റ്റ് മാനേജ്മെൻറ്റാണ്. നമുക്ക് മോമോ ബഗ്ഗിൻ്റെ ഒരു കേസ് തന്നെ എടുക്കാം. അവിടെ വരുന്ന സമയത്ത് ഈ ഫുഡ് മാനേജ്മെൻറ്റ്, വേസ്റ്റ് മാനേജ്മെൻ്റ് ഒക്കെ എങ്ങനെയാണ്?
പിന്നെ എനിക്കുള്ളൊരു മെയിൻ ഒരു ഡൗട്ട് എന്ന് പറഞ്ഞാൽ ഫുഡ് ഇൻഡസ്ട്രി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ ആദ്യമായിട്ടാണല്ലോ സ്റ്റാർട്ട് ചെയ്യുന്നത്. മോമോ ബഗീൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ ഇപ്പം നമുക്കറിയില്ല ഇന്ന് എത്ര കസ്റ്റമേഴ്സ് നമുക്ക് വരും എന്ന്. അപ്പം ഡെഫിനറ്റ്ലി നമ്മൾ പ്രീ ആയിട്ട് നമ്മൾ ഇന്ന എത്ര കസ്റ്റമേഴ്സ് ഉണ്ടാവും എന്നൊക്കെ വെച്ചിട്ട് അവർ എസ്റ്റിമേറ്റ് എടുത്തിട്ടാണല്ലോ നമ്മൾ ഉണ്ടാക്കിയൊക്കെ വെക്കുന്നത്. നമുക്കിത് നാളത്തേക്ക് സെർവ് ചെയ്യാനോ അല്ലെങ്കിൽ ഫ്രോസൺ ചെയ്ത് വെച്ചിട്ട് നാളെ കൊടുക്കാനും പറ്റില്ല. ബിക്കോസ് ക്വാളിറ്റീനെ ബാധിക്കും, ടേസ്റ്റിൽ ഡിഫറൻസ് ഉണ്ടാവും. അപ്പോൾ ഈ സംഭവങ്ങൾ എങ്ങനെയാണ് മാനേജ് ചെയ്തുകൊണ്ടിരുന്നത്? പ്രോപ്പർലി ഞാൻ 50 വെറൈറ്റി മൊമോസ് നമ്മുടെ ബ്രാൻഡിൽ സെർവ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ 50 വെറൈറ്റി മൊമോസിലും ടോട്ടലി നമ്മൾ സേഫ് സോണിലാണ് സെർവ് ചെയ്ത് പോകുന്നതും ഫ്രഷ് ആയിട്ട് കസ്റ്റമേഴ്സിൽ എത്തിക്കുന്നതും. ഇതിന് വേണ്ടിയിട്ട് നമ്മളൊരു 3 ടെക്നോളജീസ് ഇതിൽ ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ തന്നെ വർക്കൗട്ട് ചെയ്തെടുത്തിട്ടുള്ള, നമ്മൾ തന്നെ റിസർച്ച് ചെയ്തെടുത്തിട്ടുള്ള, നമ്മുടെ മാത്രം പ്രൈവറ്റ് സർക്കിളിൽ നിൽക്കുന്ന കാര്യങ്ങളിൽ നമ്മൾ ആ ടെക്നോളജി യൂസ് ചെയ്തിട്ടാണ് സേഫ് സോണിലേക്ക് ഭക്ഷണം എത്തിക്കുന്നതും അതിൽ ബാക്ടീരിയ 0% സോണിലേക്ക് കൺവേർട്ട് ചെയ്യുന്നതും അതിനെ സേവ് ചെയ്യുന്നതും അതിന് സ്റ്റോർ ചെയ്യുന്നതും അത് ഓർഡർ അനുസരിച്ച് യൂസ് ചെയ്യുന്നതൊക്കെ പ്രോപ്പർ ടെക്നോളജി ബേസ്ഡാണ് എല്ലാ കാര്യങ്ങളും. അപ്പോൾ അതിലൊക്കെ നമുക്ക് ടെക്നോളജീസിൽ ഇൻവെസ്റ്റ്മെൻറ്റ് വന്നിട്ടുണ്ടെങ്കിലും സേഫ് സോണാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഓർഡർ ഉണ്ടെങ്കിൽ മാത്രം സെർവ് ചെയ്താൽ മതി, ഓർഡർ ഉണ്ടെങ്കിൽ മാത്രം പ്രിപ്പയർ ചെയ്താൽ മതി, ഓൾറെഡി പ്രിപ്പയർ ചെയ്ത് വെക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, അപ്പം നമുക്ക് വേസ്റ്റേജിൻ്റെ ഇഷ്യൂ വരുന്ന അങ്ങനെ ഓൾറെഡി പ്രിപ്പയർ ചെയ്ത സാധനം നാശമായി പോകുമല്ലോ. അപ്പം ഓർഡർ അനുസരിച്ച് മാത്രം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കും അധികം റിസ്ക് ഫാക്ടർ ഇല്ല. സിമ്പിളി നമുക്കൊരു 8 to 10 മിനിറ്റ്സിൻ്റെ ഉള്ളിൽ ഒരു പ്രൊഡക്റ്റ് എനിക്ക് സെർവ് ചെയ്യാൻ പറ്റും. ഓക്കെ, അത്രയും സിമ്പിളായിട്ട് സിസ്റ്റമാറ്റിക് ആയിട്ട് കൺവേർട്ട് ചെയ്തിട്ടുണ്ട് നമ്മുടെ ബിസിനസ്. അതുകൊണ്ട് തന്നെ നമ്മൾ കംഫർട്ടാണ്. ഫ്രഷ് ആയിട്ട് സെർവ് ചെയ്യുമ്പോൾ, ഹൈജീനായിട്ട് സെർവ് ചെയ്യുമ്പോൾ കസ്റ്റമേഴ്സും കംഫർട്ടാണ്. അവർക്കും ടേസ്റ്റിന്റെ വ്യത്യാസം വരുന്നില്ല, ക്വാളിറ്റി കോംപ്രമൈസ് ചെയ്യുന്നില്ല, സെയിം ക്വാളിറ്റി. അപ്പം നമ്മൾ ഇന്ന് വന്ന് നിങ്ങൾ നമ്മുടെ പ്രൊഡക്റ്റ് കഴിച്ചോ, ഒരു 50 കൊല്ലം കഴിഞ്ഞിട്ടോ ഒരു 60 കൊല്ലം കഴിഞ്ഞിട്ടോ ടോട്ടലി പിന്നീട് നിങ്ങൾ നമ്മുടെ പ്രൊഡക്റ്റ് വന്ന് കഴിച്ചാലും ടേസ്റ്റ് കൺസിസ്റ്റൻ്റ് ആയിരിക്കും. കാരണം ഒരു സ്റ്റാഫ് ഡിപ്പെൻഡഡ് അല്ല, നമ്മുടെ ഷെഫ്ലെസ് ആണ്. ഓക്കെ, ഇവിടെ ഇപ്പോൾ കുറച്ചും കൂടി സിസ്റ്റമാറ്റിക് ആയി കഴിഞ്ഞാൽ നമുക്ക് അങ്ങനത്തെ കുറച്ച് കൺസേൺസ് ഇല്ലാണ്ടാക്കാമല്ലോ. അതെ, ആ സിസ്റ്റമാറ്റിക് ആക്കിയതിൻ്റെ ഒരു വലിയൊരു പ്ലസ് പോയിൻ്റാണ് നമ്മളിപ്പോഴും കംഫർട്ട് സോണിൽ നിൽക്കുന്നത്. ഐ മീൻ പല റെസ്റ്റോറൻറ്റ്സിലും കഫേസിലൊക്കെ ഫേസ് ചെയ്യുന്ന പല ചലഞ്ചസും നമുക്കില്ല. നമ്മളതിനൊക്കെ സോൾവ് ചെയ്യുന്ന കേസിൽ സിസ്റ്റമാറ്റിക് ആയിട്ട് ടെക്നോളജീസ് യൂസ് ചെയ്യുന്നതുകൊണ്ടാണ് നമുക്കത്രയും സിമ്പിളായിട്ട് ഹാൻഡിൽ ചെയ്ത് പോകാൻ പറ്റുന്നത്. അല്ലെങ്കിൽ പലരുടെയും പോലെ നമ്മളിത് ഡ്രോപ്പ് ചെയ്യേണ്ടി വന്നേനെ പല സ്റ്റേജിലും പല സിറ്റുവേഷൻസിലും. അല്ല, നമ്മൾ സ്റ്റാർട്ടപ്പേഴ്സിൻ്റെ കാര്യം പറയുന്നത്, ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഭയങ്കര കുറവായിരിക്കുമല്ലോ. അപ്പോൾ വലിയൊരു റിസ്ക് വരുമ്പം, അല്ലെങ്കിൽ ഒരു വലിയൊരു ചലഞ്ച് വരുമ്പം, അല്ലെങ്കിൽ വലിയൊരു വേസ്റ്റേജോ, അല്ലെങ്കിൽ പിന്നീട് നമ്മളെ ബിസിനസ്സിനെ അഫക്റ്റ് ചെയ്യുന്ന എന്തെങ്കിലും വരുമ്പം നമുക്കത് പിടിച്ച് നിൽക്കാനുള്ള ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഇല്ലയെന്നുണ്ടെങ്കിൽ അത് സ്റ്റാർട്ട് പൊളിഞ്ഞു പോകും. തുടക്കത്തിൽ തന്നെ നമ്മളൊരു സിസ്റ്റമാറ്റിക് ആയിട്ട് ബിൽഡായ സേഫാണ്. അതെ, ഇപ്പം ഒട്ടുമിക്ക എല്ലാ ബിസിനസ്സും, ജസ്റ്റ് ഫുഡ് ഇൻഡസ്ട്രി എന്നല്ല, ഒട്ടുമിക്ക എല്ലാ ബിസിനസ് എടുത്താലും സിസ്റ്റം ഇല്ലാത്തത് കൊണ്ട് ഇപ്പം നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ അതിൻ്റെ ഫൗണ്ടേഴ്സ് അവിടെ ഉണ്ടാവണം അല്ലേ. അവർക്കൊരു 2 ദിവസം മാറി നിൽക്കാനുള്ള ഒരു ഇതില്ല. കാരണം അവരില്ലെങ്കിൽ കഴിഞ്ഞു, അവിടുത്തെ കുറേ കാര്യങ്ങൾ മൊത്തം പോയിട്ടുണ്ടാവും. നമ്മൾ ആദ്യമേ സംസാരിച്ച പോലെ ചിലപ്പോൾ അടച്ചു പൂട്ടേണ്ട അവസ്ഥ വരാം. പക്ഷേ അവിടെ ഒരു സിസ്റ്റം ഉണ്ടെങ്കിൽ കുറച്ചും കൂടി കാര്യങ്ങളൊക്കെ സ്മൂത്തായിട്ട് റൺ ചെയ്യും. ഈവൻ അവരില്ലെങ്കിൽ, അവരുടെ പ്രസൻസ് അവിടെ ഇല്ലെങ്കിലും സിസ്റ്റമാറ്റിക് ആണെങ്കിൽ കുറച്ചും കൂടി എളുപ്പമായിരിക്കും ബിസിനസ് റൺ ചെയ്യാൻ. എനിക്ക് സ്റ്റാർട്ടിങ് തന്നെ ഒരു വിഷൻ ഉണ്ടായിരുന്നു. എന്താ വെച്ച് കഴിഞ്ഞാൽ ആരിലും ഡിപ്പെൻഡ് ആവരുത് എൻ്റെ ബിസിനസ്. എന്താ വെച്ചാൽ എൻ്റെ ബിസിനസ് എക്സ്പാൻഡ് ചെയ്യാനാണല്ലോ ഞാൻ പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ പ്രസൻസ് എല്ലാവിടെ ഉണ്ടാവില്ല. അപ്പോൾ ആ ഒരു രീതിയിലേക്കാണ് എൻ്റെ ബിസിനസ്സിനെ ഞാൻ വളർത്തിയെടുക്കുന്നത്. അപ്പോൾ സിസ്റ്റമാറ്റിക് ആക്കിയേ പറ്റൂ. എൻ്റെ കുറവോ അല്ലെങ്കിൽ എൻ്റെ ബിസിനസ് മൂവ് ചെയ്യാൻ വേറെ ആരുടെയും കുറവോ അതിനുള്ളിൽ കാണിക്കാൻ പാടില്ല. ആരോടും ബിസിനസ് ആർക്കും സിമ്പിളി മൂവ് ചെയ്യാൻ പറ്റണം. എപ്പോഴും കോൺഫിഡൻസിൽ പറയുന്നു, ഒരു 3ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾക്ക് പോലും എൻ്റെ ഫ്രാഞ്ചൈസി ആണെങ്കിലും അല്ലെങ്കിൽ എൻ്റെ കുക്കിംഗ് മെത്തേഡാണെങ്കിലും നമ്മൾ ഫുഡ് സെർവ് ചെയ്യുന്ന രീതിയാണെങ്കിലും ആ രീതിയിലേക്ക് കൺവേർട്ട് ചെയ്തിട്ടുണ്ട്. അത്രയും പ്രൊഫഷണൽ ആയിട്ടുള്ള ഷെഫന്മാരെ വെച്ച് ഷെഡ്യൂൾ ചെയ്ത് പ്രിപ്പയർ ചെയ്തിട്ടാണ് നമ്മൾ ആ ഒരു ഔട്ടിലേക്ക് നമ്മുടെ പ്രൊഡക്ഷനിൽ എത്തിച്ചേക്കുന്നത്. സിസ്റ്റമാറ്റിക് ആയതുകൊണ്ട് അത് വർത്താണ്, ആ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് വർത്താണെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഞാൻ അവിടെ ഇല്ലെങ്കിലും പല റെസ്റ്റോറൻറ്റ് ഓണേഴ്സും ഈവൻ ബിസിനസ് ഓണേഴ്സ് എല്ലാവരും 1-2 ദിവസം മാറി നിൽക്കാൻ ഭയങ്കര വെറീഡ് ആവുക. പല പേഴ്സണായിട്ടുള്ള കാര്യങ്ങൾക്ക് എൻജോയ്മെൻറ്റ്സിന് പോലും മാറിക്കാൻ പറ്റുന്നില്ല. കാരണം 2 ദിവസം അടച്ചിട്ട് കഴിഞ്ഞാൽ 3-ാം ദിവസം അവരവിടെ ഇല്ലെങ്കിൽ ടോട്ടലി താളം തെറ്റുന്നൊരു സിറ്റുവേഷനാണ്. പക്ഷെ നമ്മളൊന്നുകൂടി സിസ്റ്റമാറ്റിക് ആക്കി പുതിയ ടെക്നോളജീസിനെ അക്സെപ്റ്റ് ചെയ്ത് അത് നമ്മുടെ ബിസിനസ്സിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇതൊക്കെ വലിയ റിസൾട്ട് നമുക്ക് തരുന്നത്. പലർക്കും അതിൻ്റെ സാധ്യതകൾ ഇതുവരെ മനസ്സിലായിട്ട് തുടങ്ങിയിട്ടില്ല എന്നാണോ അതോ മനസ്സിലായിട്ടും അത് അക്സെപ്റ്റ് ചെയ്യാനുള്ള ബുദ്ധിമുട്ട് കൊണ്ടാണോ എന്നും അറിയില്ല. പലരും യൂസ് ചെയ്യുന്നില്ല. ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. ഞാൻ അതിൽ സാറ്റിസ്ഫൈഡ് ആണ്. ഇപ്പം അതുലിൻ്റെ അടുത്ത് ആദ്യമേ സംസാരിക്കുന്ന സമയത്താണെങ്കിലും ഫ്രാഞ്ചൈസി കൊടുക്കുന്നതിൻ്റെ കാര്യം പറഞ്ഞു. അപ്പോൾ എനിക്ക് ആദ്യമേ ഒരു ഭയങ്കര അതിശയമായിട്ട് തോന്നിയത് അതുൽ പറഞ്ഞൊരു കാര്യമാണ്. അതായത്
ഞാൻ എല്ലാവർക്കും ഫ്രാഞ്ചൈസി കൊടുക്കാറില്ല, സെലക്റ്റീവായിട്ടുള്ള ആൾക്കാർക്ക് മാത്രമേ ഫ്രാഞ്ചൈസി കൊടുക്കാറുള്ളൂ. അപ്പം ഞാൻ ഇങ്ങനെ ചിന്തിച്ചു എന്തുകൊണ്ട് ഫ്രാഞ്ചൈസി കൊടുക്കുന്നില്ല. ആക്ച്വലി ഒരു ബ്രാൻഡ് ബിൽഡ് ചെയ്തെടുത്താൽ ഡെഫിനറ്റ്ലി നമ്മൾ പിന്നീട് അതിൻ്റെ എക്സ്പാൻഷനിൽ കുറച്ചും കൂടി ഈസി ആണല്ലോ നമ്മൾ ഫ്രാഞ്ചൈസി കൊടുക്കുമ്പോൾ. പിന്നീട് അതിനെ പറ്റിയിട്ട് ഇങ്ങനെ ആലോചിച്ച് അതിനെ പറ്റിയിട്ട് ഇങ്ങനെ പഠിക്കാൻ ശ്രമിച്ചപ്പോഴാണ് എനിക്ക് മനസ്സിലായത് അതിൻ്റെ പിന്നാലെ കുറേ റിസ്ക് ഫാക്ടർ ഉണ്ട്. അതായത് ഇപ്പം ഒരു ഫ്രാഞ്ചൈസി കൊടുക്കുമ്പോൾ അപ്പുറത്തെ സൈഡിൽ അത് ഏറ്റെടുക്കുന്ന ആളുടെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും തരത്തിലുള്ള വീഴ്ച പറ്റി കഴിഞ്ഞാൽ അത് ബാധിക്കുന്നത് ഒരിക്കലും അവരെ ആയിരിക്കില്ല, അത് ഡയറക്റ്റ്ലി ബാധിക്കുന്ന അതിൻ്റെ ഫൗണ്ടേഴ്സിനെ ആയിരിക്കും. അതൊരു വലിയൊരു റിസ്ക് ഫാക്ടറാണെന്ന് എനിക്കപ്പോൾ മനസ്സിലായി. അപ്പോൾ മേ ബി അത് തന്നെ ആയിരിക്കും അതിൻ്റെ ഒരു റീസണും അല്ലേ. അത് മാത്രമല്ല, എൻ്റെ ബ്രാൻഡിനെ ഞാൻ കാണുന്നത് എനിക്ക് അത്രയും സ്പെഷ്യലായിട്ടുള്ള ഒരിതായിട്ടാണ്. ജസ്റ്റ് ഒരു വരുമാനം ഉണ്ടാക്കാനുള്ളൊരു സോഴ്സ് എന്നതിലുപരി എനിക്ക് എൻ്റെ ബ്രാൻഡിനോട് പേഴ്സണലി ഭയങ്കര കമ്മിറ്റ്മെൻറ്റാണ്. ഞാൻ ചില വീഡിയോസിലൊക്കെ പറയാറുണ്ട് എൻ്റെ കുട്ടീനെ പോലെയാണ് എൻ്റെ ബ്രാൻഡ് എന്നൊക്കെ. എനിക്കങ്ങനെ തന്നെയാണ്. കാരണം ഞാൻ അങ്ങനെയാണ് എൻ്റെ ബ്രാൻഡിനെ കെയർ ചെയ്യുന്നത്, ഞാൻ അങ്ങനെയാണ് അത് കൊണ്ടു നടക്കുന്നത്. ബ്രാൻഡ് എക്സ്പാൻഡ് ചെയ്യണമെന്ന് എനിക്ക് വലിയ ആഗ്രഹം. പക്ഷേ ഈ ബ്രാൻഡ് വിറ്റ് ഒരുപാട് പൈസ ഉണ്ടാക്കുക, അല്ലെങ്കിൽ ഒരു 50 ഔട്ട്ലെറ്റ് ഒറ്റയടിക്ക് കൊടുത്തിട്ട് പെട്ടെന്ന് ഇത് എല്ലാവരും ഇതാക്കുക. നമ്മുടെ കുട്ടിയെ നോക്കും പോലെ വേറെ ആരെങ്കിലും നോക്കുമോ? അതിൽ നോക്കാൻ അത്രയും പാഷനേറ്റായിട്ട് വരുന്ന, അല്ലെങ്കിൽ അതിനോട് ഇഷ്ടവും അതിനോട് സ്നേഹമൊക്കെ കാണിക്കുന്ന ആൾക്കാരിൽ സെലക്റ്റീവായിട്ടുള്ള ആൾക്കാർക്ക് മാത്രമേ ഞാൻ ഫ്രാഞ്ചൈസി കൊടുക്കുന്നുള്ളൂ. ഞാനത് പറയുമ്പോൾ എനിക്ക് ഒത്തിരി കോൾസ് വരുന്നുണ്ട് ഫ്രാഞ്ചൈസി. ഞാനിത് പറയുമ്പോൾ പലരും എന്നെ അഹങ്കാരിയായിട്ട് കാണും. അപ്പം ഞാൻ എടുക്കുന്നതും ഒരു കാരണം വെച്ചാൽ നല്ലൊരു ഡിസിഷനാണ്. പലർക്കും ഇത് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ക്യാപ്പബിലിറ്റി, എലിജിബിലിറ്റി ഒന്നും ഉണ്ടാവില്ല. പെട്ടെന്ന് ഒരു വീഡിയോയിൽ കാണുന്ന പോലെയൊക്കെ സിമ്പിളാണ് എന്നുള്ള രീതിയിൽ ഇതിലേക്ക് ഒന്ന് ഇറങ്ങിത്തിരിക്കും. പിന്നെ അവരുടെ ഇൻവെസ്റ്റ്മെൻറ്റ് വേസ്റ്റ് ആവും, അവരുടെ ടൈം വേസ്റ്റ് ആവും, അവരെടുക്കുന്ന എഫേർട്ട് എല്ലാം വേസ്റ്റ് ആവും. അപ്പോൾ അതിനൊന്നും ആവശ്യമില്ല. ഓരോരുത്തർക്കും പറ്റുന്ന ഓരോരോ കഴിവുകളുണ്ട്. അപ്പം അതിനനുസരിച്ച് മാത്രം ഇതിലേക്ക് ഇറങ്ങുക. അപ്പം ഞാൻ അതുകൊണ്ടാണ് സെലക്റ്റീവായിട്ടുള്ള, നമുക്ക് അസോസിയേറ്റ് ചെയ്ത് മുന്നോട്ട് പോകാനുള്ള അത്രയും നമ്മളോട് കോപ്പറേറ്റ് ചെയ്യുന്ന ആൾക്കാരെ സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ എനിക്കതിൽ ഞാൻ അഹങ്കാരമായിട്ട് തോന്നുന്നെങ്കിലും ബാക്കിയുള്ളവർക്ക് തോന്നുന്നെങ്കിലും ഞാൻ ഓക്കെയാണ്. എൻ്റെ വിഷൻ ഇങ്ങനെയാണ്, ഞാൻ ഈ രീതിക്ക് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. എനിക്ക് 5 ഔട്ട്ലെറ്റ് തുടങ്ങുക, അല്ലെങ്കിൽ ഒരു 50 എണ്ണം വേണ്ട, 5 എണ്ണമെങ്കിൽ 5 എണ്ണം, 2 എണ്ണം നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യുക. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കൊടുക്കുന്ന സാധനം വൃത്തിക്ക് കൊടുക്കുക. കുറേ വിൽക്കണമെന്നൊന്നുമില്ല, കുറച്ച് കൊടുക്കുകയാണെങ്കിൽ വൃത്തിക്ക് കൊടുക്കുക. കുറേ ഫ്രാഞ്ചൈസി അവിടെ ഇവിടെയൊക്കെ വേണമെന്നില്ല. ഉള്ള സ്ഥലത്ത് വൃത്തിയായിട്ട് സ്റ്റാൻഡേർഡായിട്ട് കൊണ്ടുനടക്കുക, അതിനെ കെയർ ചെയ്യുക, അതിനെപ്പോഴും ട്രീറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ആ ഒരു ഔട്ട്ലെറ്റിലേക്ക് ആൾക്കാരെ ആകർഷിക്കുന്ന രീതിയിൽ എപ്പോഴും ഓണാവുക. അതിലൊക്കെ ഞാനിപ്പോൾ സാറ്റിസ്ഫൈഡ് ആണ്. ഞാൻ മുന്നോട്ട് പോകുന്ന രീതി അതാണ്. അതിൽ എന്നെ കൊളാബ് ചെയ്യുന്നവരെ, എന്നോട് ഫ്രാഞ്ചൈസി പ്രപ്പോസൽ നടത്തുന്നവരെ ഞാൻ ഇൻ്റർവ്യൂ ആയിട്ട് വിളിച്ച്, മീറ്റിങ്ങിനായിട്ട് വിളിച്ച് എൻ്റെ ഫ്രാഞ്ചൈസി എന്താണെന്നും ഈ ഇൻഡസ്ട്രി എന്താണെന്നും ഈ ഇൻഡസ്ട്രിയിലുള്ള റിസ്ക് ഫാക്ടേഴ്സ് എന്താണെന്നും ഇതിലേക്കുള്ള നെഗറ്റീവ്സും പോസിറ്റീവ്സും പറഞ്ഞ് ക്ലാസ് എടുത്ത് കൊടുത്ത്, എൻ്റെ പ്രൊഡക്റ്റിനെക്കുറിച്ചും എൻ്റെ ബ്രാൻഡിനെക്കുറിച്ചും എൻ്റെ ബിസിനസ്സിനെക്കുറിച്ചും ക്ലാസ് എടുത്ത് കൊടുത്ത് ഇതിൻ്റെ റിസ്ക് ഫാക്ടേഴ്സും മാർജിൻസും ക്ലാരിറ്റിയോടുകൂടി അവരെ ബോധ്യപ്പെടുത്തിയതിന് ശേഷമാണ് എൻ്റെ പ്രൊഡക്റ്റിന് ഇതാണ് തുക എന്ന് വരെ ഞാൻ പറയുള്ളൂ. ഒരിക്കലും ഞാൻ എൻ്റെ പ്രൊഡക്റ്റ് അല്ലെങ്കിൽ എൻ്റെ ബിസിനസ്സിനെ വേറൊരു കച്ചവടം മാത്രമായിട്ട് കൺസിഡർ ചെയ്യാൻ ഞാൻ തയ്യാറല്ല. ഭയങ്കര കമ്മിറ്റ്മെൻ്റ് ഉണ്ട് എനിക്ക് എൻ്റെ ബ്രാൻഡിനോട്. അതുകൊണ്ടൊക്കെയാണ് ഞാൻ ഇപ്പോൾ അങ്ങനെ സേഫായിട്ട് മുന്നോട്ട് പോകുന്നത്. പതുക്കെ വളർന്നാൽ മതി, പക്ഷേ അത് സ്ട്രോങ് ആയിട്ട് വളരണം. എൻ്റെ ബേസ് എപ്പോഴും സ്ട്രോങ് ആവണം. ഇതൊക്കെ എൻ്റെ സ്റ്റാർട്ടിങ് സ്റ്റേജ്. അപ്പോൾ എൻ്റെ ബേസ് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുക. ഇപ്പം ഡെഫിനറ്റ്ലി ഇപ്പം മോമോ ബഗിൽ ഇപ്പോൾ കറൻ്റ്ലി എത്ര സ്റ്റാഫ്സ് ഉണ്ട്? കറൻ്റ്ലി ഒരു ഔട്ട്ലെറ്റിൽ ഡിപ്പെൻസ് ഓൺ ഔട്ട്ലെറ്റ്സ് ആണ്. ഒരു ഔട്ട്ലെറ്റിൽ ശരിക്കും 3 ആളെ വേണ്ടുള്ളൂ. പക്ഷേ ക്രൗഡ് നമുക്ക് ഒരു 4, 5, 6 പേരൊക്കെ വേണ്ടി വരാറുണ്ട്. ഇപ്പോൾ മുമ്പേ പറഞ്ഞല്ലോ ഷെഫ്ലെസ് ആണെന്ന്. അപ്പം സ്റ്റാഫിന് ആക്ച്വലി എന്ത് കൈൻഡ് ഓഫ് വർക്ക്സ് ആയിരിക്കും അപ്പോൾ അവിടെ വരിക? നമ്മുടെ എല്ലാം നമുക്ക് ഓൾറെഡി പ്രിപ്പയർഡ് ആയിട്ടുള്ള പ്രീ മിക്സസ് ഉണ്ടായിരിക്കും. നമ്മുടെ ഐറ്റംസ് കറക്റ്റായിട്ട് പ്രോപ്പർ പാക്കിങ്ങിലുണ്ടായിരിക്കും. അതൊക്കെ പ്രോപ്പറായിട്ട് കുക്ക് ചെയ്യുക, അതിനവർക്ക് വേണ്ട ട്രെയിനിങ്സ് നമ്മൾ പ്രൊവൈഡ് ചെയ്യും. ഇപ്പോൾ എത്ര മിനിറ്റ്, എങ്ങനെയാണ്, ഏത് രീതിയിലാണ്, എങ്ങനെ ചെയ്യണം, എത്ര മിനിറ്റ് കുക്കാവണം, ഏത് രീതിയിൽ മിക്സ് ചെയ്യണം, അല്ലെങ്കിൽ എത്ര ml, അല്ലെങ്കിൽ ഏത് രീതി, എത്ര ടെമ്പറേച്ചറിൽ എത്ര നേരം മിക്സ് ചെയ്യണം എന്നുള്ള പ്രോപ്പറായിട്ട് കറക്റ്റ് SOP കൊടുക്കും. ഡീറ്റെയിൽഡ് ഉള്ള SOP കൊടുക്കും. SOP നമുക്ക് നമ്മുടെ എല്ലാ പ്രൊഡക്റ്റിലും SOP കൊടുത്തു കഴിഞ്ഞാൽ ഭയങ്കര ഹെൽപ്ഫുള്ളാണ്. ഇപ്പം എൻ്റെ ഒരു പ്രൊഡക്റ്റ് എങ്ങനെ ഉണ്ടാക്കണം എന്നുള്ളത്, ആ പ്രൊഡക്റ്റ് എങ്ങനെ മാനുഫാക്ചർ ചെയ്യുക എന്നുള്ളതിൽ SOP വലിയൊരു പങ്ക് വഹിക്കുന്നുണ്ട്. അത് പ്രൊഫഷണൽ ഷെഫിനെ വെച്ച് ഷെഡ്യൂൾ ചെയ്തിട്ടുള്ളൊരു SOP ആയതുകൊണ്ട് തന്നെ ഭയങ്കര സേഫ്റ്റിയാണ്. ആ ടീച്ചിൽ ഞങ്ങൾ ഭയങ്കര സാറ്റിസ്ഫൈഡ് ആണ്. അത് നമുക്ക് നമ്മുടെ എങ്ങനെ പ്രൊഡക്റ്റ് നമുക്ക് എങ്ങനെ കുക്ക് ചെയ്യണം, എത്ര മിനിറ്റ് കുക്ക് ചെയ്യണം, ഏത് രീതിയിലാണ് കുക്ക് ചെയ്യേണ്ടത്, ഏത് പാത്രം യൂസ് ചെയ്ത് കുക്ക് ചെയ്യണം, അല്ലെങ്കിൽ ഏത് സോസ് എത്ര നേരം മിക്സ് ചെയ്യണം, അതിൽ എത്ര ml എന്ത് ആഡ് ചെയ്യണം, ഏത് പൗഡർ എത്ര ഗ്രാം ആഡ് ചെയ്യണം, അതിൽ യൂസ് ചെയ്യേണ്ട സ്പൂൺ ഏതാണെന്ന് വരെ പ്രൊഫഷണലി ബിൽഡായിട്ട് SOP സ്ട്രക്ചറുണ്ട്. ഒരു ഫ്രാഞ്ചൈസി ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ കൊടുക്കുമ്പോൾ ഒരു ആസ് എ ബ്രാൻഡ് ഓണർ അവർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്?
ബേസിക്കലി ഫ്രാഞ്ചൈസി എന്ന് പറയുമ്പോൾ നമ്മളൊരു പാർട്ട്ണറെ ഇൻവൈറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഒരു പാർട്ട്ണറെ സെലക്റ്റീവായിട്ട് നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റണം. ക്വാളിറ്റി ഉള്ള, ഫിനാൻഷ്യലി നമുക്ക് ഇങ്ങോട്ട് സപ്പോർട്ട് ചെയ്യും എന്നുള്ളതിനേക്കാൾ കൂടുതൽ പൈസ ഇറക്കുന്നുള്ളതിനേക്കാൾ ബോധേഡായിരിക്കണം നമ്മൾ അവരുമായിട്ടുള്ള മിങ്കിളിങ്, കൊളാബറേഷൻ, അസോസിയേഷൻ എല്ലാം. നമ്മൾ അവരുമായിട്ടുള്ള കറക്റ്റ് അസോസിയേഷനിൽ പോയാൽ മാത്രമാണ് നമ്മുടെ ബ്രാൻഡിൽ നമ്മൾ ഒരു സ്ഥലത്ത് പ്രൊവൈഡ് ചെയ്യുന്ന അതേ ക്വാളിറ്റിയും സ്ട്രക്ചേഴ്സും എല്ലാം നമ്മുടേതായിട്ടുള്ള സ്പെഷ്യൽ ഐഡൻറ്റിറ്റീസൊക്കെ എല്ലാ ഔട്ട്ലെറ്റ്സിലും പ്രൊജക്റ്റ് ആവണം. അപ്പോൾ ആ രീതിയിൽ വേണമെന്നുണ്ടെങ്കിൽ അവരും അത് മെയിൻറ്റെയിൻ ചെയ്യാൻ തയ്യാറാവണം. അവർക്കതിനെക്കുറിച്ച് ബോധേഡായിരിക്കണം, ഒരു പാഷനേറ്റ് ആയിരിക്കണം. നമ്മുടെ ബിസിനസ്സിനെ നമ്മൾ കെയർ ചെയ്യുന്ന പോലെ, ലവ് ചെയ്യുന്ന പോലെ അവരും ചെയ്യണം. അപ്പോൾ സെലക്റ്റീവായിട്ടുള്ള ആൾക്കാരെ അതിന് വേണ്ട കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി അതിനെക്കുറിച്ച് പ്രിപ്പയർ ചെയ്തെടുക്കുക എന്നുള്ളതാണ് മെയിൻലി ഞാൻ ഫോളോ ചെയ്യുന്ന കാര്യങ്ങൾ. പൈസ ഉണ്ടാക്കുക എന്നുള്ളതിലുപരി ഇതിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പം അത്രയും കെയർ ചെയ്ത് കഴിഞ്ഞാൽ ഈ ബിസിനസ് നമ്മളെ വേറെ ലെവലിലെത്തിക്കും. എക്സാമ്പിളാണ് ഞാൻ, എൻ്റെ ഫ്രാഞ്ചൈസി ഓണേഴ്സ് എല്ലാവരും ഹാപ്പിയാണ്. ഇതേപോലെ ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യമാണ്, ലൈക്ക് സ്റ്റാഫിൻ്റെ ഇടയ്ക്ക് ഒരു ഒരു സാലറി സിസ്റ്റം, ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു സാലറി സിസ്റ്റം, അതെന്താ സംഭവം? ഞാൻ സ്റ്റാഫ് എന്ന് പറയുന്നത് ഞാൻ എൻ്റെ ബ്രാൻഡിൻ്റെ വലിയൊരു പ്രത്യേകത. എൻ്റെ ബ്രാൻഡിൽ ഇപ്പോഴും എൻ്റെ ബ്രാൻഡിൻ്റെ അടിത്തറ ഞാൻ സ്ട്രോങ് എന്ന് പറയാൻ കാരണം എല്ലാവരും പറയും എൻ്റെ കൂടെയുള്ള പിള്ളേർ ഭയങ്കര സ്ട്രോങ്ങാണ്, ഭയങ്കര രസമാണ്, ഭയങ്കര ഒത്തൊരുമയാണ്, ഭയങ്കര കോർഡിനേഷനാന്ന് പറയും. എല്ലാവരും യങ്സ്റ്റേഴ്സാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എൻ്റെ ഫ്രണ്ട്സിനെ പോലെ, അല്ലെങ്കിൽ ഞാൻ അത്രയും കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കൂടെ നിന്ന് എൻ്റെ കൂടപ്പറപ്പിനെ പോലെ എല്ലാവരും കൊണ്ടുനടക്കുന്നത്. കടയിൽ വർക്ക് ചെയ്യുന്ന എല്ലാ സ്റ്റാഫും ഭയങ്കര ഹാപ്പിയാണ്. എൻ്റെ വിഷൻ എന്താണെന്ന് പല സ്റ്റാഫുകൾ ഇട്ടിട്ട് പോകാനുള്ള റീസൺ, അല്ലെങ്കിൽ പല സ്റ്റാഫുകൾക്കും ഓൺ ബിസിനസ്സിൽ അവർ ചെയ്യുന്ന പണിയിൽ, ആ ബിസിനസ്സിൽ ഇനി മുന്നോട്ടുള്ള എന്താണെന്ന്, ഇതെവിടെ എത്തും, എങ്ങനെ എത്തും, ആ ബിസിനസ് എന്താണെന്ന് പോലും പലർക്കും അറിയില്ല. അപ്പം ഞാൻ ചെയ്ത കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഞാൻ എൻ്റെ സ്റ്റാഫിനെയൊക്കെ മുന്നോട്ട് ഞാൻ എങ്ങനെയാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്, എൻ്റെ വിഷൻ എന്താണ്, എൻ്റെ ടാർഗറ്റ് എന്താണ്, ഞാൻ ഏതിലേക്കാണ് എത്താൻ പോകുന്നത് എന്ന് എനിക്ക് മനസ്സിലായതിനേക്കാൾ കൂടുതൽ എൻ്റെ സ്റ്റാഫുകൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നുണ്ട്. നമ്മളിവിടെയാണ് എത്താൻ പോകുന്നത് എന്നുള്ളൊരു കാര്യം ഞാൻ എൻ്റെ ഓരോ സ്റ്റാഫെന്ന് വിളിക്കാൻ തന്നെ എനിക്കിഷ്ടമല്ല സത്യം പറഞ്ഞു. അപ്പോൾ എൻ്റെ കൂടെ നിൽക്കുന്ന എൻ്റെ ഓരോ പിള്ളേർക്കും ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നുണ്ട്. അവരത്രത്തോളം അപ്പോൾ അതിനോട് ഡെഡിക്കേറ്റഡ് ആവും. അവർ ചെയ്യുന്ന ഓരോ വർക്കും ഒന്നുകൂടെ എനർജറ്റിക് ആവും. ഇപ്പം എത്ര തിരക്ക് വന്നാലും ഒരു ജോലി എന്നുള്ളതിനുപരി അവർക്ക് ചെയ്യേണ്ട റെസ്പോൺസിബിലിറ്റി എന്നുള്ള രീതിയിൽ അവർ വർക്ക് ചെയ്യുമ്പോഴാണ് എൻ്റെ ബ്രാൻഡ് സക്സസ്ഫുൾ ആവുന്നത്. നേരത്തെ പറഞ്ഞ പോലെ സിസ്റ്റമാറ്റിക് ആക്കുക എന്നുള്ളൊരു പരിധി വരെ, ബാക്കിയുള്ളതെല്ലാം നമുക്ക് എംപ്ലോയീസിനെ കൊണ്ടുവരുമ്പം അവർക്ക് ഇമോഷണൽ കമ്മിറ്റ്മെൻറ്റ്സ് ബ്രാൻഡായിട്ട് വേണം. എന്നാൽ മാത്രമാണ് ഇപ്പം അവരുടെ എന്നുള്ള രീതിയിൽ അവർ വർക്ക് ചെയ്യുക. എന്തിനോടും ഒരു കെയർ കൊടുക്കുമ്പോഴാണെങ്കിലും ഒക്കെ അവരുടെ എന്നുള്ള കമ്മിറ്റ്മെൻറ്റിൽ വർക്ക് ചെയ്യണമെങ്കിൽ അവർ ഹാപ്പി ആയിരിക്കണം. അവർ നമ്മുടെ വിഷനിൽ 100% കോൺഫിഡൻ്റ് ആയിരിക്കണം, വിശ്വാസം ഉണ്ടായിരിക്കണം നമ്മളെ. ഞാനിവിടെ എത്തിക്കും എന്നുള്ള വിശ്വാസമാണ് എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന എൻ്റെ എംപ്ലോയീസിൻ്റെ ഒക്കെ ധൈര്യം അതാണ്, അവർ ഫാമിലിയുടെ ധൈര്യം അതാണ്. സോ എങ്ങനെയാണ് ഒരു ഇൻകം ജനറേറ്റ് ചെയ്യേണ്ടത്, ആ മണി എങ്ങനെ യൂസ് ചെയ്യണം എന്നൊക്കെ ഞാൻ നല്ല രീതിയിൽ വ്യക്തമായിട്ട് ഓരോരുത്തർക്കും പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു ഭാഗമാണ്. ഇപ്പം അവരൊക്കെ ഏജ് എന്ന് പറയുക യങ്സ്റ്റേഴ്സ് അല്ലേ, നമുക്ക് പൈസ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് പലർക്കും അറിയില്ല. എല്ലാവർക്കും പൈസ ഉപയോഗിക്കാൻ അറിയാം, എത്ര കൊടുത്താൽ എത്ര അത് കിട്ടും അതറിയാം. അതല്ല പൈസ ഉപയോഗിക്കാൻ വ്യക്തമായി അറിയണം, അത് പഠിക്കണം. അത് പഠിക്കാൻ വേണ്ടി ഇപ്പോൾ അവർക്ക് അതിനുള്ള ഒരു മെച്യൂരിറ്റി ഇല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ പഠിച്ച എൻ്റെ അറിവിലെ കാര്യങ്ങൾ ഞാൻ അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കും. ഇന്ന പൈസ ഈ രീതിയിൽ വേണം സോഴ്സ് ചെയ്യാൻ, അല്ലെങ്കിൽ ഇങ്ങനെ ഉണ്ടാക്കണം, ഈ ഹാർഡ് വർക്ക് ചെയ്തിട്ട് വേണം ഉണ്ടാക്കുക, അതിൻ്റെ വാല്യൂ അപ്പോൾ മനസ്സിലാവും. അപ്പോൾ അങ്ങനെ സോഴ്സ് ചെയ്യുന്ന പൈസ നമ്മൾ എങ്ങനെയൊക്കെ ഇൻവെസ്റ്റ് ചെയ്യണം, എങ്ങനെയൊക്കെ യൂസ് ചെയ്യണം, എവിടെയൊക്കെയാണ് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യേണ്ടത്, സിമ്പിളി തുടങ്ങുന്ന ഇൻവെസ്റ്റ്മെൻറ്റ്സ് എന്തൊക്കെയാണെന്നൊക്കെ വ്യക്തമായിട്ട് പറഞ്ഞു കൊടുക്കും. പ്രോപ്പറായിട്ടുള്ള സാലറി ഉണ്ട്. സാലറി എന്നുള്ളതിനുപരി നമുക്ക് ഭയങ്കര കമ്മിറ്റ്മെൻറ്റ് അവരോട്. അപ്പോൾ അതിനുപരി നമുക്ക് എന്ത് ഇമോഷണൽ അറ്റാച്ച്മെൻറ്റ് ഉണ്ടെങ്കിലും അതിനനുസരിച്ച് നമ്മൾ കെയർ ചെയ്യും, ട്രീറ്റ് ചെയ്യും. സാലറീനെ പുറമേ ഒരു എമൗണ്ട് ഉണ്ട്. പഴയ നമുക്ക് മുൻപൊക്കെ ഉള്ള പല കമ്പനീസിലൊക്കെ ഉള്ള സിസ്റ്റമാണ് സാലറി കട്ട് ചെയ്തിട്ട് സാലറി കൊടുക്കുക എന്നുള്ളത്. PF എന്നൊക്കെ പറയും അതിനെ. അപ്പം ആ ഒരു കോൺസെപ്റ്റിലേക്ക് ഞാൻ പോകുന്നില്ല. എന്താ വെച്ച് കഴിഞ്ഞാൽ എൻ്റെ കൂടെ വരുന്നവരെ പലരുടെയും സാമ്പത്തിക സാഹചര്യങ്ങളും അവരുടെ ഇപ്പോഴത്തെ സിറ്റുവേഷനൊക്കെ ഒരുപോലെ ആവണമെന്നില്ല. അപ്പോൾ അതുകൊണ്ട് അവരുടെയിലുള്ള പൈസ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ട് പിന്നീട് അവർക്ക് എടുത്തു കൊടുക്കുന്നതിൽ അർത്ഥമില്ല. അവർ സമ്പാദിച്ച പൈസ അവർക്ക് തന്നെ കിട്ടണമെങ്കിൽ ഒത്തിരി പ്രൊസീജിയേഴ്സാണ്, അതിലൊന്നും വലിയ താല്പര്യമില്ല. അപ്പം ഞാൻ ഉണ്ടാക്കിയിട്ടുള്ള ഒരു സിസ്റ്റമാണ് എൻ്റെ സ്റ്റാഫിൻ്റെ ഫാമിലി ഗ്രോത്തിന് വേണ്ടിയിട്ട്. ഫാമാണ് നമ്മുടെ അടിത്തറ, ബേസ്. ഇതെല്ലാവരും നോക്കണമെന്നില്ല. അപ്പോൾ ആ ഒരു ബേസിന് വേണ്ടിയിട്ട് നമ്മൾ പ്രോപ്പറായിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ്സ് അവരുടെ സാലറീനെ പുറമെ അഡീഷണലായിട്ട് ചെയ്യുന്നുണ്ട്. എൻ്റെ ബ്രാൻഡിനോട് ഇത്ര കമ്മിറ്റ്മെൻറ്റഡ് ആയി ഒരു എംപ്ലോയിക്ക് എന്നുള്ള സമയത്ത് ഞാൻ അത് റിവീൽ ചെയ്യും. അവർക്കതൊരു കോംപ്ലിമെൻ്ററി ആയിട്ട് ഞാൻ ആ എമൗണ്ട് ആയിട്ടോ ഒരു പ്രൊഡക്റ്റായിട്ടോ അവർക്ക് വേണ്ടത് എന്താണോ, അല്ലെങ്കിൽ ഇപ്പോൾ അവരെന്തിനാണോ നീഡ്, അല്ലെങ്കിൽ ബേസിക്കലി അവൻ എന്ത് വേണം അത് ചെയ്തു കൊടുക്കുന്നുണ്ട്.
അപ്പം അത് കൂടുതലാണ് എന്നോട് ഇമോഷണൽ അറ്റാച്ച്മെൻറ്റ് വരാനും എൻ്റെ ബ്രാൻഡിനോട് കൂടുതൽ കമ്മിറ്റ്മെൻറ്റ് വരാനും ഈ ബ്രാൻഡിലൂടെ അവൻ വളരുന്നുണ്ട്, അവൻ്റെ ഫാമിലി വളരുന്നുണ്ട് എന്ന് ഒരു വീട്ടുകാരെ ബോധിപ്പിക്കാനും അത് പറ്റുന്നുണ്ട്. അപ്പം എല്ലാവരും ഹാപ്പി ആക്കാന്നുള്ള ചെയ്യുന്നത്, ഞാൻ ഹാപ്പി ആക്കുന്നുണ്ട്, ഈ സിസ്റ്റം എന്നെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഒരു 19 വയസ്സുകാരൻ തുടങ്ങിയ ഒരു ബ്രാൻഡ്, അതും ഒരു തൃശ്ശൂരിൻ്റെ ഉള്ളോട്ടുള്ളൊരു ഭാഗം, അതും ഈ ഒരു ഫുഡ് കൾച്ചറോ അല്ലെങ്കിൽ നൈറ്റ് ലൈഫോ അധികം പരിചയമില്ലാത്ത ഒരു ഏരിയ. ഡെഫിനറ്റ്ലി ആ ഒരു ബ്രാൻഡിനെ പൊക്കിക്കൊണ്ട് വരണമെങ്കിൽ ഒരുപാട് മാർക്കറ്റിങ്ങിൻ്റെ ആവശ്യമുണ്ടല്ലോ. ഈ ഇനിഷ്യൽ സ്റ്റേജിൽ എങ്ങനെയാണ് അതൊക്കെ ചെയ്തിരുന്നത്? ഈ ബിസിനസ്സിലേക്ക് ഇറങ്ങിയതിന് ശേഷമാണ് എനിക്ക് ഈ മാർക്കറ്റിങ്ങിൻ്റെ അത്രയും വലിയൊരു അതിൻ്റെ സ്ഥാനം ബിസിനസ്സിനുണ്ട് എന്നുള്ളത് എനിക്ക് മനസ്സിലാക്കിയത് ഈ ബിസിനസ്സിലോട്ട് ഇറങ്ങിയതിന് ശേഷം. അപ്പം ഇതെങ്ങനെയും മാർക്കറ്റ് ചെയ്യണം, പരസ്യം ചെയ്ത ആൾക്കാരിലേക്ക് എത്തിച്ചാൽ മാത്രമേ എൻ്റെ ബിസിനസ് ആൾക്കാർ അറിയുള്ളൂ. അപ്പം ചെയ്തേ പറ്റൂ, അതിൻ്റെ ഒരു ബേസാണ്. അപ്പം അങ്ങനെ ഞാനും ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ ഡിജിറ്റൽ മാർക്കറ്റിംഗാണ് സെലക്ട് ചെയ്തത്. ഡിജിറ്റൽ മാർക്കറ്റിംഗാണ് കറൻ്റ്ലി യൂസ് ചെയ്യുന്നതും അത് തന്നെയാണ്. എൻ്റെ ഫ്രണ്ട്സൊക്കെ എനിക്ക് ഭയങ്കര സപ്പോർട്ടീവാണ്. എൻ്റെ കൂടെ നിൽക്കുന്ന കുറച്ച് കൂടപ്പിറപ്പുകൾ പോലെ കുറച്ച് ഫ്രണ്ട്സുണ്ട്. അപ്പോൾ അവരൊക്കെ എന്നെ ഈ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ടീമായിട്ടാണെങ്കിലും, ഇപ്പോൾ ഞങ്ങൾ ഈ കണ്ടൻസ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് വേയിലൂടെ പുറത്തെത്തിക്കുന്ന രീതിയാണെങ്കിലും അതിലൊക്കെ ഞങ്ങൾ പുതിയ പുതിയ കണ്ടൻസ് കൊണ്ടുവരാൻ തുടങ്ങി. അതെ, അതൊക്കെ യൂസ് ചെയ്തിട്ടാണ് ഞാനും ചെയ്തത്. അപ്പം സ്റ്റാർട്ടിങ് സ്റ്റേജിൽ പരസ്യത്തിന് വേണ്ടി വലിയൊരു ഇൻവെസ്റ്റ്മെൻറ്റ് ഇറക്കുക എന്ന് പറഞ്ഞാൽ അത് ഒട്ടും നമുക്ക് ചെയ്യാൻ പറ്റില്ല. അങ്ങനത്തെ ഒരു ഇനീഷ്യൽ സ്റ്റേജ് ആണല്ലോ. ആ ഇനീഷ്യൽ സ്റ്റേജിൽ മാർക്കറ്റിലേക്ക് പൈസ ഇറക്കാൻ എനിക്ക് ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു, ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് പൈസ ചിലവില്ലാതെ നമുക്ക് സോഷ്യൽ മീഡിയ യൂസ് ചെയ്തിട്ടും ഇത് നമ്മുടെ പുറത്തേക്ക് എത്തിക്കാൻ പറ്റും എന്നുള്ള ഓപ്ഷൻസ് ഇപ്പോൾ ഇൻസ്റ്റാഗ്രാം, FB, റീൽസൊക്കെ അതിനെ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഭയങ്കരമായിട്ട് ഞാൻ എന്നെ തന്നെ മാർക്കറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. എൻ്റെ ബ്രാൻഡിൻ്റെ ഒപ്പം അതുൽ എന്ന ഓൺട്രപ്രണറെ, എന്നെ തന്നെ ഞാൻ മാർക്കറ്റ് ചെയ്യുന്നുണ്ട്. അതെ, പേഴ്സണൽ ബ്രാൻഡിങ് ഞാൻ ചെയ്യുന്നുണ്ട്. പല ആൾക്കാരും അത് വേറെ രീതിയിലൊക്കെ കാണും, പക്ഷേ പേഴ്സണൽ ബ്രാൻഡിങ്ങിൻ്റെ ഇമ്പോർട്ടൻസ് ഞാൻ ഇത് യൂസ് ചെയ്ത് തുടങ്ങിയതിന് ശേഷമാണ് എനിക്ക് മനസ്സിലായത്. അത്രയും വലിയൊരു റിസൾട്ട് നമുക്ക് പേഴ്സണൽ ബ്രാൻഡിങ് ഉണ്ടാക്കി തരുന്നുണ്ട്. നമ്മുടെ ബ്രാൻഡ് ഡെവലപ്പ് ചെയ്യുന്നതോടൊപ്പം നമ്മളും കൂടി ഡെവലപ്പ് ആവുന്നുണ്ട്. ഈ നല്ല റിസൾട്ടാണ് എനിക്ക് ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൽ കിട്ടുന്നത്. പിന്നെ ഞങ്ങൾ ട്രഡീഷണൽ മാർക്കറ്റിംഗ് വേ കൂടി യൂസ് ചെയ്യുന്നുണ്ട്. ട്രഡീഷണൽ മാർക്കറ്റിംഗ് രീതി ചെയ്തു എന്നത് ഡിജിറ്റൽ മാർക്കറ്റിങ്ങിലൂടെ ഓഡിയൻസിലേക്ക് എത്തിക്കുന്നുണ്ട്. ട്രഡീഷണൽ വേ എന്ന് പറയുമ്പോൾ ട്രഡീഷണൽ വേ പഴയ രീതി, പോസ്റ്റേഴ്സ്, ബാനേഴ്സ്, ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്. നമ്മുടെ അടുത്തൊക്കെ തന്നെ നമ്മുടെ ലൊക്കാലിറ്റിയിൽ എങ്ങനെ അട്രാക്ട് ചെയ്യിക്കുന്നു എന്നുള്ളത്, ആ ഒരു അറ്റൻഷൻ അതിന് കിട്ടുന്നത് നമ്മൾ ക്യാപ്ചർ ചെയ്ത് വേറെ പരസ്യങ്ങളായിട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പം മോമോ ബഗ്ഗി സ്റ്റാർട്ട് ചെയ്തൊരു ലൊക്കേഷൻ ചൂസ് ചെയ്തപ്പം എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിച്ചിരുന്നു? വൈബിൾ ആണോ എന്ന് ഏതൊരു ബിസിനസ് തുടങ്ങുന്നതിന് മുമ്പ് നമ്മൾ ചിന്തിക്കണം. ആക്സസിബിൾ ആണോ എന്ന് ചിന്തിക്കണം. പെട്ടെന്ന് ആൾക്കാർക്ക് ഐഡൻറ്റിഫൈ ചെയ്യാനും ആൾക്കാർക്ക് പെട്ടെന്ന് നിന്ന് കയറാനും ഇറങ്ങാനും എല്ലാത്തിനും എളുപ്പമുള്ള, പെട്ടെന്ന് ശ്രദ്ധ നേടിയെടുക്കുന്ന ഒരു ലൊക്കേഷൻ ആവണം പുതിയ ഇനീഷ്യേറ്റീവായിട്ടുള്ള സ്റ്റാർട്ടപ്സ് തുടങ്ങുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പം അങ്ങനത്തെ ഒരു ലൊക്കേഷൻ ചേലക്കര. അപ്പം ബസ് സ്റ്റാൻഡിൽ നിന്ന് അടുത്തായിരുന്നു, കൂടുതൽ സ്റ്റുഡൻസ് ആക്സസ് ചെയ്യുന്ന ഏരിയ ആയിരുന്നു. ചേലക്കരയുടെ ഹൃദയഭാഗം എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അപ്പോൾ ആ ഒരു ലൊക്കേഷനിലാണ് കിട്ടിയത്. അപ്പോൾ അത് ആ നല്ലൊരു ലൊക്കേഷൻ ചൂസ് ചെയ്യുന്നതും എൻ്റെ സെയിൽ നന്നായിട്ട് എഫക്റ്റ് ചെയ്തിട്ടുണ്ട്. എനിക്ക് നല്ല രീതിയിലുള്ള റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. നല്ലൊരു ലൊക്കേഷനായിരുന്നു അത്. ഇപ്പം ഈ ഫുഡ് ഇൻഡസ്ട്രി ആയിക്കോട്ടെ, റെസ്റ്റോറൻ്റ് ഒക്കെ ആയിക്കോട്ടെ, ഈ പറയുന്ന ഫുഡ് ട്രക്കൊക്കെ കൂടുതലും ഫേമസ് ആയൊക്കെ തുടങ്ങിയത് ഈ പറയുന്ന സോഷ്യൽ മീഡിയ ത്രൂ ആണല്ലോ, ഫുഡ് വ്ളോഗേഴ്സ്. അപ്പോൾ ഇങ്ങനെ ഫുഡ് വ്ളോഗേഴ്സിനെയൊക്കെ വെച്ചിട്ട് ആദ്യമൊക്കെ ഇനീഷ്യൽ സ്റ്റേജിൽ ചെയ്തിട്ടുണ്ടായിരുന്നു? ഇനീഷ്യൽ സ്റ്റേജിൽ നമ്മളെ തന്നെ നമ്മുടെ ബ്രാൻഡിൻ്റെ ബേസിക്കലി ഉള്ള വീഡിയോസൊക്കെ ചെയ്തു തുടങ്ങി. ഞാൻ പറഞ്ഞല്ലോ, ഏതൊരു ബിസിനസ് തുടങ്ങുമ്പോഴും അതിൽ വലിയൊരു ഇൻവെസ്റ്റ്മെൻറ്റ് മാത്രം പ്രതീക്ഷിച്ച് ചെയ്യാം. നമുക്ക് സിമ്പിളായിട്ടും ചെയ്യാനുള്ള വഴികളുണ്ട്, നമ്മൾ തിരഞ്ഞെടുക്കണം എന്ന് മാത്രം. ഞാൻ സ്റ്റാർട്ടിങ് ചെയ്ത കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഇതുവരെ വന്നിട്ടുള്ള ജേണി, എനിക്ക് വന്നിട്ടുള്ള സ്ട്രഗിൾ, അല്ലെങ്കിൽ ഞാൻ ഇത് ചെയ്തെടുക്കാനുള്ള എഫേർട്ട്, എൻ്റെ ഇപ്പോഴത്തെ ഞാൻ എടുത്തിട്ടുള്ള എഫേർട്ടിലേക്കുള്ള ഔട്ട് ഇങ്ങനെയാണ്, അല്ലെങ്കിൽ ഈ റിസൾട്ടിൽ ഞാൻ എത്തി നിൽക്കുന്നുണ്ടെന്ന് ഞാൻ ആൾക്കാരെ കാണിച്ചിട്ട് അങ്ങനെ ആ ഒരു വേയിലൂടെ എൻ്റെ ബ്രാൻഡിന് ഒരു അറ്റൻഷൻ, ഒരു ഫോക്കസ് ഞാൻ കൊണ്ടുവന്നു. അപ്പോൾ ഒരു ഓഡിയൻസ് എനിക്ക് ക്രിയേറ്റായി, എനിക്ക് റീച്ച് ക്രിയേറ്റായി. ആ ക്രിയേറ്റ് ആയിട്ടുള്ള ഓഡിയൻസിൻ്റെയൊക്കെ ഉള്ളിലേക്ക് പിന്നെ ഞാൻ എൻ്റെ ബ്രാൻഡ് ഇറക്കി തുടങ്ങി. ഇതാണ് എൻ്റെ ബ്രാൻഡ്, ഇതാണ് ഞാൻ സെർവ് ചെയ്യുന്നത്, ഇതാണ് എൻ്റെ പ്രൊഡക്റ്റ്, അതാണ് എൻ്റെ സ്ട്രാറ്റജി. അങ്ങനെയാണ് ഞാൻ മൂവ് ചെയ്ത് വന്നത്, ഇപ്പം മൂവ് ഓൺ ചെയ്യുന്നത്. അത് നല്ലൊരു വേ ആയിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. ഇപ്പോൾ ഈ ഒരു ജനറേഷൻ, ഇപ്പം അതുലിൻ്റെയൊക്കെ ഏജിലുള്ള ആൾക്കാരുണ്ടാവും, മീൻസ് അതുലിൻ്റെ ഫ്രണ്ട്സ് ഡെഫിനറ്റ്ലി ഇതിലേക്ക് ഇറങ്ങുമ്പം ഒരുപാട് ആൾക്കാർ പറയുമല്ലോ. അപ്പോൾ അതുൽ ആദ്യമേ പറഞ്ഞതുപോലെ തന്നെ ഈ ഒരു ഏജ് എന്നൊക്കെ പറഞ്ഞാൽ കോളേജ് ലൈഫ് അല്ലേ, നമുക്ക് ആ ഒരു ലൈഫൊക്കെ എൻജോയ് ചെയ്ത് അടിച്ചു പൊളിച്ച് നടക്കേണ്ട ഒരു പ്രായമാണല്ലോ. ഡെഫിനറ്റ്ലി അതിലത് മിസ് ചെയ്തിട്ടും ഉണ്ടാവും. അപ്പോൾ ഡെഫിനറ്റ്ലി ഒരു കൂട്ടം ആൾക്കാർ അതിനെ വിമർശിച്ചിട്ടും ഉണ്ടാവും, പഠിക്കേണ്ട സമയമാണ് എന്നൊക്കെ പറഞ്ഞിട്ട്. അതിനെങ്ങനെയാണ് നേരിട്ടുകൊണ്ടിരുന്നത്?
എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ പാരൻസൊക്കെ ഒക്കെ ആയിരുന്നു, കുഴപ്പമില്ലായിരുന്നു. പക്ഷേ ഈ ചോദ്യം ഞാൻ എൻജോയ് ചെയ്യുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ കറൻ്റ്ലി 2K കിഡ്സിനെ എല്ലാവരും പേടിയോടും മിക്കവർക്കും പുച്ഛമാണ് 2K കിഡ്സിനെ. എന്തുകൊണ്ടാണെന്നറിയില്ല, പക്ഷേ നല്ലതും ചീത്തയും എല്ലാ ജനറേഷനിലും ഉണ്ട്. അതിൽ ഒരു പാർട്ട് ഓഫ് ദ ആൾക്കാർ മാത്രമാണ് മോശം എന്ന് പറയാനുള്ളതുള്ളത്. ബാക്കി എല്ലാവരും അതിൽ പെടുത്തുന്നത് ശരിയല്ല. ശരിക്കും ഈ 2K കിഡ്സ് തന്നെ ഇപ്പം നമുക്ക് നോക്കുകയാണെങ്കിൽ ചെറിയ ഏജിൽ തന്നെ ബിസിനസ് ഒക്കെ ബിൽഡ് ചെയ്ത് ബ്രാൻഡാക്കി മാറ്റി ഒരുപാട് സ്റ്റോറീസ് ഉണ്ട്. പക്ഷേ സ്റ്റിൽ ആൾക്കാർ ഫോക്കസ് ചെയ്യുന്ന ആ ഒരു നെഗറ്റീവ് പാർട്ടിലാണ്. പക്ഷെ നമ്മളെപ്പോലുള്ള ആൾക്കാരെന്ന് വെച്ച് കഴിഞ്ഞാൽ ടോട്ടലി പല വേയിലേക്ക് പോകാനുള്ള ഒരുപാട് ഓപ്ഷൻസ് ഉണ്ടായിട്ടും നമ്മൾ ഇതിലേക്ക് വേണ്ട എഫേർട്ട് ഇടുക, ആ ഒരു യങ് ഏജിൽ ഇതിലേക്ക് വേണ്ട എഫേർട്ട് ഇടുക എന്ന് പറയുന്നത് ചെറിയ വയസ്സിലൊരു സംരംഭം തുടങ്ങണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിക്ക് പറഞ്ഞാൽ മാത്രം മനസ്സിലാവുന്നൊരു കാര്യമാണ്. നമ്മൾ മെൻ്റലി അത്രയും പ്രിപ്പയർഡ് ആവണം. നല്ലൊരു ചിക്കൻ ബിരിയാണി മുമ്പിൽ ഇവിടെ നിന്നിട്ട് കഴിക്കാൻ പറ്റില്ല എന്ന് പറയുന്നൊരു അവസ്ഥ ഉണ്ടല്ലോ, അത് നമുക്ക് പിന്നീട് വേറെ എന്തെങ്കിലും ആവശ്യം ഉണ്ടായിരിക്കണം. അത് അത്രയും പ്രിപ്പയർഡ് ആയിരിക്കണം നമ്മൾ. അപ്പോൾ എൻ്റെ ബിസിനസ്സിലേക്ക് ഇറങ്ങുമ്പോൾ പലരും എൻ്റെ ഫ്രണ്ട് സർക്കിളിലുള്ളവരാണെങ്കിലും അല്ലെങ്കിൽ പുറത്തുള്ള എൻ്റെ കൂടെ പഠിച്ചവരൊക്കെ ഞാൻ ഈ ബിസിനസ്സിന് വേണ്ടി ഓടുമ്പോഴും കൂടുതൽ ഫാമിലിയുടെ ഉത്തരവാദിത്തങ്ങൾ തലയിൽ വെക്കുമ്പോഴും അത് മെയിൻറ്റെയിൻ ചെയ്ത് പോകുമ്പോഴും കൂടുതൽ ഉത്തരവാദിത്തങ്ങളിലേക്ക് ഇറങ്ങുമ്പോൾ ബിസി ആകുമ്പോഴൊക്കെ പലപ്പോഴും എന്നെ കണ്ടോ കാണാതെയോ മാറി മറിഞ്ഞൊക്കെ ഒരുപാട് എന്നെ കുറ്റം പറഞ്ഞവരുണ്ട്. ഞാനിപ്പോൾ എൻ്റെ വെറുതെ ടൈം സ്പോയിൽ ചെയ്യാണ്, നല്ല എൻജോയ് ചെയ്യേണ്ട സമയമാണ്. അവരൊക്കെ ടൂർ പോകുമ്പോൾ ജസ്റ്റ് ഇവിടെ അടുത്തൊക്കെ ടൂർ പോകുമ്പോൾ അവനെ ടൂർ വരാൻ പറ്റില്ലല്ലേ, അപ്പം അവൻ ഭയങ്കര വെറുതെ മിസ് ചെയ്ത് കളഞ്ഞു, എൻ്റെ ലൈഫ് പോയി, എൻ്റെ ലൈഫ് മിസ്സായിപ്പോയി. പക്ഷേ എനിക്കങ്ങനെ തോന്നുന്നില്ല. ഞാനിപ്പോൾ സ്വന്തമായിട്ടൊരു ബിസിനസ് തുടങ്ങി ആ ഇനീഷ്യൽ സ്റ്റേജിലുള്ളൊരു എഫേർട്ടും ആ ഒരു സ്ട്രഗിളും എനിക്കുണ്ടായിട്ടുള്ളൂ. എൻ്റെ ബിസിനസ് എന്നെ കൊണ്ടുവന്ന് എത്തിച്ചേക്കുന്നത് വേറെ ലെവലിലാണ്. ഞാൻ ചിന്തിച്ചതിൽ അപ്പുറമാണ് എൻ്റെ ബിസിനസ് എന്നെ കൊണ്ട് എത്തിച്ചേക്കുന്നത്. അത് ഞാൻ ബിസിനസ്സിന് കൊടുത്തിട്ടുള്ള കെയറും സ്നേഹവും എൻ്റെ എഫേർട്ടുമാണ്. ഇപ്പം ആ ബിസിനസ് എനിക്ക് റിട്ടേൺ തരുന്ന ഒരു ഇൻകം, എൻ്റെ ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്യാൻ എന്നെ ഹെൽപ്പ് ചെയ്യുന്നു. എനിക്കിഷ്ടപ്പെട്ട ഡ്രസ്സ് ഇടാം, എനിക്കിഷ്ടപ്പെട്ട ഫുഡ് കഴിക്കാം, എനിക്കിഷ്ടമുള്ള സ്ഥലത്തൊക്കെ പോവാം. എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പം അവരൊക്കെ എൻജോയ് ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ എനിക്ക് ഏറ്റവും മാക്സിമം ലെവൽ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുമോ, അല്ലെങ്കിൽ എനിക്ക് ഏറ്റവും നല്ലത് എന്താണോ അതെനിക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതിൽ ഞാൻ യോജിക്കുന്നില്ല. എന്താ വെച്ച് കഴിഞ്ഞാൽ പൈസ ഉണ്ടെങ്കിൽ ഒക്കെ നടക്കും. പൈസയുടെ എത്രത്തോളം പൈസ നമ്മുടെ ലൈഫിൽ വലിയൊരു ഫാക്ടറാണെന്ന് ഞാൻ ഇപ്പം വലിയ രീതിയിൽ മനസ്സിലാക്കി തുടങ്ങി. പൈസ ഉണ്ടെങ്കിൽ ഹാപ്പിനെസ് ഉണ്ടാവും. ശരിയാണത്. അതെ, ഇവിടെ എൻ്റെ ഒരു പേഴ്സ്പെക്റ്റീവ് ആണ് കേട്ടോ. പലരും ഇപ്പം പാരൻസിൻ്റെ കാര്യം എടുക്കാം. പലരും ഇപ്പോൾ ഒരു യങ് ഏജിൽ കുട്ടികളെ പുറത്ത് ജോലിക്കോ പാർട്ട് ടൈം ജോലിക്കോ ഒന്നും വിടത്തില്ല. അതിൽ ഒരു കൂട്ടം പാരൻസ് എന്ന് പറയുന്നത് സ്റ്റാറ്റസ്, ഫാമിലി സ്റ്റാറ്റസ് ഒക്കെ നോക്കിയിട്ട് വിടാതിരിക്കുന്ന ആൾക്കാരുണ്ട്. പക്ഷേ ഈ പറയുന്ന മാതിരി ഫാമിലീൻ്റെ സ്ട്രഗിളും അല്ലെങ്കിൽ ഫൈനാൻഷ്യൽ ഇഷ്യൂസും ഫൈനാൻഷ്യൽ സ്റ്റാറ്റസും മനസ്സിലാക്കി പുറത്ത് വർക്കിന് പോകുന്ന കുട്ടികളുണ്ട്. അപ്പോൾ അവിടെ ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം എന്ന് വെച്ചാൽ പാരൻസ് ശരിക്കും കുട്ടികളെ ഇത് അറിയിച്ച് വേണം വളർത്താൻ, അല്ലേ? ഇപ്പം ചെറിയ കുട്ടികളായിക്കോട്ടെ പാർട്ട് ടൈം ജോബിന് പോയി ഒരു 100 രൂപ അല്ലെങ്കിൽ ഒരു 1000 രൂപ ഉണ്ടാക്കാൻ അതിന് പിന്നിലുള്ള കഷ്ടപ്പാടുകൾ മനസ്സിലാക്കി വളർന്നൊരു കുട്ടിയാണെങ്കിൽ എനിക്ക് തോന്നുന്നു ഈ പറയുന്ന ഒരു ബാഡ് രീതിയിൽ അല്ലെങ്കിൽ ഒരു മോശപ്പെട്ട രീതിയിലേക്ക് കുട്ടികൾ പോകത്തില്ല, അല്ലേ? എല്ലാം അറിഞ്ഞ് വളർത്തുക എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അതെ അതെ അതെ. അപ്പം എന്താ വെച്ചാൽ 2K എല്ലാവരും ഇൻസൾട്ട് ചെയ്യുന്നതുകൊണ്ട് ഞാൻ പറയാം, അവരുടെ മാത്രം കുറ്റമല്ല, ടോട്ടൽ സൊസൈറ്റിയുടെ അടക്കമാണ്. ടോട്ടൽ സൊസൈറ്റി അവരെ ഷേപ്പ് ചെയ്തിരിക്കുന്നത് അങ്ങനെയാണ്. എന്താ വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും ഇപ്പം പാരൻസ് ഫീഡഡാണ്. പാരൻസ് അധികമായിട്ട് കൂടുതൽ ഇവരുടെ കാര്യത്തിൽ ഇതാക്കുന്നുണ്ട്. കുട്ടി എന്നുള്ള രീതിക്ക് ഓവർ കെയർ ചെയ്യുന്നുണ്ടോ എന്നൊരു സംശയം കൂടെയുണ്ട്. അവർക്കിത് എല്ലാം അവർ വിചാരിക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ അവർ ആലോചിക്കുന്ന രീതിയിൽ അവരെന്താണോ ആഗ്രഹിക്കുന്നത് അതുപോലെ എക്സ്ട്രീം ലെവലിൽ അവർക്ക് ഫീഡ് ചെയ്തിട്ടൊരു കാര്യമില്ല. ലാസ്റ്റ് അവരെ പഠിപ്പിച്ച് ഇപ്പം MBA മാസ്റ്റേഴ്സ് എന്തെടുത്തു കൊടുത്ത് ടോപ്പ് റാങ്കിങ് എന്ത് പരീക്ഷയുടെ സർട്ടിഫിക്കറ്റ് കിട്ടിയാലും നല്ലൊരു വ്യക്തിയാവുക, അല്ലെങ്കിൽ ഇപ്പം ആ അത്രയും വർഷങ്ങൾ കൊണ്ട് അത്രയും ഫീഡ് ചെയ്തിട്ട് ആ കുട്ടി ഒരു ഗ്രാജുവേറ്റഡായി സർട്ടിഫിക്കേഷനൊക്കെ ഉണ്ട്. ഒരു കമ്പനിയിൽ ഒരു ജോലിക്ക് വേണ്ടി പോകുമ്പം കുട്ടിക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ അറിയുന്നില്ല. അവൻ്റെ ഉള്ളിലുള്ള ടാലൻറ്റ്, അവൻ്റെ ഉള്ളിൽ സ്കില്ല് പുറത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ എങ്ങനെയാണ് ആ ഒരു കമ്പനി ആയിക്കോട്ടെ, ഒരു ബ്രാൻഡ് ആയിക്കോട്ടെ, ഒരു ടീം ആയിക്കോട്ടെ, അവരെങ്ങനെ അവനെ ഹയർ ചെയ്യും, എങ്ങനെ റിക്രൂട്ട്മെൻറ്റ് ചെയ്ത് അകത്തേക്ക് പ്രവേശിപ്പിക്കും, ഒരു ജോലി എങ്ങനെ കൊടുക്കും? പല കാര്യങ്ങളും കമ്മ്യൂണിക്കേഷൻ സ്കില്ലിൻ്റെ അത്രയും ഇമ്പോർട്ടൻസ് ഉണ്ട്. അപ്പം അങ്ങനെ വെറുതെ ഹാൻഡ് ഫീഡഡ് ആയിട്ടുള്ള ഒരു ബോയ്ക്കോ അല്ലെങ്കിൽ ഒരു ഗേളിനോ ഒരു മക്കൾക്കും അങ്ങനെയുള്ളൊരു ടാലൻറ്റോ സ്കില്ലോ കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതെ, ഇപ്പം അതിൽ ആദ്യമേ പറഞ്ഞൊരു കാര്യമുണ്ട്. അതിൽ നിന്ന് ഈ ഒരു മോമോ ബഗ്ഗി സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഒരുപാട് സ്ഥലത്ത് വർക്ക് ചെയ്ത എക്സ്പീരിയൻസിൽ നിന്ന് പഠിച്ച കുറേ കാര്യങ്ങൾ ഭയങ്കരമായിട്ട് ഹെൽപ്ഫുൾ ആയിട്ടുണ്ട്. അപ്പം ഈ ഒരു എക്സ്പീരിയൻസോ കാര്യങ്ങളോ കിട്ടാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം ഇനിഷ്യലി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എല്ലാം ട്രയൽ ആൻഡ് എറർ ആയിരിക്കും, അല്ലേ? ഓരോന്ന് പഠിച്ച് വീണായിരിക്കും. അതേ സമയത്ത് ഇതേപോലെ പോയി പഠിച്ച് നമ്മൾ അവിടെ ഒരുപാട് കാര്യങ്ങൾ പഠിക്കും.
എക്സ്പീരിയൻസ് അല്ലെങ്കിൽ നമ്മളിതുവരെ എടുത്തിട്ടുള്ള എക്സ്പീരിയൻസ് നോളജ് നമ്മുടെ സ്കില്ലിലായാലും നമ്മുടെ ലൈഫിലായാലും നമ്മുടെ ബിസിനസ്സിലായാലും നമ്മൾ എന്തിലാണ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് അതിൽ നമുക്ക് എടുക്കുന്ന വലിയൊരു പാർട്ട് അതിൻ്റെ ഒരു റിസൾട്ടുണ്ട്. ഐ മീൻ ഇപ്പം പല കാര്യങ്ങളും എനിക്ക് എക്സ്പീരിയൻസിലൂടെ എൻ്റെ സീനിയേഴ്സ് ആയിക്കോട്ടെ, എന്നെയൊക്കെ പ്രായം കൂടിയവരായിക്കോട്ടെ, എൻ്റെയൊക്കെ വലിയ പൊസിഷനിൽ നിൽക്കുന്നവരായിക്കോട്ടെ, അവരെല്ലാവരിൽ നിന്നും ഞാൻ അവരുടെ എക്സ്പീരിയൻസ് എന്നുള്ള അവരുടെ റിസൾട്ട് ഒബ്സർവ് ചെയ്യാറുണ്ട്. പല ആൾക്കാരും ചിരിക്കുമ്പോൾ ശ്രദ്ധിക്കാറുണ്ട്, പല ആൾക്കാരും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കാറുണ്ട്, പല ആൾക്കാരും എന്തൊരു കാര്യത്തിനോടും കൂടുമ്പോൾ ആക്ഷൻസ് ഇടുമ്പോൾ ശ്രദ്ധിക്കാറുണ്ട്, ചിലപ്പോൾ എഫക്റ്റീവായിട്ട് സംസാരിക്കുമ്പോൾ ശ്രദ്ധിക്കാറുണ്ട്. അപ്പോൾ എങ്ങനെ ഒരാളോട് ഡീൽ ചെയ്യണം, ആളെങ്ങനെ ക്യാൻവാസ് ചെയ്യുന്നു, എങ്ങനെ ഡീൽ ചെയ്യുന്നു, അല്ലെങ്കിൽ എങ്ങനെ ഒരു സാധനം പർച്ചേസ് ചെയ്യുന്നു, എങ്ങനെ ബാർഗിൻ ചെയ്യുന്നു, എല്ലാം ഞാൻ എൻ്റെ ബേസിക് ആയിട്ടുള്ള ഓരോ സ്ഥലത്തു നിന്നും പഠിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഓരോ സ്ഥലത്തു നിന്നും കുറച്ച് നമുക്ക് വേണ്ട നല്ലത് മാത്രം ഓരോ ആൾക്കാരിൽ നിന്ന് ഒബ്സർവ് ചെയ്യുക. അപ്പോൾ അവരൊക്കെ എക്സ്പീരിയൻസിലൂടെയാണ് ഒരു നല്ലൊരു ഗുഡ് റിസൾട്ടിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് നമുക്ക് നല്ല രീതിയിൽ യൂസ്ഫുൾ ചെയ്യാൻ പറ്റും. നമ്മുടെ ടൈം ഒത്തിരി നമുക്ക് ചെറിയ സമയം കൊണ്ട് അങ്ങനത്തെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാരുടെ നിന്ന് കുറേ കാര്യങ്ങൾ പഠിക്കാൻ പറ്റും. തീർച്ചയായിട്ടും. ഇപ്പം ഇതൊന്നും അറിയാണ്ട് ബിസിനസ്സിലേക്ക് ചെന്നാൽ ഒരുപക്ഷെ നമ്മൾ ചെയ്ത് ഒരു 1-2 ഇയേഴ്സ് കൊണ്ട് പഠിക്കേണ്ട കാര്യങ്ങൾ ചിലപ്പോൾ നമുക്ക് 1-2 മാസം ഇവരായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ. അതെ, അപ്പോൾ നമുക്ക് എക്സ്പീരിയൻസ് എന്നുള്ളൊരു കാര്യം നമ്മളൊന്നല്ലെങ്കിൽ നമ്മൾ വീണ് പഠിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ പ്രൊഫഷണൽ ആയിട്ടുള്ള ആ ഒരു ഇൻഡസ്ട്രിയിലോ ആ ഒരു മേഖലയിലോ എക്സ്പീരിയൻസ് ഉള്ള ആത്മാർത്ഥമായിട്ട് പണിയെടുത്തുള്ള ഒരാളിൽ നിന്ന് നമുക്ക് ആൾ നല്ലതാണെന്ന് നമുക്ക് തോന്നിക്കഴിഞ്ഞാൽ നമുക്ക് ആളുടെ എക്സ്പീരിയൻസ് എന്നുള്ള നോളജ് എടുക്കാം. ആൾ ചെയ്യുന്ന കാര്യത്തിനെ കുറിച്ചുള്ള എങ്ങനെ ആൾ ഹാൻഡിൽ ചെയ്യുന്നുള്ളത് അതൊക്കെ ഒബ്സർവ് ചെയ്ത് അതൊക്കെ പഠിക്കുക, അതൊക്കെ മനസ്സിലാക്കുക. ആദ്യം നമ്മുടെ ചുറ്റുമുള്ള കാര്യങ്ങൾ, നമുക്ക് പഠിക്കാനുള്ള കാര്യങ്ങൾ അക്സെപ്റ്റ് ചെയ്യാൻ പഠിക്കണം. ഒരു അഡാപ്റ്റിംഗ് കപ്പാസിറ്റി എന്താ വെച്ചാൽ ഏതൊരു സാഹചര്യത്തോടും അഡാപ്റ്റ് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി ഉള്ള ആൾക്ക് ഏത് സാഹചര്യത്തിലും വർക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഒത്തിരി എക്സ്പീരിയൻസസ് കിട്ടും. ഈ എക്സ്പീരിയൻസസൊക്കെ നമുക്ക് നമ്മുടെ ബിസിനസ്സിൽ എങ്ങനെ കൊണ്ടുവരാൻ പറ്റും, നമ്മൾ ചെയ്യുന്ന വർക്കിനെ എത്ര സിമ്പിളാക്കാൻ പറ്റുമെന്ന് അത് കിട്ടിയതിന് ശേഷം മാത്രം നമുക്ക് മനസ്സിലാവുന്നൊരു കാര്യമാണ്. എൻ്റെ ലൈഫിൽ അത് വലിയ രീതിയിൽ എന്നെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. എൻ്റെ സീനിയേഴ്സായിട്ടുള്ള അല്ലെങ്കിൽ എന്നെ ഹെൽപ്പ് ചെയ്ത ഒത്തിരി പേര് വെൽ എക്സ്പീരിയൻസ്ഡ് ഉള്ള ആൾക്കാരായിരുന്നു. അപ്പോൾ പല മേഖലയിൽ നിന്നും അവർ പോലും അറിയാതെ അവർ യൂസ് ചെയ്യുന്ന പല കാര്യങ്ങളും എനിക്ക് യൂസ് ചെയ്യത്തക്ക രീതിയിൽ ഒബ്സർവ് ചെയ്തിട്ടുണ്ട്. അതെനിക്ക് റിസൾട്ട് ഉണ്ടായിട്ടുണ്ട്. അതിൽ ശരിക്കും ചെറുപ്പം തൊട്ട് ഇത് തന്നെയായിരുന്നു, ഒരു ബിസിനസ് ആവണം അല്ലെങ്കിൽ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണം എന്നായിരുന്നു ഒരു പാഷൻ? ഞാനൊരു ബിസിനസ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് അല്ലെങ്കിൽ ബിസിനസ് ഫാമിലിയിൽ നിന്ന് വരുന്നിട്ടുള്ളൊരു കുട്ടിയല്ല. ഞാൻ എൻ്റെ സാഹചര്യങ്ങൾ ത്രൂ ഒരു ചെറിയ ഏജിൽ തന്നെ ജോലിയിലേക്ക് ഇറങ്ങി. ആ ജോലിയിൽ നിന്ന് ഒരു ഇൻകം ജനറേറ്റ് ചെയ്യാൻ പറ്റി. അപ്പം ആ ഇൻകം എങ്ങനെയാണ് നമ്മുടെ ലൈഫിൽ എത്രത്തോളം ഇമ്പോർട്ടൻസ് ഉണ്ടെന്ന് ഞാൻ മനസ്സിലാക്കി. അപ്പോൾ ആ ഇൻകം കൂടുതലാക്കാൻ വേണ്ടി ഞാൻ എഫോർട്ട് ഇട്ടുകൊണ്ടിരുന്നു. അപ്പോൾ കൂടുതൽ നല്ല പെർഫോമൻസിന് കൂടുതൽ ഇൻകം കിട്ടുന്നുണ്ട് എന്നുള്ളത് മനസ്സിലാക്കി. കൂടുതൽ മണി നമുക്ക് ജനറേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്, ഉണ്ടാക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഈ കൂടുതൽ പൈസ ഇവർ തരുന്നത്, നമ്മുടെ പെർഫോമൻസ് അനുസരിച്ച് കൂടുതൽ തരുന്നത് അവർ ലാഭത്തിൽ നിന്നാണ് മനസ്സിലാക്കി. എന്തൊരു സ്ഥലത്ത് ജോലിക്ക് പോയോ അതെല്ലാം ബിസിനസ്സാണല്ലോ. എല്ലാം ഇപ്പോൾ എഡ്യൂക്കേഷൻ, ഹോസ്പിറ്റാലിറ്റി, ഇപ്പോൾ എല്ലാ കാര്യങ്ങളും ബിസിനസ്സാണ്. അപ്പം എങ്ങനെയാണ് ഇവർ നമുക്ക് സാലറി തരുന്നത്? ബിസിനസ്സിലൂടെയാണ്. ബിസിനസ്സിൻ്റെ ഒരു ലാഭം അതിലിടുന്ന പ്രോഫിറ്റിലൂടെയാണ്. അപ്പോൾ എങ്ങനെ ഈ പ്രോഫിറ്റിലേക്ക് ഇത് എത്തുന്നു എന്നുള്ളത് പ്രോഫിറ്റിനെ കുറിച്ച് മനസ്സിലാക്കി, പ്രോഫിറ്റിനെ കുറിച്ച് ഡീറ്റെയിൽഡായിട്ട് പഠിച്ചു. പ്രോഫിറ്റ് ഉണ്ടാകുന്ന ഈ ബിസിനസ് റൺ ചെയ്യുന്നതുകൊണ്ടാണ്. അപ്പോൾ ഈ ബിസിനസ് എന്ന വലിയൊരു തന്ത്രമാണ് ശരിക്കും. അപ്പോൾ ഈ ബിസിനസ് എന്ന തന്ത്രത്തെക്കുറിച്ച് പഠിച്ചു. ഈ ബിസിനസ് എങ്ങനെയാണ് ജനറേറ്റ് ചെയ്യാൻ പറ്റുക, അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കുന്നത്, എത്ര വലിയ പ്രൊസീജിയേഴ്സിലൂടെ ഈ ബിസിനസ് കടന്നു വരുന്നത് സ്റ്റഡി ചെയ്തു. ഒരു കുട്ടി എന്ന കൗതുകത്തിൽ ഞാൻ സ്റ്റഡി ചെയ്തു. അങ്ങനെ ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് ഡീറ്റെയിൽഡായിട്ട് എനിക്ക് പഠിക്കാൻ പറ്റി. പിന്നെ ഞാൻ ചെറിയ കാര്യങ്ങളോട്ട് വലിയ കാര്യങ്ങൾ വരെ പഠിക്കാൻ തുടങ്ങി. ഞാൻ സൂപ്പർ മാർക്കറ്റിലൊക്കെ നിൽക്കുമ്പോൾ അവിടെ എങ്ങനെയാണ് ഒരു പ്രൊഡക്റ്റ് എങ്ങനെയാണ് ഒരു റാക്കിൽ അടുക്കി വെക്കുന്നത് തൊട്ടിട്ട് ആ പ്രൊഡക്റ്റ് എങ്ങനെ ഒരു പുറത്തുനിന്നുള്ളൊരു ഏജൻസി വന്ന് സപ്ലൈ ചെയ്യുന്നു, എങ്ങനെ അത് ബൈ ചെയ്ത ആൾക്കാർ കസ്റ്റമേഴ്സ് കൊണ്ടുവരുന്നു, അതിൻ്റെ ഇടയിലുള്ള ഇത്രയും വലിയ പ്രൊസീജിയേഴ്സ് തന്നെ പഠിച്ചു തുടങ്ങി. അപ്പം ഇത് വലിയൊരു സംഭവം എന്ന് പഠിച്ചു തുടങ്ങി. അപ്പോൾ ഇത് പഠിക്കുന്നതോറും ക്യൂരിയോസിറ്റി കൂടുന്നൊരു സംഭവമായി ബിസിനസ്. അപ്പോൾ എന്നെ കൂടുതൽ ഇൻട്രസ്റ്റഡ് ആക്കിക്കൊണ്ടേയിരുന്നു. വലിയൊരു കഥ വായിക്കും പോലെ ഞാൻ ബിസിനസ്സിനെ കുറിച്ച് പഠിച്ചുകൊണ്ടേയിരുന്നു. പുതിയ ഓരോ ദിവസം എനിക്ക് പുതിയ കാര്യങ്ങളാണ് പഠിക്കാൻ പറ്റുന്നത്. ഡെയിലി പുതിയ എന്തെങ്കിലും ഒരു കാര്യം പഠിക്കും. അപ്പോൾ എനിക്ക് ഒന്നുകൂടി ക്രൈസായി. എന്നും പോയി ഇതിനെക്കുറിച്ച് സ്റ്റഡി ചെയ്യുക, ഇതിനെക്കുറിച്ച് വായിക്കുക എന്ന് പറയുമ്പോൾ എനിക്ക് നല്ല രീതിയിൽ അതിനുള്ള ക്യൂരിയോസിറ്റി വന്നു, നെക്സ്റ്റ് എന്താവും എന്നുള്ളത്. അപ്പോൾ വന്ന് ഇത് വായിച്ച് ഇതിനോടുള്ള താല്പര്യം കൂടി, ഇൻട്രസ്റ്റ് കൂടി. പിന്നെ ഈ ബിസിനസ് തുടങ്ങാം. ഈ ബിസിനസ് കൊണ്ടാണല്ലോ നമ്മളെല്ലാവരും വലിയൊരു ഓണറെ ബഹുമാനിക്കുന്നത്. ആ വലിയൊരു ഓണർക്ക് കിട്ടുന്ന ബഹുമാനം, ആൾക്ക് കിട്ടുന്ന ടോട്ടൽ ആളുടെ ലൈഫ് സ്റ്റൈൽ, ആളുടെ ഫാമിലി സപ്പോർട്ട്, ആളുടെ ടോട്ടൽ അറൗണ്ടിൽ നിൽക്കുന്ന ആൾക്കാരുടെ വരെ കരിയർ നോക്കുമ്പോൾ നമുക്ക് അടിപൊളിയാണല്ലോ തോന്നും. അപ്പം അതിലേക്ക് എങ്ങനെ ഇറങ്ങാമെന്നുള്ളൊരിതിലാണ് ഈ ബിസിനസ്സിലേക്ക് ഇറങ്ങിയത്. അപ്പം ജോലി എടുക്കാം, വലിയൊരു ജോലി, എങ്ങനെ വലിയൊരു സാലറി മേടിക്കാം. നമ്മുടെയൊക്കെ ജനറേഷനിലുള്ള ആൾക്കാരുടെ മിക്കവരും തോട്ടാണ് എങ്ങനെ വലിയ സാലറി വാങ്ങാം, എത്ര സാലറി കിട്ടും,
സ്റ്റാർട്ടിങ് തന്നെ കൂടുതൽ കിട്ടുമോ, അല്ലെങ്കിൽ എക്സ്പീരിയൻസ് ആയ കൂടുതൽ കിട്ടുമോ എന്നൊക്കെയുള്ള ചിന്തയാണ്. അപ്പം എങ്ങനെയെങ്കിലും ജോലി മേടിച്ചെടുക്കുക എന്നുള്ളൂ. ആർക്കെങ്കിലും ജോലി കൊടുക്കുക എന്നുള്ളത് ആരും ചിന്തിക്കുന്നില്ല. ജോലിക്കാരന് 20,000 രൂപ ശമ്പളം കൊടുക്കുന്നുണ്ടെങ്കിൽ അതിൽ കൂടുതലാണല്ലോ ഒരു ഓണർ സമ്പാദിക്കുന്നത്. അപ്പോൾ അതിൽ കൂടുതൽ എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളത് ഒരു ഓണർക്ക് മാത്രമേ തിങ്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ ഒരു ബിസിനസ്സുകാരനാവാൻ തീരുമാനിച്ചു. എല്ലാവരുടെയും ലൈഫിൽ നമ്മളെ ഇൻസ്പയർ ചെയ്യുന്ന ഒരാളുണ്ടാവുമല്ലോ, അതുലിൻ്റെ ലൈഫിൽ അതാരായിരുന്നു? ഇൻസ്പിറേഷൻ എനിക്ക് അങ്ങനെ മോട്ടിവേറ്റ് ആയിട്ട് ഇൻസ്പയർഡ് ആയിട്ടൊരാളൊന്നും വന്നിട്ടില്ല. എന്നെ തന്നെ പലപ്പോഴും മോട്ടിവേറ്റ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. സെൽഫ് മോട്ടിവേറ്റഡ് എന്ന് വേണമെങ്കിൽ പറയാം. എൻ്റെ നീഡിന് വേണ്ടിയിട്ട് ഞാൻ എന്നെ തന്നെ മോട്ടിവേറ്റ് ചെയ്ത് എന്നെ തന്നെ മെൻ്റലി സ്ട്രോങ് ആക്കാൻ വേണ്ടി ഞാൻ എന്നെ തന്നെ സ്നേഹിച്ചു തുടങ്ങി. ഞാൻ എടുക്കുന്ന എഫേർട്ടിൽ ഞാൻ എന്നെ തന്നെ അപ്രിഷ്യേറ്റ് ചെയ്ത് തുടങ്ങി, പ്രൗഡായി തുടങ്ങി. ഞാൻ എന്നെ തന്നെ പ്രൗഡായത് എനിക്ക് വളരെയധികം എഫക്റ്റ് ചെയ്തിട്ടുണ്ട്. എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഭയങ്കര കോൺഫിഡൻസ് ആയി തുടങ്ങി. എനിക്ക് എന്നോട് എനിക്ക് തന്നെ ഒരു അഭിമാനം തോന്നുക എന്നുള്ള വലിയൊരു കാര്യമാണ്. അപ്പം അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ പലരിൽ നിന്ന് മോട്ടിവേഷൻ ആവണേക്കാൾ കൂടുതൽ നമുക്ക് നമ്മളിൽ നിന്ന് തന്നെ മോട്ടിവേറ്റഡ് ആവാൻ പറ്റും, കൂടുതൽ ഇൻസ്പയർഡ് ആവാൻ പറ്റും, നമുക്ക് മുന്നോട്ട് പോകാനുള്ളൊരു ത്വര വരും. പിന്നെ എൻ്റെ കൂടെ എൻ്റെ ഫ്രണ്ട്സൊക്കെ ഒത്തിരി സപ്പോർട്ടീവായിട്ട് ഇരുന്നിട്ടുണ്ട്. അപ്പം അവരൊക്കെ എന്നെ ഭയങ്കരമായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. എൻ്റെ കൂടെ എല്ലാത്തിനും എന്തിനാണെങ്കിലും നിൽക്കാന്നുള്ള കുറച്ച് ഫ്രണ്ട് സർക്കിൾ ഉണ്ടെങ്കിൽ തന്നെ. ശരിക്കും ഞാൻ ആദ്യമേ ശ്രദ്ധിച്ചു, അതിലിവിടെ വന്ന സമയത്ത് തന്നെ ഫ്രണ്ട്സ് വന്നിട്ട് അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യുമെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി ഫ്രണ്ട്സ് എത്രത്തോളം സപ്പോർട്ടീവായിട്ട് നിൽക്കും. നല്ല ഫ്രണ്ട്സാണ് എൻ്റെ. അത്രയും ഫ്രണ്ട്സ് എന്നുള്ളതിനുപരി എൻ്റെ ഒരു വലിയ ഫാമിലിയാണ്. അപ്പം വലിയ കമ്മിറ്റ്മെൻറ്റ്സ് ഞങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാവർക്കും. അപ്പോൾ ഒരു പോയിന്റിലും ആർക്കും ഇത് ഡ്രോപ്പ് ചെയ്യാൻ പറ്റാത്തൊരു കണക്ഷൻ വരുമ്പം ഞങ്ങളത് വലിയ വലിയ കാര്യങ്ങൾ ചെയ്യാൻ സഹായിക്കുന്നുണ്ട്. ഇത്രയും നല്ല കണക്ഷൻസ് കൂടെ ഒരു അറൗണ്ട്സിൽ നമുക്ക് നല്ല കൂട്ടുകാരുണ്ടെങ്കിലും നമ്മുടെ പല ഡ്രീമും സക്സസ്ഫുൾ ആക്കാൻ പറ്റും. അതിലിപ്പോൾ ഈ ഒരു എന്താ പറയുന്നത് ഫുഡ് ബിസിനസ് എന്നല്ലാണ്ട് അതിലുപരിയായിട്ട് എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? ഞാൻ പറഞ്ഞല്ലോ ബിസിനസ്സിലേക്ക് മൊത്തത്തിൽ ഇറങ്ങി. ഞാൻ ആദ്യം ജസ്റ്റ് സിമ്പിൾ ഇൻകം ജനറേറ്റ് ചെയ്യുക എന്നുള്ളൊരു സോഴ്സാക്കി മാത്രം ബിസിനസ്സിനെ കണ്ടിരുന്ന ഒരാൾ ബിസിനസ്സിനോടുള്ള കൂടുതൽ പഠിച്ച് അതിനെക്കുറിച്ച് മനസ്സിലാക്കി എന്നോട് അത്ര അറ്റാച്ച്ഡ് ആയി. അപ്പോൾ എനിക്ക് ബിസിനസ്സിൻ്റെ A to Z എല്ലാ പ്ലാറ്റ്ഫോമിലുള്ള എല്ലാ കാര്യത്തിനെക്കുറിച്ച് അറിയാം, ഞാൻ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ എനിക്ക് ബാക്കിയുള്ളവരിലേക്ക് എങ്ങനെ എത്തിക്കാൻ പറ്റും, ആ എത്തിക്കലിലേക്ക് എനിക്കെങ്ങനെ ഒരു റിസൾട്ട് ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളതിൽ ഞാൻ പുതിയ ഐഡിയാസ് എനിക്ക് ജനറേറ്റ് ചെയ്യാനുള്ള ഒരു സ്കില്ലുണ്ട്. എനിക്ക് ചെയ്യാൻ പറ്റും. ഇനീഷ്യേറ്റീവായിട്ടുള്ള മിഷനറീസോ അല്ലെങ്കിൽ ഇനീഷ്യേറ്റീവായിട്ടുള്ള പ്രൊഡക്ട്സെന്നോ എങ്ങനെ നമുക്ക് ഡെഡായി കിടക്കുന്ന ഒരു ഇതിൽ നിന്ന് ഇൻകം ജനറേറ്റ് ചെയ്യാമെന്ന് നല്ല രീതിയിൽ ഞാൻ തിങ്ക് ചെയ്യും. അപ്പം എനിക്ക് എങ്ങനെ ഒരു ബിസിനസ് ജനറേറ്റ് ചെയ്യാമെന്നറിയാം. സോ ഞാൻ ഇപ്പം കറൻ്റ്ലി നമുക്ക് മാസ്റ്റർ പ്രൊജക്റ്റിംഗ് ചെയ്യുന്നുണ്ട്. ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാൻസ് ഒന്നുമില്ല, എന്നാൽ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഇൻകം ഉണ്ട്, മണിയുണ്ട്. ആ ഒരു പൈസ എങ്ങനെയാണ് ഒരു ബിസിനസ് തുടങ്ങേണ്ടത്, ഒരു ബിസിനസ്സിന് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ള അത്രയും കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് നമ്മൾ പ്രൊജക്ട്സ് മൊത്തത്തിൽ സെല് ചെയ്യുന്നുണ്ട്. കംപ്ലീറ്റ് ഐഡിയ തൊട്ട് എല്ലാ കാര്യങ്ങളും എൻഡ് വരെ നമ്മൾ താക്കോൽ അവർ കൈ കൊടുക്കും. ആ രീതിയിൽ ബിസിനസ് സ്കെയിൽ ചെയ്ത് സെറ്റ് ചെയ്ത് മാത്രം ചെയ്താൽ മതി. ടോട്ടൽ ബിസിനസ്സിൻ്റെ ഓണർഷിപ്പ് എല്ലാം അവരുടെ പേരിലായിരിക്കും. ഒരു കാറ്റഗറി ഓഫ് ബിസിനസ്, ഒരു ബിസിനസ് ഇൻഡസ്ട്രിയിൽ ഏതെങ്കിലും ഒരു കാറ്റഗറി ബിസിനസ്സിനെ ചൂസ് ചെയ്ത് ആ ബിസിനസ്സിന് വേണ്ട ബേസിക് ആയിട്ടുള്ള എല്ലാ ബ്രാൻഡിങ് സ്ട്രക്ചേഴ്സും എല്ലാ പ്രൊഡക്റ്റ് ഡീറ്റെയിലേഷനും എല്ലാ കാര്യങ്ങളും സെറ്റ് ചെയ്ത് കൊടുത്ത് അത് എവിടെ തുടങ്ങണം, എങ്ങനെ തുടങ്ങണം, ഒരു സ്ഥലത്ത് തുടങ്ങാനുള്ള റീസൺ, ആ ലൊക്കേഷൻ ചൂസ് ചെയ്യാനുള്ള റീസൺ, ബേസിക്കലി വേണ്ട ലോഗോ, ആ ലോഗോയിൽ യൂസ് ചെയ്യേണ്ട കളർ എന്തുകൊണ്ട് ചെയ്തു, അതിനൊക്കെയുള്ള പ്രോപ്പറായിട്ടുള്ള എക്സ്പ്ലനേഷൻസ്, അതിൻ്റെ ഒരു മാസത്തെ ടേൺ ഓവേഴ്സ്, ഒരു വർഷത്തെ ടേൺ ഓവേഴ്സ്, എങ്ങനെയൊക്കെ വേസ്റ്റേജ് കുറയ്ക്കാം, അല്ലെങ്കിൽ എങ്ങനെയൊക്കെ ഇപ്പോൾ എക്സാമ്പിളായിട്ട് ഫുഡ് ഇൻഡസ്ട്രി പറയാം. ലൈക്ക് ഇപ്പം എല്ലാ രീതിയിലും നമുക്ക് ടെക്നോളജി കൊണ്ടുവരാൻ പറ്റും. എങ്ങനെയൊക്കെ വേസ്റ്റേജ് കുറയ്ക്കാം, എങ്ങനെയൊക്കെ റിസ്ക് ഫാക്ടേഴ്സ് കുറയ്ക്കാം, ഇതിനൊക്കെ വേണ്ട ടെക്നോളജീസ് എങ്ങനെ കൊണ്ടുവരാം, ഇതിൻ്റെ പ്രൊഡക്റ്റ് എങ്ങനെ സ്കെയിൽ ചെയ്യാം, ബ്രാൻഡ് എങ്ങനെ സ്കെയിൽ ചെയ്ത് വളർത്താം, ലൊക്കേഷൻ ചൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, പോപ്പുലാരിറ്റിയിൽ ഏതൊക്കെ ക്രൗഡിലുള്ള ആൾക്കാരുള്ള, ടോട്ടൽ പോപ്പുലാരിറ്റിയിൽ എത്ര ആണ് എത്ര പെണ്ണും, എത്ര പേര് വർക്ക് ചെയ്യുന്നുണ്ട്, എത്ര പേര് വർക്ക് ചെയ്യുന്നില്ല, നമ്മുടെ ബിസിനസ്സിൽ അവർ സ്പെൻഡ് ചെയ്യുന്ന എമൗണ്ട് എത്രയാണ്, നമുക്ക് ടേൺ ഓവേഴ്സ് എത്ര വരും, നഷ്ടം വന്ന് എന്ത് ചെയ്യണം, ലാഭം വന്ന് എന്ത് ചെയ്യണം, ഡീറ്റെയിൽഡായിട്ട് ഒരു ബിസിനസ് ടോട്ടൽ കംപ്ലീറ്റ് സ്ട്രക്ചറിൽ നമ്മൾ സെല് ചെയ്യുന്നുണ്ട്. അതായത് ഈ ഒരു ഫുഡ് ഇൻഡസ്ട്രി മാത്രമല്ല മൊത്തത്തിലുള്ള ഇൻഡസ്ട്രി. അപ്പം ആ ഒരു സർവീസ് നമ്മൾ ചെയ്തു വരുന്നുണ്ട്. ബ്രാൻഡിങ്, മാർക്കറ്റിംഗ് എല്ലാം ചെയ്തു വരുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ കൂടെ കൺസൾട്ടേഷനും ഇൻക്ലൂഡഡ് ആണ്? കൺസൾട്ടിംഗ് എന്ന് പറയുന്നില്ല, അതിന് അത്രയും ചെറുതായി കാണുന്നില്ല ഞാൻ. നമ്മൾ മൊത്തത്തിൽ ആ ബ്രാൻഡിനെ ടേക്ക് കെയർ കൊണ്ടുവന്നുണ്ട്. കറൻ്റ്ലി ഈ പ്ലാറ്റ്ഫോംസിലുള്ള ബാക്കിയുള്ള എല്ലാ കോമ്പറ്റീറ്റേഴ്സിനെയും വെച്ചിട്ട് നമ്മൾ ഒന്നുകൂടി ബിസിനസ്സിനോട് കമ്മിറ്റ്മെൻ്റ് ഉള്ള രീതിയിലാണ് ഇത് ചെയ്യുന്നത്, അതിൻ്റെ ഔട്ട് ചെയ്ത് കൊടുക്കുന്നത്. അതിലും പല നമ്മുടെ കസ്റ്റമേഴ്സൊക്കെ നമ്മുടെ ഭയങ്കര സാറ്റിസ്ഫൈഡ് ആണ്. ഒരു ബിസിനസ് ബാക്ക്ഗ്രൗണ്ട് ഇല്ലാത്തൊരു യങ്സ്റ്റർ അല്ലെങ്കിൽ ആരും ആയിക്കോട്ടെ ബിസിനസ്സിലേക്ക് ഇറങ്ങുമ്പം ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ടാവുമല്ലോ. അപ്പം ഒരു സക്സസ്ഫുൾ ഓൺട്രപ്രണർ എന്നുള്ള രീതിയിൽ അതുലിന് അവർക്ക് കൊടുക്കാനുള്ള ഒരു അഡ്വൈസ് എന്തായിരിക്കും?
നമ്മൾ പലരും പല അഡ്വൈസസും കേൾക്കുന്നുണ്ടായിരിക്കാം, പറയുന്നുണ്ടായിരിക്കാം. എൻ്റെ പേഴ്സണൽ ലൈഫിൽ നിന്ന് എനിക്ക് പറയാനുള്ളത്, എന്ത് ബിസിനസ് തുടങ്ങിക്കോട്ടെ, എന്ത് പുതിയ ഇന്നോവേറ്റീവായിട്ടുള്ള ബിസിനസ് ഐഡിയാസ് വന്നോട്ടെ, ഏതൊരു വ്യക്തിയും എന്ത് പുതിയ ഇനീഷ്യേറ്റീവ് എടുത്തൊരു ബിസിനസ് തുടങ്ങിയോ, അത് എക്സ്പാൻഡ് ചെയ്യാൻ തീരുമാനിച്ചോ, അത് മാർക്കറ്റിൽ ഇറങ്ങാൻ തീരുമാനിച്ചോ, അങ്ങനത്തെ ഡിസിഷൻ എടുക്കുമ്പോൾ തന്നെ നമ്മൾ എന്താണോ നമ്മൾ ഉദ്ദേശിക്കുന്ന ബിസിനസ്, എന്താണോ നമ്മുടെ ബിസിനസ്സിൻ്റെ വിഷൻ, അത് ഏത് രീതിയിലാണോ പ്രസൻറ്റ് ചെയ്യുന്നത്, നമ്മൾ മാർക്കറ്റിൽ എന്താണോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, എന്താണ് നമ്മുടെ ബ്രാൻഡ് എന്നുള്ള വ്യക്തമായിട്ടുള്ളൊരു അറിവ് നമുക്കുണ്ടാവണം. അത് പ്രോപ്പറായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റണം. ഒരാൾക്ക് നമ്മുടെ ഉള്ളിലുള്ള വിഷൻ വേറൊരാൾക്ക് നമ്മുടെ ബ്രാൻഡ് എന്താണെന്നും നമ്മുടെ വിഷൻ എന്താണെന്നും എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്ത് അവർക്കത് ബോധിപ്പിച്ചാൽ മാത്രമേ നമ്മുടെ ബ്രാൻഡിന് ഇന്നത്തെ വലിയ മാർക്കറ്റിൽ സ്പേസ് ഉള്ളൂ. കമ്മ്യൂണിക്കേഷൻ ചെയ്യാൻ പറ്റുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ നല്ലൊരു ബിസിനസ് കൊണ്ടുനടക്കാൻ പറ്റുള്ളൂ, നല്ലൊരു ലീഡർ ആവാൻ പറ്റുള്ളൂ, ടീമിനെ മോട്ടീവ് ചെയ്യാൻ പറ്റുള്ളൂ, ആ ടീമിനെ മാനേജ് ചെയ്യാൻ പറ്റുള്ളൂ. എന്തൊരു ബിസിനസ്സും നമ്മൾ സിമ്പിളായിട്ട് തുടങ്ങാൻ പറ്റും. അതിനെ മാനേജ് ചെയ്യുമ്പോൾ നമുക്ക് കമ്മ്യൂണിക്കേഷൻ സ്കില്ല് മസ്റ്റാണ്. അതില്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ചുറ്റും നിൽക്കുന്നവരെ നമ്മളെ കളിയാക്കും. പ്രോപ്പറായിട്ട് ഉള്ളിൽ തോന്നുന്ന എന്താ കാര്യം ഒരാൾക്ക് എഫക്റ്റീവ് ആവുന്ന രീതിയിൽ സംസാരിച്ചോ നമുക്കവിടെ റിസൾട്ട് കിട്ടിയിരിക്കും. ഏതൊരു ക്ലയൻറ്റിനോടും കോൺഫിഡൻ്റ് ആയിട്ട് നമ്മുടെ കാര്യം പറയാൻ തീരുമാനിച്ചാൽ അവരുടെ ഉള്ളിൽ നമ്മുടെ ട്രസ്റ്റ് വരും. ഓരോ ആൾക്കാരിലും നമ്മളുണ്ടാക്കുന്ന ട്രസ്റ്റ്, വിശ്വാസം, അത് നമ്മുടെ ബിസിനസ്സിനെ വളർത്താൻ സഹായിക്കും. എൻ്റെ എക്സ്പീരിയൻസ് എന്ന് ഞാൻ പറയാം, 100% റിസൾട്ട് കിട്ടും. ആ ഒരു എഫേർട്ടിന് വേണ്ടി നമ്മൾ കൂടുതൽ പഠിച്ചാൽ മതി.